For watching. For watching. For watching. Listen to that. Okay. Hello, good morning all. So we can start our rapid revision plus 2 board exam. കഴിഞ്ഞ എക്സാംസ് ഒക്കെ ഈസി ആയിരിക്കുന്നു വിചാരിക്കുന്നു അല്ലേ? നമ്മൾ കുറച്ച് ആളുകളേ ഉള്ളൂ ഇപ്പോൾ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങല്ലേ മക്കളെ? Am I audible to you? Yes, okay. Okay. So, zoology-യിൽ നമ്മളിപ്പം ഡിസ്കഷൻ പ്ലാൻ ചെയ്തിരിക്കും നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. സോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ മോഡൽ എക്സാം എഴുതിയ ആളുകളാണ്. യു നോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് 20 ക്വസ്റ്റ്യൻസ്. 20ഓളം ചോദ്യങ്ങളാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. I mean including the choices. അപ്പോൾ അതിൽ എല്ലാ ചോയ്സും നിങ്ങൾക്ക് അറിയണം. നമ്മുടെ ഡിസ്കഷൻ കഴിയുമ്പം ആ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം ഇനി പബ്ലിക് എക്സാമിന് വരുമ്പം. അറ്റ് ദ സെയിം ടൈം അതിൽ ചോയ്സസ് വരുമ്പോൾ 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുത്തെഴുതുക, സെലക്ട് എനി 3 ഫ്രം ദ 5 എന്ന് പറയുമ്പോൾ അതിൽ ബെസ്റ്റായിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ചോയ്സ് ചൂസ് ചെയ്യാൻ അറിയണം. ആൻഡ് ഹൗ ടു നറേറ്റ് ഇറ്റ്, എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്നും അറിയണം. അതാണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം. സോ ഡോണ്ട് വറി, നമുക്ക് A+ എന്നതിലുപരിയായിട്ട് അതിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് കൂടി നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മളിതിലൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് പ്ലസ്. അപ്പോൾ അതിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ഏകദേശം ഒരു റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ പബ്ലിക് എക്സാമിന് വലിയ മാറ്റങ്ങളൊന്നും വരില്ല. ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് ഏരിയാസ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്കുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ പേര് ആദ്യം എടുക്കുമ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ്, മോളിക്കുലാർ ബേസിസ്, ഇവല്യൂഷൻ, ദെൻ ഹ്യൂമൻ ഹെൽത്ത്, മൈക്രോബ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ആ 8 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്കുള്ള ആ ക്വസ്റ്റ്യൻസിലേക്ക് കൂടി നമ്മളൊന്ന് പോകും. ഓക്കെ, സോ വെൽക്കം ടു ദ റാപ്പിഡ് റിവിഷൻ വൺസ് അഗെയിൻ. ഹാവ് എ നൈസ് ഡേ. ലിസൺ ടു മീ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആദ്യമേ കാണുക. ഇപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലാണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് ഒരുവിധം തിയറീസ് ഒക്കെ നിങ്ങൾക്കറിയാം. യു ഓൾ ആർ ഗുഡ്, ഐ നോ. അത് ഒന്നുകൂടി മോൾഡ് ചെയ്യുക മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. സി, അപ്പം ലിസൺ ഹിയർ. ഇനി കമൻറ്റ് ബോക്സിലേക്ക് നേരം നോക്കണ്ട. നമ്മൾ ചോദിക്കും മാത്രം, എന്തെങ്കിലും ചോദ്യം ചോദിക്കും മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കീപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സി, ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5. ഈച്ച് ക്യാരീസ് 1 score. ഒരു സ്കോറാണ്. നിങ്ങൾ +1 എഴുതി അതേപോലെ തന്നെയാണ്. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിൻറ്റ് ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആണ് ഹിൻറ്റ്. അപ്പോൾ ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോം പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മളെ തിയറി മൊത്തം പഠിക്കുമ്പോൾ നമുക്കറിയാം 1928 ഗ്രിഫിത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. എന്തിനാണ് ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് നടത്തിയത്? ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ്സ് എ സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. ഈ സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയലിൽ നമുക്ക് 3 എക്സ്പെരിമെൻറ്റ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഇത് മോളിക്കുലാർ ബേസിസിലെ ക്വസ്റ്റ്യൻ ആണ്. മോളിക്കുലാർ ബേസിസിൽ സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ 3 എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റ് വൺ ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. രണ്ടാമത് ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന് ഒരു ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ നൽകിയ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. ഓസ്വാൾഡ് ആവറി, കോളിൻ മക്ലിയോഡ്, മക്ലിൻ മക്കാർട്ടി, ഇവർ 3 1933 to 44 ചെയ്ത രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്. ആൻഡ് തേർഡ് വൺ
That is very important. DNA is the genetic material എന്ന് പറയുന്ന unequivocal proof നൽകുന്ന തേർഡ് എക്സ്പെരിമെൻറ്റ്, ഹർഷി ചേസ് എക്സ്പെരിമെൻറ്റ് 1952. അപ്പോൾ ഈ 3 എക്സ്പെരിമെൻറ്റിന് ഈ സെർച്ചിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു ചോദ്യം വരാറുണ്ട്. അതാണ് നമ്മൾ ഈ ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹിൻഡ് ഗ്രിഫിത്ത് ട്രാൻസ്ഫോം പ്രിൻസിപ്പിളാണ്. ഗ്രിഫിത്ത് ട്രാൻസ്ഫോം പ്രിൻസിപ്പിൾ നിങ്ങൾക്കറിയാം. ഗ്രിഫിത്ത് ഏത് സ്പെസിമെനാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എടുത്തത്? ഗ്രിഫിത്ത് എടുത്ത സ്പെസിമെൻ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ന്യൂമോകോക്കസ് എന്ന് വിളിക്കാം. അതിൽ അദ്ദേഹത്തിന് 2 സ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. 2 strains ഓഫ് ബാക്ടീരിയംസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയകൾ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തത്. മ്യൂക്കോപോളിസാക്കഡ് ഉള്ള മ്യൂക്കസ് കോട്ടുള്ള എസ്ട്രെയിൻ ബാക്ടീരിയ. ആ എസ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ഒരു മ്യൂക്കോപോളിസാക്കഡിന്റെ കവറിംഗ് ഉണ്ട്. ദെൻ മ്യൂക്കസ് കോട്ട് ഇല്ലാത്ത റഫായി കാണുന്ന ആർ സ്ട്രെയിൻ. അപ്പോൾ സ്മൂത്തും റഫും. ഈ എക്സ്പെരിമെന്റിന് 4 സ്റ്റെപ്പാണുള്ളത്. അതിപ്പം തന്നെ പഠിച്ചു വെക്കുക. ഇനിയിപ്പോൾ എക്സാമിനാകെ 2-3 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ മറന്നു പോകില്ല. ഗ്രിഫിത്ത് എടുത്തത് സ്ട്രെപ്റ്റോകോക്കസ് ആണ്. അതിൽ സ്മൂത്ത് സ്ട്രെയിൻ, ആർ സ്ട്രെയിൻ എടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്രിഫിത്ത് എന്ത് ചെയ്തു? സ്റ്റെപ്പ് നമ്പർ 1, ഗ്രിഫിത്ത് ടുക്ക് ലൈവ് എ സ്ട്രെയിൻ ആൻഡ് ഇൻജെക്റ്റഡ് ടു മൈസ്. എലിക്ക് കുത്തിവെച്ചു. ആൻഡ് ഒബ്സർവ്, എന്ത് സംഭവിച്ചു? മൈസ് ഡൈ വിത്ത് ന്യൂമോണിയ വന്ന് ചത്തു. അപ്പോൾ മനസ്സിലാക്കാം എ സ്ട്രെയിൻ ഈസ് വിറുലന്റ്, പാത്തോജനിക് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ്, ലൈവ് ആർ സ്ട്രെയിൻ ബാക്ടീരിയ എടുക്കുന്നു, ഇൻജെക്റ്റഡ് ടു മൈസ്. ഒബ്സർവ്, മൈസിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഊഹിക്കാം ആർ സ്ട്രെയിൻ ഈസ് നോൺ വിറുലന്റ്. ഇത്രയേ ഉള്ളൂ. അപ്പം മ്യൂക്കസ് കോട്ട് ആയിരിക്കും വിറുലൻസിക്ക് കാരണം. അതാണെന്ന് പ്രൂവ് ചെയ്യാൻ ഗ്രിഫിത്ത് തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? അദ്ദേഹം തേർഡ് സ്റ്റെപ്പിൽ ഹീറ്റ് കിൽ ചെയ്തു. എ സ്ട്രെയിൻ ബാക്ടീരിയനെ ഹീറ്റ് കിൽ ചെയ്തു. ഹീറ്റ് കിൽ ചെയ്ത ബാക്ടീരിയക്ക് അതിൻ്റെ മ്യൂക്കസ് കോട്ട് നഷ്ടമാവും. ബാക്ടീരിയ ഡെഡ് ആണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, DNA സ്റ്റെബിലിറ്റി സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് അവിടെയുണ്ട്. മൈസ് ഡെഡ് ആണെങ്കിലും എസ്ട്രെയിൻ ഹീറ്റ് കിൽ ബാക്ടീരിയ ഡെഡ് ആണെങ്കിൽ പോലും അതിൻ്റെ DNAക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് റിമെയിൻ ചെയ്യാൻ സാധിക്കും. അത് പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഹീറ്റ് കിൽ എസ്ട്രെയിൻ ബാക്ടീരിയനെ മൈസിന് ഇഞ്ചെക്ട് ചെയ്തു, മൈസ് ലൈവ്. അപ്പോൾ ലൈവ് ആർ സ്ട്രെയിനും ഹീറ്റ് കിൽ എസ്ട്രെയിനും ഒരുപോലെ തന്നെയാണ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പിൽ ഗ്രിഫിത്ത് എന്ത് ചെയ്തു? ഹീറ്റ് കിൽ എസ്ട്രെയിനും ലൈവ് ആറിൻ്റെയും ഒരു മിക്സ്ചർ എടുത്തിട്ട് മൈസിന് ഇഞ്ചെക്ട് ചെയ്തു. ഹീറ്റ് കിൽഡ് എസ് ആൻഡ് ലൈവ് ആർ, took a mixture and injected to mice. Alvin Varghese sir, please reply. Okay, Alvin Varghese. Okay. അപ്പോൾ ഈ 4 സ്റ്റെപ്പാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഹീറ്റ് കിൽ എസിൻ്റെയും ലൈവ് ആറിൻ്റെയും ഒരു മിക്സ്ചർ എടുത്തിട്ട് മൈസിന് ഇഞ്ചെക്ട് ചെയ്തപ്പം മൈസ് ഡെഡ് വിത്ത് ന്യൂമോണിയ. അപ്പോൾ എന്താ സംഭവിച്ചത്? അതാണ് ഗ്രിഫിത്തിൻ്റെ കൺക്ലൂഷൻ. ഗ്രിഫിത്ത് പറയുന്നു സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഫ്രം ഹീറ്റ് കിൽഡ് എസ് എൻ്റർ ഇൻ ടു ആർ സ്ട്രെയിൻ. ഹീറ്റ് കിൽഡ് എസിൽ നിന്നും എന്തോ ഒരു സാധനം, ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ആൽവിൻ വർഗീസിൻ്റെ ചോദ്യം, സാർ ഒന്നും അറിയില്ല, ഇന്ന് പഠിച്ചാലും നല്ല മാർക്ക് കിട്ടുമോ? ഓഫ് കോഴ്സ് ആൽവിൻ, അതിനല്ലേ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഡോൺ വറി, ഒന്നും അറിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. മനസ്സിലെല്ലാം ഉണ്ടായിരിക്കും. ഇത് കേൾക്കുക. നമ്മുടെ എല്ലാ ചാപ്റ്ററിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏരിയാസിലൂടെയാണ് കടന്നു പോവുക. അതുകൊണ്ട് ഡോൺ വറി, പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ റൈറ്റിംഗ് വർക്കൊന്നും അധികം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഡോൺ വറി ബ്രോ, ഇന്നത്തെ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. മാർക്ക് നന്നായിട്ട് കിട്ടും. ഓക്കെ, നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഡോൺ വറി, ഇതെല്ലാവരുടെയും കൂടിയുള്ളതാണ്. അപ്പം ഇതാണ് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ചോദ്യം ഇതാണ്, ഒറ്റ മാർക്കേ ഉള്ളൂ കേട്ടോ. എസ്ട്രെയിൻ ബാക്ടീരിയ ഇൻജെക്റ്റഡ് ടു മൈസ് ഡൈ. ആർ സ്ട്രെയിൻ ബാക്ടീരിയ ഇൻജെക്റ്റഡ് ടു മൈസ്. പറഞ്ഞോളൂ, ആർ സ്ട്രെയിൻ ബാക്ടീരിയ മൈസിനെ ഇൻജെക്ട് ചെയ്തപ്പം മൈസ് എന്തായി? മൈസ് ജീവിക്കുകയാണ് ചെയ്തത്, ലൈവ്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ, ലൈവ് എന്നെഴുതിയാൽ മതി. മൈസ് ലൈവ് അല്ലെങ്കിൽ മൈസ് ലൈവ്സ് എന്ന് പറഞ്ഞാൽ മതി. വെരി ഗുഡ്, അതിൽ റിപ്ലൈ ചെയ്തു മൈസ് ലൈവ്സ്. ഓക്കെ, then എസ്ട്രെയിൻ ബാക്ടീരിയ ഹീറ്റ് കിൽ ഇൻജെക്റ്റഡ് ടു മൈസ് ലൈവ്. എസ്ട്രെയിൻ ബാക്ടീരിയ പ്ലസ് ആർ സ്ട്രെയിൻ ബാക്ടീരിയ ഇൻജെക്റ്റഡ് ടു മൈസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ? ബി എന്താണ്? മൈസ് ഡെഡ്. ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കുമ്പം അപ്പം അത് മൈസ് ഡെഡായി. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഈ ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹീറ്റ് കിൽഡ് എസിൽ നിന്ന് സംതിങ്, എന്തോ ഒന്ന് ആ സ്ട്രെയിനിലേക്ക് കടന്നു, എന്നിട്ട് അതിനെ
കറങ്ങാണ്. ഹലോ മക്കളെ, ഇപ്പം ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ അല്ലേ മക്കളെ? കേൾക്കാമോ? സം ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കേൾക്കാമോ മക്കളെ? അതിലൊക്കെയാണ്. Anyone please reply to me? Okay, good. Okay, so അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു. ഒബ്സർവ് ദ ആൻസർ. വാട്ട് ഡസ് ദ ഗ്രാഫ് റെപ്രസെന്റ് മീൻസ്? ദിസ് ഗ്രാഫ് റെപ്രസെന്റ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ, ഹു പ്രപ്പോസ് ദിസ് കൺസെപ്റ്റ്? ആരാണ് ഈ കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത്? ദിസ് കൺസെപ്റ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ അലക്സാണ്ടർ. അതൊന്ന് ഓർത്ത് വെക്കുക. അലക്സാണ്ടർ വോൺ ഹംപോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംപോൾട്ട് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇനി ഈ ക്വസ്റ്റ്യൻ വേറെ രീതി ചോദിക്കും. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, അലക്സാണ്ടർ വോൺ ഹംപോൾട്ട്. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ വേറെ രീതി ചോദിക്കാം. ഇങ്ങനെ തരും: ഏരിയ, സ്പീഷീസ് റിച്ച്നെസ്, ഗ്രാഫ് വരച്ചിട്ടുണ്ടാകും. ഈ അലക്സാണ്ടർ വോൺ ഹംപോൾട്ട് എന്താണ് പറഞ്ഞത്? ഗ്രാഫ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അലക്സാണ്ടർ വോൺ ഹംപോൾട്ട് പറയുന്നത് എത്രമാത്രം? വിത്തിൻ എ റീജിയൻ, ഒരു സ്ഥലത്ത് സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ്. നോക്കും, ഇപ്പൊ സ്പീഷീസിന്റെ എണ്ണം കൂടും. വിത്തിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എക്സ്പ്ലോർഡ് ഏരിയ. ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസിന്റെ എണ്ണം കൂടും, ബട്ട് അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ മാത്രം. അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഗ്രാഫ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഈ ഗ്രാഫ് എങ്ങനെയായിരിക്കും? അത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ആ ഗ്രാഫ് മാത്രം തന്നിട്ട് ഈ ഇക്വേഷൻ എന്ത് പറയുന്നു? അതാണ് S is equal to CA raised to Z. S is equal to CA raised to Z. അപ്പൊ ചോദിക്കാറുണ്ട് എന്താണ് എസ്? എസ് എന്ന് വെച്ചാൽ എസ് സ്പീഷീസ് റിച്ച്നെസ് ആണ്. സ്പീഷീസിന്റെ എണ്ണമാണ് കാണിക്കുന്നത്. എ എന്താണ്? എ ഏരിയ ആണ് കാണിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു ഏരിയ. അപ്പൊ എസ് സ്പീഷീസ് റിച്ച്നെസ്, എ ഏരിയ ആണ്. എസ് ഈ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് എ ഏരിയ ആണ്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? സി. സി ഈസ് ദ വൈ ഇന്റർസെപ്റ്റ് ആണ്. വൈ ഇന്റർസെപ്റ്റ് ആണ് സി കാണിക്കുന്നത്. And Z is the slope of the line. Slope of the line. ഇത് അങ്ങോട്ട് കാണാതെ പഠിക്കണം. സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഇതാണ് അടുത്ത ചോദ്യം. മനസ്സിലായി കാണും. അപ്പൊ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. അലക്സാണ്ടർ വോൺ ഹംപോൾട്ട് ആണ് ഇത് പറഞ്ഞത്. എന്താണ് ഈ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്? സിമ്പിൾ. ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസിന്റെ റിച്ച്നെസ്സും കൂടും, അപ് ടു എ ലിമിറ്റ്. നമ്മളത് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ വിത്തിൻ എ റീജിയൻ species richness increases with increase in explored area, but only up to a limit. അതൊരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ഇനി അടുത്തത് ഒരു ലോഗ് സ്കെയിലിൽ ഈ റിലേഷൻഷിപ്പ്, ഒരു ലോഗ് സ്കെയിലിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ലീനിയർ ആയിരിക്കും. ലോഗ് സ്കെയിലിൽ അത് ലീനിയർ ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. log S is equal to log C plus Z log A. log S is equal to log C plus Z log A. അതിൽ ഏതെല്ലാമാണെന്ന് ഒന്നുകൂടി പറയുന്നു. എസ് സ്പീഷീസ് റിച്ച്നെസ് ആണ്, എ ഏരിയ ആണ്, സി ദ വൈ ഇന്റർസെപ്റ്റ് ആണ്, സെഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ്. ഇതിൽ നിന്ന് ഈ ഗ്രാഫിൽ നിന്ന് ഇത്രയുമാണ് ചോദിക്കുക. ദിസ് ഗ്രാഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി വരുന്ന ഗ്രാഫാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഇതൊരു മാർക്കിൻ്റെ ചോദ്യമാണ്. അതിന് നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത
ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. 5 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. ഇൻ ഫീമെയിൽ ovum is normally released on 14th day of menstrual cycle. നിങ്ങൾക്കറിയാം മെൻസ്ട്രൽ സൈക്കിള് 28th ഡേ സൈക്കിളാണ്. അതിൽ 14th ഡേ ആണ് എന്ത്? ദിസ് ഇസ് ദ ഫസ്റ്റ് ഡേ, ദിസ് ഇസ് ദ 14th ഡേ, ദിസ് ഇസ് ദ 28th ഡേ. അതിൽ 14th ഡേ ആണ് എന്ത് നടക്കുന്നത്? ഓവുലേഷൻ, മെൻസ്ട്രൽ ഓവുലേഷൻ നടക്കുന്നത്. A. Name the process of release of ovum from ovary. വളരെ സിമ്പിൾ. ഏതാ? ഓവറിൽ നിന്ന് ഓവർ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഓവുലേഷൻ. അപ്പോൾ ഓവുലേഷൻ എഴുതി കഴിഞ്ഞാൽ അരമാർക്ക് അപ്പം തന്നെ കിട്ടി. ബി. വേർ ഡസ് ഫെർട്ടിലൈസേഷൻ ഒക്കർ? എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ഭാഗത്താണ്, ഓവിഡക്റ്റിൽ വെച്ചിട്ട്. ആ ഓവിഡക്റ്റിന് ചില ഭാഗങ്ങളുണ്ട്. ഒരു ഇൻഫന്റിപ്പുലം, ആംപ്യൂള, ഇസ്തമസ്. അപ്പോൾ വേർ ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് എന്നതിന് നിങ്ങൾ എഴുതേണ്ടത് അത് കൃത്യമായിട്ട് നടക്കുന്നത് ആംപ്യൂള ഇസ്തമസ് ജംഗ്ഷൻ. ആംപ്യൂള ഇസ്തമസ് ജംഗ്ഷൻ എന്നാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആംപ്യൂള ഇസ്തമസ് ജംഗ്ഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അരമാർക്കും കിട്ടും. ഇനി ആർക്കെങ്കിലും ആംപ്യൂള ഇസ്തമസ് ജംഗ്ഷൻ എന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇത് വരണം. ആംപ്യൂള ഇസ്തമസ് ജംഗ്ഷൻ, നിങ്ങൾക്ക് ആംപ്യൂള ഇസ്തമസ് ഓർമ്മയുണ്ട്. ഇതാണ് ഇപ്പം നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ഇങ്ങനെ വരച്ചു എന്നാണ് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് ഇതാണ് യൂട്രസ് എന്ന് വിചാരിച്ചോളൂ. അപ്പം ഇതിലെ ഫണൽ ഷേപ്ഡ് പാർട്ട് ആണ് ഇൻഫന്റിപ്പുലം. ഇൻഫന്റിപ്പുലം ഇവിടെ ബൾജ്ഡ് ആയിട്ട് കാണുന്ന ഈ ഭാഗമാണ് ആംപ്യൂള. ഈ നാരോ പാർട്ടാണ് ഇസ്തമസ്. അതിൽ ഈ ഭാഗത്ത് ഈ ആംപ്യൂളയും ഇസ്തമസും ചേരുന്ന ജംഗ്ഷനിലാണ്. അപ്പോൾ ആംപ്യൂള ഇസ്തമസ് ജംഗ്ഷൻ എന്നാണ് കൃത്യമായ ആൻസർ. ഇനി ആരെങ്കിലും അത് ഓർമ്മ വരുന്നില്ലെങ്കിൽ എന്തെഴുതിയാൽ മതി? ഇൻസ്റ്റഡ് നിങ്ങൾക്ക് എഴുതാം ഓവിഡക്റ്റ് എന്നെഴുതിയാൽ മതി. ഇൻസൈഡ് ദി ഓവിഡക്റ്റ്, ഇൻസൈഡ് ദി ഓവിഡക്റ്റ്, ഇൻസൈഡ് ദി ഓവിഡക്റ്റ് എന്നെഴുതാം. ഓർ ഫെലോപ്പിയൻ ട്യൂബ്. ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിന് ഉള്ളിൽ എന്നെഴുതിയാലും യു വിൽ ഗെറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഫമി ഷാഫി ആൻസർ ചെയ്തിട്ടുണ്ട്. ആംപ്യൂള ഇസ്തമസ് ജംഗ്ഷൻ, വെരി ഗുഡ് ഫമി. ഓക്കെ, അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചുള്ള ചോദ്യം പറയുമ്പോൾ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇൻഫന്റിപ്പുലം, ആംപ്യൂള, ഇസ്തമസ്, ഓക്കെ, 3 ഭാഗങ്ങൾ. ഈ 3ഉം ചേർന്നത് എന്തായി? ഓവിഡക്റ്റായി. ആ ഇൻഫന്റിപ്പുലത്തിന് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് ഓവം കളക്ട് ചെയ്യുന്നത്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ്, ആ ഇൻഫന്റിപ്പുലത്തിൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിംപ്രേ എന്ന് വിളിക്കും. ഫിംപ്രേ. ഇസ്തമസ് വന്ന് യൂട്രസിലേക്ക് വരും. യൂട്രസ് ആണ്, യൂട്രസ്, പിന്നെ സെർവിക്സ്, വജൈന. ഓക്കെ, യൂട്രസിന് 3 വാളുകളുണ്ട്. സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് യൂട്രസിൻ്റെ 3 വാൾസ്. യൂട്രസിൻ്റെ 3 വാൾസ് ഏതൊക്കെയാണ്? ഔട്ടർ പെരിമെട്രിയം, ഏറ്റവും പുറമെയുള്ളതാണ് പെരിമെട്രിയം. മിഡിൽ മയോമെട്രിയം, മയോമെട്രിയം. ഇന്നർ എൻഡോമെട്രിയം, എൻഡോമെട്രിയം. ഈ 3ഉം ചേർന്നാൽ പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം 3ഉം ചേർന്നാൽ എന്തായി? വാൾ ഓഫ് യൂട്ടറസ്, യൂട്ടറസിൻ്റെ വാളായി. അപ്പോൾ ഈ ഭാഗം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇസ് ഇറ്റ് ഓക്കെ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. ദേവപ്രിയ ആൻസർ ചെയ്തിരിക്കുന്നു. ദേവപ്രിയ, വെരി ഗുഡ്. സോ 4th ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ എ പെർട്ടിക്കുലർ മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ നിങ്ങൾ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് വന്ന രീതികൾ ശ്രദ്ധിച്ചോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതിൽ നിന്നായിരുന്നു? മോളിക്കുലാർ ബേസിസ് എന്നായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതിൽ നിന്നായിരുന്നു? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോയി ബയോഡൈവേഴ്സിറ്റി എന്നായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾ മോളിക്കുലാർ ശരിക്കും ശ്രദ്ധിച്ചു പോകണം കേട്ടോ, കൂടുതൽ ചോദ്യങ്ങൾ എന്ന് വരുന്നുണ്ട്. ഇൻ എ പെർട്ടിക്കുലർ മോണോ ഹൈബ്രിഡ് ക്രോസ് ബോത്ത് ഫിനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ വാസ് ഫൗണ്ട് ടു ബി 1:2:1. ഐഡന്റിഫൈ ദിസ് ഫിനോമിന. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ പാറ്റേൺ ആണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ 1:2:1, 1:2:1 ഫിനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പം ഇറ്റ്സ് ആൻസർ ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. അപ്പോൾ ഫിനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും ഒരുപോലെ വരുന്ന ഒരേ ഒരു ക്രോസേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ. ഇൻകംപ്ലീറ്റ് കോഡോമിനൻസിൽ സംഭവിക്കും കേട്ടോ. AB ബ്ലഡ് ഗ്രൂപ്പുകൾ ക്രോസ് ചെയ്യുമ്പോൾ കോഡോമിനൻസിനും ഇത് സംഭവിക്കാം. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ നമുക്കിനി അതിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരും? അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ മെന്റൽ പറഞ്ഞതിന് എതിരാണ്. മെന്റൽ പറഞ്ഞത് എന്താണ്? മെന്റൽ പറഞ്ഞത് കംപ്ലീറ്റ് ഡോമിനൻസാ. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ T സ്മോൾ t എന്ന് വന്നാൽ അത് ടോളാവും.
ഇതാണ് മെന്റലിൻ്റെ കംപ്ലീറ്റ് ഡോമിനൻസ് അല്ലെങ്കിൽ ഡോമിനൻസ്. കാരണം മെന്റൽ പറയുന്നു ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ. ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി ടോളിന് റെപ്രസെന്റേറ്റീവ്, സ്മോൾ ടി ഡോർഫ്. ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ, പേജ് നമ്പർ 75 നിങ്ങൾ പഴയ ബുക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോ ഓഫ് ഡോമിനൻസിന്റെ ലാസ്റ്റ് പോയിന്റ്. ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ ഓൺലി വൺ ഡോമിനേറ്റ് എന്നാണ് മെന്റൽ പറയുന്നത്. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും ശരിയല്ല. മെന്റലിന്റെ ലോ ഓഫ് ഡോമിനൻസ് എല്ലാ കേസിലും അപ്ലിക്കബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇൻ എ ഡിസിമിലർ പെയർ ഒന്നും ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഡോമിനൻസ് ഓഫ് എ ഫാക്ടർ ഇൻകംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി. ദാറ്റ് മീൻസ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ അടുത്ത പ്രത്യേകത പ്രോജനി ഷോസ് ആൻ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ. പ്രോജനി ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കും. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ഏതാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്നാപ് ഡ്രാഗൺ എന്ന പ്ലാന്റ് ആണ്. സ്നാപ് ഡ്രാഗൺ ഓർ അല്ലെങ്കിൽ അതിന് ഏത് പേര് വിളിക്കും? ഡോഗ് ഫ്ലവർ എന്ന് വിളിക്കും. ഈ രണ്ട് പേരുകൾ ഓർത്ത് വെക്കാൻ ഈസിയാണ്. സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ. അല്ലെങ്കിൽ ഇതിനൊരു സയന്റിഫിക് നെയിം ഉണ്ട്. ഏതാ സയന്റിഫിക് നെയിം? ആന്റിറീനം മാജസ്. ആന്റിറീനം മാജസ് ഇതാണ് പഠിക്കേണ്ടത്. ആന്റിറീനം മാജസ് ആണ് കേട്ടോ, MAJUS, ആന്റിറീനം മാജസ്. ഇനി നമ്മുടെ നാട്ടിൽ കാണുന്ന 4 o'clock പ്ലാന്റിലും ഇത് കാണാറുണ്ട്. ഇവിടെ എന്താണ് ക്രോസ്? ക്രോസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് ക്യാപിറ്റൽ ആർ ആരുമായി ക്രോസ് ചെയ്യുന്നു? വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് സ്മോൾ ആർ. ഇവിടെ ക്യാപിറ്റൽ ഗ്യാമേറ്റ്, സ്മോൾ ആർ ഗ്യാമേറ്റ്. F1 ഫസ്റ്റ് ഫിലൈൽ ജനറേഷൻ ആരായിരിക്കും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ആരാ? പിങ്ക് ആയിരിക്കും. പിങ്ക് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് കളർ ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഈ F1 സെൽഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1:2:1 റേഷ്യോ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ ഗ്യാമേറ്റ് ഏതൊക്കെയാണ്? ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ വരും, ഒരു സ്മോൾ ആർ ഗ്യാമേറ്റ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഗ്യാമേറ്റ്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ, ചെക്കർ ബോർഡ് ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ആർ വരും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരും, സ്മോൾ ആർ വരും. അപ്പം റെഡ് വരും, 2 പിങ്ക് വരും, വൈറ്റ് വരും. 1:2:1. അണ്ടർസ്റ്റാൻഡ്? ദിസ് ഈസ് ദ റേഷ്യോ. യു ഗോട്ട് ഇറ്റ്? അപ്പം ഇൻകംപ്ലീറ്റ് ഡോമിനൻസുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അറിയുന്ന ഒരു കുട്ടി കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് കോഡോമിനൻസ്. 2 ഫാക്ടേഴ്സും ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഏതാണ്? ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ കോഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. ബ്ലഡ് ഗ്രൂപ്പിൽ 3 അല്ലിൽസ് ആണ്. I എന്ന ജീനിന് 3 അല്ലിൽസ് ആണ്. IA, IB, I. അതിൽ IAയും ഡോമിനൻ്റ് ആണ്, IBയും ഡോമിനൻ്റ്. രണ്ടും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ AB ബ്ലഡ് ഗ്രൂപ്പ് കോഡോമിനന്റിന് എക്സാമ്പിൾ ആണ്. ഇത് പറയുമ്പോൾ മദർ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ടേം ആണ് പ്ലിയോട്രോപ്പി. എന്താണ് ഈ പ്ലിയോട്രോപ്പി? അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം. പ്ലിയോട്രോപ്പി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കണം, 1 gene control more than 1 character. That means a single gene product may produce more than 1 phenotypic effect. ഒരു ജീൻ ഒന്നിലധികം ക്യാരക്ടറുകൾ കൺട്രോൾ ചെയ്യുന്നതാണ് പ്ലിയോട്രോപ്പി. ആ ടേം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. Next question. The next question is വായിച്ചോളൂ. Find out the odd one and justify your answer. ഇതിന്ന് ഓഡ് വൺ സെലക്ട് ചെയ്യാൻ, എന്നിട്ട് നമ്മുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 1/2 1 മാർക്കിന്റെ അവസാനത്തെ ചോദ്യം. 5 ചോദ്യത്തിൽ 3 എഴുതിയാൽ മതി. അപ്പം പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇന്ററപ്റ്റസ്, IUDs, ലാക്ടേഷണൽ അമ്നോറിയ. ഇതിൽ ഓഡ് വൺ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതെന്താണ്. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ആണ്. ആ ബർത്ത് കൺട്രോൾ ഓപ്ഷനിൽ ഇത് ഏതാണ് ഓഡായിട്ട് കാണുന്നത്? ഇതിൽ പീരിയോഡിക് അബ്സ്റ്റിനൻസും കോയിറ്റസ് ഇന്ററപ്റ്റസും ലാക്ടേഷണൽ അമ്നോറിയ, ഈ 3ഉം നാച്ചുറൽ മെത്തേഡ് ആണ്. നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ ആണ്. എന്താണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്? പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് വെച്ചാൽ അബ്സ്റ്റെയിൻ, അവോയ്ഡ് മേറ്റിംഗ് ബിറ്റ്വീൻ 10 to 17 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിൽ 10 to 17 days എന്ന് വെച്ചാൽ 14th day ഓവുലേഷൻ നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് 10 to 17 days അവോയ്ഡ് മേറ്റിംഗ് ഒഴിവാക്കുക. അതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്താണ്? വിഡ്രോവൽ ഓഫ് പെനിസ് ബിഫോർ ഇജാക്കുലേഷൻ, ബിഫോർ ഇൻസെമിനേഷൻ. സെമൻ റിലീസ് ചെയ്യുന്നതിന് മുൻപ് പെനിസ് റിമൂവ് ചെയ്യാം. ലാക്ടേഷണൽ അമ്നോറിയ എന്ന് വെച്ചാൽ
ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ ഡ്യൂറിങ് ഇനീഷ്യൽ ലാക്ടേഷൻ പീരീഡ്. ഇനീഷ്യൽ ലാക്ടേഷൻ പീരീഡ് ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസം വരെ ഇനീഷ്യൽ ലാക്ടേഷൻ പീരീഡിൽ എന്തുണ്ടാവില്ല? മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവില്ല. ഈ 3 നാച്ചുറൽ മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഏതാണ്? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, IUD. അപ്പോൾ നിങ്ങൾ IUD എന്ന് മാത്രം എഴുതി മതി. സെലക്ട് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ ദ ആൻസർ. അപ്പോൾ IUD എന്ന് എഴുതാം, ഇൻട്രായൂട്ടറൈൻ ഡിവൈസസ് എന്ന് എഴുതാം. എന്നിട്ട് എഴുതാം IUD ഈസ് ഇൻട്രായൂട്ടറൈൻ ഡിവൈസ്. IUD ഈസ് intrauterine device. All others are natural method of birth control. Natural method of birth control. ഇതങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം IUDs എന്ന് പറയുമ്പം ഇനി ആ IUDയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം. IUD ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏരിയയാണ്. ഈ IUD എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, IUD 2 ടൈപ്പ് ഉണ്ട്. IUD നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUDs ആൻഡ് മെഡിക്കേറ്റഡ് IUDs ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUDs എന്ന് പറയുമ്പോൾ ഒറ്റ എക്സാമ്പിളെ പഠിക്കാനുള്ളൂ, ലിപ്സ് ലൂപ്പ് മാത്രം. മെഡിക്കേറ്റഡ് IUDsനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കേറ്റഡ് IUDsനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് കോപ്പർ റിലീസിങ് IUDsഉം അതുപോലെ തന്നെ ഹോർമോൺ റിലീസിങ് IUDsഉം. കോപ്പർ റിലീസിങ് IUDs ആൻഡ് ഹോർമോൺ റിലീസിങ് IUDs. കോപ്പർ റിലീസിങ് IUDsന് എക്സാമ്പിൾ ആണ് കോപ്പർ T, കോപ്പർ 7, അതുപോലെ തന്നെ മൾട്ടി ലോഡ്. എക്സാമ്പിളുകൾ ഇമ്പോർട്ടൻ്റ്. മൾട്ടി ലോഡ് 375. ഹോർമോൺ റിലീസിങ് IUDsന് എക്സാമ്പിൾസ് ആണ് LNG20, അതുപോലെ തന്നെ പ്രോജെസ്റ്റാസെർട്ട്. അപ്പോൾ ഈ ഏരിയ കൂടി നോക്കി പോകണം. ഈ IUDs എന്ത് ചെയ്യും? IUDs കോപ്പർ റിലീസിങ് IUDs മൊത്തത്തിൽ എന്ത് സംഭവിക്കും? റിട്ടാർഡ് സ്പെർം മോട്ടിലിറ്റി. കോപ്പർ റിലീസിങ് IUDsലെ കോപ്പർ അയോൺസ് എന്ത് ചെയ്യുന്നു? സ്പെർം മോട്ടിലിറ്റി റിട്ടാർഡ് ചെയ്യും, തടസ്സപ്പെടുത്തും. ആൻഡ് ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പെർം വിത്തിൻ ദ യൂട്ടറസ്. യൂട്ടറസിന് ഫാഗോസൈറ്റോസിസ് കൂട്ടും. വെരി ഗുഡ്. ആദ്യമാണ് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാലും അതിന് എക്സാമ്പിൾ ഏതാണ്? IUD ആണ്. ഇനി IUD കൂടാതെ ഇപ്പോൾ നമ്മൾ നാച്ചുറൽ മെത്തേഡ് പറഞ്ഞു, IUD പറഞ്ഞു. പിന്നെയുള്ളതാണ് ബാരിയർ മെത്തേഡ്സ്. സ്പേമും ഓവും മീറ്റ് ചെയ്യാതെ ബാരിയർ നിൽക്കുന്നത്. ബാരിയർ മെത്തേഡ്സിൽ കോണ്ടംസ് ഉണ്ട്. കോണ്ടംസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. അതുപോലെ തന്നെ ഫീമെയിലുള്ള ഡയഫ്രംസ്, വോൾട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പിൽസ് ഉണ്ട്, ഇഞ്ചെക്റ്റബിൾസ് ഉണ്ട്. പിൽസും ഇഞ്ചെക്റ്റബിൾസും പ്രൊജസ്റ്റോജൻ ആവാം, ഈസ്ട്രോജൻ പ്രൊജസ്റ്റോജൻ കോമ്പിനേഷൻസ് ആവാം. പിന്നെ ടെർമിനൽ മെത്തേഡ് ഉണ്ട്. ടെർമിനൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, പെർമനന്റ് മെത്തേഡ് 2 എണ്ണമുണ്ട്. വാസക്ടോമി ഇൻ മെയിൽ, ട്യൂബെക്ടോമി ഇൻ ഫീമെയിൽ. എന്ന് വെച്ചാൽ ആരാണിത്? ബാസി സാറിനെ കാണാൻ AR റഹ്മാനെ പോലെ ഉണ്ട്. അങ്ങനെയല്ല ബാസി പറയേണ്ടത്, AR റഹ്മാനെ കാണാൻ എന്നെപ്പോലെ ഉണ്ട് എന്നാണ് പറയേണ്ടത്. വെരി ഗുഡ്. അപ്പോൾ തൽക്കാലം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് മാർക്ക് വാങ്ങണ്ടേ? കം ബാക്ക്. ഓക്കെ, താങ്ക് യു ഫോർ ദ കമൻറ്റ്. ഓക്കെ, അപ്പം സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഓർക്കണം. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടെർമിനൽ മെത്തേഡാണ്. 2 എണ്ണം. വാസക്ടോമി ഇൻ മെയിൽ, അതുപോലെ തന്നെ ട്യൂബെക്ടോമി. വാസക്ടോമി IUD അല്ല കേട്ടോ. IUD നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. IUD അല്ല പറയുന്നത്. വാസക്ടോമി ആൻഡ് ട്യൂബെക്ടോമി. എന്താ വാസക്ടോമി? വാസക്ടോമി എവിടെയാണ്? വാസക്ടോമി മെയിൽസിലാണ്, ട്യൂബെക്ടോമി ഫീമെയിലാണ്. വാസക്ടോമി എന്താണ്? സർജിക്കൽ കട്ടിങ് ആൻഡ് ടൈയിങ് ഓഫ് വാസ്റ്റ് ഡിഫറൻസ് ഇൻ മെയിൽ. ആ ഫിഗർ ഒന്ന് നോക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഫിഗർ ഒന്ന് എടുത്ത് നോക്കിയേ. ആ ഫിഗർ വെച്ചിട്ട് തന്നെ ചോദ്യം ചോദിക്കാറുണ്ട്. വാസക്ടോമി, ട്യൂബെക്ടോമി ഫിഗർ വെച്ചിട്ട് തന്നെ ചോദ്യം ചോദിക്കാറുണ്ട്. ട്യൂബെക്ടോമി എന്ന് വെച്ചാൽ സർജിക്കൽ കട്ടിങ് ഓർ റിമൂവൽ, റിമൂവൽ ടൈയിങ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് ഇൻ ഫീമെയിൽ. വാസക്ടോമി. അപ്പോൾ നമ്മളിപ്പം കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് മൊത്തം പറഞ്ഞു കഴിഞ്ഞു. അപ്പം മക്കളെ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമ്മളിപ്പം 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളിത് 5 എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളിതിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള 3 നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതേപോലെ വളരെ ഷോർട്ട് ആക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡ്? ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ഷോർട്ട് ആൻഡ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഇസ് ഇറ്റ് ഓക്കെ? ഗുഡ്. ആൻഡ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സാം എഴുതുകയാണെന്ന് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്: ആൻസർ എനി 9 ക്വസ്റ്റ്യൻ ഫ്രം 6 to 16
ഈച്ച് ക്യാരി 2 scores. രണ്ട് സ്കോറാണത്. ആൻസർ എനി 9, ഏതെങ്കിലും 9 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. ആൻസർ എനി 9 ക്വസ്റ്റ്യൻ ഫ്രം 6 to 16. അപ്പം 6 to 16 എന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ, ഏകദേശം 9 തന്നെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് അവിടെ ചോയ്സ് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റീഡ് ദ ക്വസ്റ്റ്യൻ. ഇൻഫെർട്ടിലിറ്റി ക്വസ്റ്റ്യൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതൊക്കെ ആൻസർ ഇവിടെ വന്നു കഴിഞ്ഞോ? വെരി ഗുഡ്, വെരി ഗുഡ്. മക്കൾ കുറച്ചിതാണല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഇൻഫെർട്ടിലിറ്റി cases are increasing nowadays. These couples should be assisted to have children through certain special technique which are commonly known as art. What is expansion of art? അതുപോലെ മക്കൾ ആൻസർ ചെയ്ത് തന്നു. എക്സ്പാൻഷൻ ഓഫ് ആർട്ട് എ അസിസ്റ്റഡ്, ആർ റീപ്രൊഡക്റ്റീവ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ്, ടി ടെക്നോളജീസ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. നിങ്ങൾ ആ ലാസ്റ്റ് പേജ് അങ്ങോട്ട് എടുക്കുക. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ലാസ്റ്റ് പേജ്. അതിൽ കാണുന്ന അബ്രിവേഷൻസ് എല്ലാം പല തവണയായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ആർട്ട്. നെയിം എനി 2 methods ഓഫ് ആർട്ട്. ആർട്ടിൽ ടെക്സ്റ്റ് ബുക്കിൽ 3 methods ആണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിൽ ഏതെങ്കിലും 2 മെത്തേഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് മൊത്തം പറയാം. ഏതെങ്കിലും 2. ഒന്നാമത്തെ മെത്തേഡാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ഒന്നാമത്തെ മെത്തേഡാണ്. ഈ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ ഉള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് IVF. എന്താ IVF? ഫുൾ ഫോം. IVFന്റെ ഫുൾ ഫോം ആണ് ഇൻവിട്രോ. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി എന്നാണ് അർത്ഥം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഞാൻ മൊത്തം പറഞ്ഞിട്ട് ആൻസറിലേക്ക്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അതുപോലെ തന്നെ ET എന്ന ഫുൾ ഫോം കൊടുക്കാളെ. ET എന്ന് വെച്ചാൽ എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ ഞാൻ മൊത്തം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആൻസറിലേക്ക് ഞാൻ പിന്നെ വരാം. എംബ്രിയോ ട്രാൻസ്ഫർ. ഈ എംബ്രിയോ ട്രാൻസ്ഫർ 2 തരത്തിൽ നടത്തും. എംബ്രിയോ ട്രാൻസ്ഫർ 2 തരത്തിലാണ് എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുന്നത്. ഒന്ന് ZIFT. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. എന്താ ZIFT? ZIFT എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഞാൻ എഴുതുന്നില്ല. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. വെരി ഗുഡ്. എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ പറയാം. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ സിഫ്റ്റും സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതുപോലെ തന്നെ IUT ഇൻട്രായൂട്ടിറൈൻ ട്രാൻസ്ഫർ. അപ്പോൾ സിഫ്റ്റ് എപ്പോൾ നടത്തും? എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ, 8 സെൽ വരെയാണെങ്കിലാണ് സിഫ്റ്റ് നടത്തുക. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇഫ് ദ എംബ്രിയോ ഈസ് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ, 8 ബ്ലാസ്റ്റോമിയറിനേക്കാൾ കൂടുതലാണെങ്കിൽ ഏതാ നടത്തുക? IUT ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ ആണ് നടത്തുക. അപ്പം നിങ്ങളോട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ നെയിം എനി 2 മെത്തേഡ് ഓഫ് ആർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ IVF എന്ന് എഴുതിയാൽ കിട്ടും. സിഫ്റ്റ്, IUT ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഇതാണ് ഇതിൻ്റെ കൃത്യം മെത്തേഡ്. ഒന്ന് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് മറ്റൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡിലേക്ക് ഞാൻ പറയുന്നത് GIFT, ഗിഫ്റ്റ്. ഗാമീറ്റ് ഫുൾ ഫോം ഞാൻ പറയുന്നുള്ളൂ, എഴുതുന്നില്ല, സമയം പോകും. ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇതിൽ ഏത് ഗാമീറ്റ് ആണെന്ന് ഊഹിക്കാൻ പറ്റൂ? സ്പേം ആണോ എഗ്ഗാണോ? എഗ്ഗാണ്. ഇവിടെ ഗാമീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എഗ്ഗാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആൻ എഗ് ഈസ് കളക്റ്റഡ്, എഗ് ഓർ ഓവം ഈസ് കളക്റ്റഡ് ഫ്രം എ ഡോണർ. ഒരു ഡോണറിൽ നിന്ന് എഗ് കളക്ട് ചെയ്യുന്നു. ആൻഡ് ഓൺലി 28 ആണോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ട്. എന്തേ 28? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ലിസൺ. അപ്പോൾ ഗിഫ്റ്റാ പറയുന്നത്. ഗിഫ്റ്റിന്റെ ഫുൾ ഫോം ആണ് പറയുന്നത് ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താണ് ഈ ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് ചോദിച്ചാൽ, എ ഗാമീറ്റ് എഗ് ഈസ് കളക്റ്റഡ് ഫ്രം എ ഡോണർ ആൻഡ് transferred to the fallopian tube of a female. She is not able to produce an egg normally. നോർമലി ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത, നാച്ചുറലി ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഡോണറുടെ എഗ്ഗ് കളക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഗിഫ്റ്റ്. ഫുൾ ഫോം ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അത് ഫുൾ ഫോം പഠിച്ചു വെക്കണം. അപ്പോൾ സിഫ്റ്റിൻ്റെ ഫുൾ ഫോം, IVFൻ്റെ ഫുൾ ഫോം, ETയുടെ ഫുൾ ഫോം, സിഫ്റ്റിൻ്റെ ഫുൾ ഫോം, IUT ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ്. അപ്പോൾ എന്താണ്, എങ്ങനെ ഡിഫൈൻ ചെയ്യും? An egg is collected from a donor
and transferred to the fallopian tube of a female. She not able to produce an egg naturally ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്ത്. ഇനി അടുത്ത മെത്തേഡാണ് ICSI. എന്താ ICSI? അപ്പോൾ അടുത്ത മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, അതിൽ ഇത്രയും വരുന്നു. മറ്റേത് ഗിഫ്റ്റ് പറഞ്ഞു. ഇനി അടുത്തൊരു മെത്തേഡാണ് ICSI. എന്താ ICSI? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. Intracytoplasmic sperm injection. A sperm is collected from a male partner or donor and injected to the fallopian tube of a female. Sperm is collected, intracytoplasmic sperm injection. അപ്പോൾ sperm എന്ത് ചെയ്യുന്നു? Sperm is directly injected to the egg by using a microneedle. ഒരു microneedle ഉപയോഗിച്ചിട്ട് സ്പേം ഡയറക്റ്റ് ആയിട്ട് എഗ്ഗിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ICSI. ലാസ്റ്റ് ഒന്നുകൂടി ഉണ്ട്, ഏതാണ്? AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ചിലപ്പോൾ ചില ആളുകൾക്ക് സ്പേം പ്രോപ്പർ കൗണ്ടിൽ ഉണ്ടാവില്ല, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ പ്രോപ്പറായിട്ട് സ്പേം കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഏത് ആർട്ട് ഉപയോഗിക്കും, ഏത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഉപയോഗിക്കും? അതിന് എക്സാമ്പിളാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ? Artificial insemination means the semen is collected from the male partner or donor and artificially introduced into vagina or uterus of the female. അത് വജൈനയിലേക്കാണെങ്കിൽ ഇൻട്രാവജൈനൽ ഇൻസെമിനേഷൻ ആവും, യൂട്രസിലേക്കാണെങ്കിൽ ഇൻട്രായൂട്രൽ ഇൻസെമിനേഷൻ ആവും. അപ്പോൾ ആർട്ടിൻ്റെ ഏതൊക്കെ നെയിം എനി 2 മെത്തേഡ് എന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിതിൽ എഴുതിയിരിക്കുന്ന ഏത് 2 എഴുതിയാലും മാർക്ക് കിട്ടും. യഥാർത്ഥത്തിൽ ആൻസർ ചെയ്യേണ്ടത് 1 ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, 2 ഗിഫ്റ്റ്, 3 ICSI, 4 AI. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതിലിപ്പോൾ നിങ്ങൾ IVF എന്നും ET എന്നോ സിഫ്റ്റ് എന്നോ IUT എന്നോ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ ഫുൾ ഫോംസും മക്കൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് ആ ലാസ്റ്റ് പേജ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ലാസ്റ്റ് പേജിലുള്ള അബ്രിവേഷൻ ഷോർട്ട് ഫോംസും അതിൻ്റെ ഫുൾ ഫോംസും പഠിച്ചിരിക്കുക. ഇസ് ഇറ്റ് ഓക്കെ? ഗുഡ്. അപ്പോൾ നമുക്ക് അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 മാർക്കാണ്. ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഹ്യൂമൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ്. ഇത് നോക്കൂ, ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഓരോന്നിനും ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻബോൺ എറർ മെറ്റബോളിസം. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇൻബോൺ എറർ മെറ്റബോളിസം എന്ന് എഴുതിയിരിക്കുന്നത് ഒന്നിനു മാത്രമാണ്. ഏതാണ്? PKU. വാട്ട് ഈസ് PKU? ഓക്കെ, നിഹാൽ ആൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കും. PKU എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് കേട്ടോ. PKU എന്ന് വെച്ചാൽ ഫിനൈൽ കീറ്റോനൂറിയ. PKU. 2 ഒരു എക്സാമ്പിൾ മതി. സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ഇൻ വിച്ച് ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് അഫക്റ്റഡ്. സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് 2 പഠിക്കാനുള്ളത്. ഹിമോഫീലിയ, കളർ ബ്ലൈൻഡ്നസ്. അതിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് ഏതാണ്? ഹിമോഫീലിയ ആണ്. മറ്റൊരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് കളർ ബ്ലൈൻഡ്നസ്. അപ്പോൾ ഈ 2 എഴുതി കഴിഞ്ഞാൽ ഇത് ശരി നിങ്ങൾക്ക് 2 മാർക്ക് കൂളായിട്ട് കിട്ടും. അത്ര എഴുതിയാൽ മതി. ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ഫിനൈൽ കീറ്റോനൂറിയ? പ്ലിയോട്രോപ്പിക് ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. ഫിനൈൽ കീറ്റോനൂറിയ ഒരു ഇൻബോൺ എറർ മെറ്റബോളിസം ആണ്. അത് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഷാഫി ഹിമോഫീലിയ എന്ന് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ മക്കളൊക്കെ നിഹാൽ എഴുതിയിട്ടുണ്ട്, ആദ്യം എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം നോക്കാം. ഫിനൈൽ കീറ്റോനൂറിയ ഇസ് എൻ ഇൻബോൺ എറർ മെറ്റബോളിസം. അതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആബ്സെൻസ് ഓഫ് വൺ എൻസൈം. എൻസൈമിന്റെ പേര് പഠിച്ചു വെക്കണം. ഏത് എൻസൈം ആബ്സെൻസ് ഓഫ് എൻസൈം? ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈം ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഫിനൈൽ അലനിൻ നോട്ട് കൺവേർട്ടഡ് ടു ടൈറോസിൻ. ഫിനൈൽ അലനിൻ ടൈറോസിനായിട്ട് മാറ്റപ്പെടുകയില്ല. ആ പേഴ്സൺ എന്ത് സംഭവിക്കും? ടൈറോസിനായി മാറ്റപ്പെടുകയില്ല. പകരം ഫിനൈൽ അലനിൻ കൺവേർട്ടഡ് ടു ആൻ എറർ പ്രൊഡക്റ്റ്. ഏതാണ് ഈ എറർ പ്രൊഡക്റ്റ്? ഫിനൈൽ പൈറുവിക് ആസിഡ്. ഈ ഫിനൈൽ പൈറുവിക് ആസിഡ് അക്യുമുലേറ്റ് ഇൻ ബോഡി ടിഷ്യൂസിലൊക്കെ വന്നടിയും. അങ്ങനെ ഫിനൈൽ പൈറുവിക് ആസിഡ് അക്യുമുലേറ്റ് ഇൻ ബ്രെയിൻ, അങ്ങനെ മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ വരും. ഇതാണ് ഫിനൈൽ കീറ്റോനൂറിയ. അടുത്ത ഡിസോർഡർ ഹിമോഫീലിയയാണ്. ഹിമോഫീലിയയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഹിമോഫീലിയ ഒരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റെസസീവ്, ഞാൻ പെട്ടെന്ന് എഴുതി പോകണം, റെസസീവ് ഡിസോർഡർ. ഈ സെക്സ് ലിങ്ക് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ദാറ്റ് റെസസീവ് ജീൻ പ്രസന്റ് ഇൻ എക്സ് ക്രോമസോമിലാണ് റെസസീവ് ജീൻ. ഇതേപോലെ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് മറ്റൊന്നാണ് റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നസ്.
ഓട്ടോസോമലായിട്ട് മറ്റു 2 ഡിസോർഡർ കൂടി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽകീറ്റോനൂറിയ, അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽകീറ്റോനൂറിയ, പിന്നെ ഹിമോഫീലിയ. ഈ 3 ഡിസോർഡേഴ്സാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. തലാസീമിയ എന്നൊരു അസുഖം കൂടിയുണ്ട്. തലാസീമിയ സെക്സ് ലിങ്ക്ഡ് ഓട്ടോസോമൽ ഡിസോർഡറാണ്. ഇത് ഈ ഡിസോർഡർ പറയുമ്പോൾ ഇനി 3 മെന്റൽ ഡിസോർഡർ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. 3 ടൈപ്പ് മെന്റൽ ഡിസോർഡർ ഉണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർ യു ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് മനസ്സിലായോ മക്കളെ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, നോ, അങ്ങനെ എന്തെങ്കിലും. കമോൺ. ഉറങ്ങിപ്പോയോ മക്കളെ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മക്കൾ ആൻസർ ചെയ്യുന്ന ഞാൻ ലക്ഷം വെള്ളം കുടിക്കട്ടെ. So we can move to the next question. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അടുത്ത ഭാഗമാണ്. ഐഡന്റിഫൈ ഗിവൺ സിംപിൾസ് യൂസ്ഡ് ഇൻ എ പെഡിഗ്രി ചാർട്ട്. എ, ബി, സി, ഡി. പെഡിഗ്രി അനാലിസിസിലെ സിംപിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ എന്താണ്? എ നമുക്കറിയാം, ഇതാ ഒരു സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഫീമെയിൽ ആണ്. അത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതണം? അഫക്റ്റഡ് ഫീമെയിൽ. എ അഫക്റ്റഡ് ഫീമെയിൽ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫീമെയിൽ എഴുതി, നിങ്ങൾ ഫീമെയിൽ എഴുതാം. ബി എന്താണ്? ഡബിൾ ലൈൻ. ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ ആണ്. ഡബിൾ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? മേറ്റിംഗ് റിലേറ്റഡ്. മേറ്റിംഗ് റിലേറ്റഡ് ഇൻഡിവിജ്വൽസ്. മേറ്റിംഗ് റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? കോൺസാങ്ക്വിനസ് മേറ്റിംഗ് എഴുതാം. മേറ്റിംഗ് റിലേറ്റഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ, അപ്പോൾ നമ്മൾ എ എഴുതി, ബി എഴുതി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് മെയില് ഫീമെയിൽ സിംഗിൾ ലൈൻ ആണെങ്കിൽ ഇതെന്താണ്? സിംഗിൾ ലൈൻ ആണെങ്കിൽ മേറ്റിംഗ് അൺറിലേറ്റഡ്. അൺറിലേറ്റഡ് മേറ്റിംഗ് അൺറിലേറ്റഡ് ആണ്. മേറ്റിംഗ് അൺറിലേറ്റഡ് ആണ് ഇത്. അപ്പോൾ ഇതാണ് മേറ്റിംഗ് അൺറിലേറ്റഡ്. നമ്മുടെ ചോദ്യം ഇതാണ്, മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റഡ്. സി എന്താണ്? സി മെയിലാണ്. ഡി എന്താണ്? ഡി എല്ലാവർക്കും അറിയാം. ഈ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ, റോംബസ് ഫോമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. സെക്സ് ഏതാണെന്ന് പറയാത്തത്. സെക്സ് അൺസ്പെസിഫൈഡ്. ഏതാണ് സെക്സ് എന്ന് സ്പെസിഫൈ ചെയ്യാത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പെഡിഗ്രിയാണ് നിങ്ങൾ നോക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആണോ? അപ്പോൾ പെഡിഗ്രിയിലെ സിമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെഡിഗ്രി അനാലിസിസ് സാധാരണഗതിയിൽ +2 ഇങ്ങനെ ചോദിച്ച് കാണാം. അനലൈസ് ചെയ്യാൻ ചോദിക്കാനുള്ള ഒരു പെഡിഗ്രി ചാർട്ട് തന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പെഡിഗ്രി ചാർട്ടിലേക്ക് പോകുമ്പം സപ്പോസ് ഞാനിങ്ങനെ വരയ്ക്കാം. ഇത് മെയില്, ഫീമെയില്, ഓക്കെ. ഓക്കെ, ഓക്കെ. ഇങ്ങനെ ഒരു പെഡിഗ്രി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് നോക്കൂ, ഇവിടെ ഫാദർ നോർമൽ, മദർ അഫക്റ്റഡ്. ഞാൻ മാർക്ക് ചെയ്ത് നോക്കാം. മദർ അഫക്റ്റഡ് ആണ്. അവർക്ക് 3 ചിൽഡ്രൻ. ഒരു ബോയ് അഫക്റ്റഡ് ആണ്, ഒരു ഗേളും മറ്റൊരു ഗേളും നോർമലാണ്. ആ ബോയുടെ 2 ചിൽഡ്രൻസ് അഫക്റ്റഡ് ആണ്. ഈ ഗേള് നോർമൽ ഹസ്ബൻഡ്, അവരുടെ 2 ചിൽഡ്രനും അഫക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പെഡിഗ്രി വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇതിൽ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഏതൊക്കെയാണ്? അതിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ ഈ ഒരു പെഡിഗ്രി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇവിടെ ഈ ഒരു ഭാഗം നോക്കാം. ഈ 2 കുഞ്ഞുങ്ങൾക്ക് അഫക്റ്റഡ് ആണ്, പക്ഷേ ഇവരുടെ പാരൻസ് നോർമലാണ്. അപ്പം അഫക്റ്റഡ് അല്ലാതെ പാരൻസിൽ ആബ്സെൻ്റ് ആയ ഒരു ക്യാരക്ടർ യങ് വൺസിൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു റെസസീവ് പെഡിഗ്രിയാണ്. ഇതൊരു റെസസീവ് പെഡിഗ്രിയാണെന്ന് മനസ്സിലാക്കാം. ഇത്തരം അനാലിസിസ് ചോദിക്കില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നു മാത്രം. ഇതൊരു റെസസീവ് പെഡിഗ്രിയാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു റെസസീവ് പെഡിഗ്രിയാണ്. മാത്രമല്ല ഇവിടെ നോക്കൂ, ഈ ഫാദറിനും സണ്ണിനും അഫക്റ്റഡ് ആണ്. ഫാദറിനും ഉണ്ട്, സണ്ണിനും ഉണ്ട്. ഫാദറിനും സണ്ണിനും ഉണ്ടെങ്കിൽ അതൊരിക്കലും എക്സ് ക്രോമസോം വഴിയുള്ളതാവില്ല. ഫാദറും സണ്ണും എക്സ് ക്രോമസോമിലുള്ളതാവില്ല. അതുകൊണ്ട് അത് ഓട്ടോസോമലാണ്. കാരണം അച്ഛനിൽ നിന്ന് മകനൊരിക്കലും എന്ത് കിട്ടില്ല? അച്ഛനിൽ നിന്ന് മകനൊരിക്കലും
എക്സ് ക്രോമസോം കൈമാറ്റം ചെയ്യില്ല. അപ്പോൾ ഒരു പെഡിഗ്രിയിൽ ഫാദറും സണ്ണും അഫക്റ്റഡ് ആണെങ്കിൽ അത് നിർബന്ധമായിട്ടും ഓട്ടോസോമലായിരിക്കും. ഇത്തരം കൺഫ്യൂഷൻ ഉള്ളത് നീറ്റിനൊക്കെ ചോദിക്കാറുള്ളത്, നിങ്ങളോട് പ്ലസ് ടു എക്സാമിന് ഇങ്ങനെ ചോദിക്കാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളപ്പം ഈ പെഡിഗ്രീസ് നന്നായിട്ട് പഠിച്ചു പോകുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വെരി ഗുഡ്. റെസസീവ് ഓട്ടോസോമൽ നിഹാൽ ഇവിടെ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9th ക്വസ്റ്റ്യൻ. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് വേർഡ്സ് ആൻഡ് ഫിൽ മിസ്സിംഗ് വേർഡ്. ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് വേർഡ് അല്ല ലാസ്റ്റ് വേർഡ്. അപ്പോൾ YAC, ഈ YAC BAC നമ്മളിവിടെ കേൾക്കുന്നത് മൊളിക്കുലാർ ബേസിസിലെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ സ്റ്റെപ്സ് പറയുന്ന ഭാഗത്ത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിലെ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ക്ലോണിംഗ് എന്ന മെത്തഡോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലോണിങ്ങിന് വേണ്ടിയിട്ട് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റും വെക്ടറും വേണം. അപ്പോൾ ക്ലോണിങ്ങിന് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് HGPയിൽ ക്ലോണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലോണിങ്ങിൻ്റെ ഹോസ്റ്റ് ബാക്ടീരിയ അതുപോലെ തന്നെ ഈസ്റ്റ് ആണ്. അവയുടെ വെക്ടറുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവയുടെ വെക്ടറുകളാണ് BAC ആൻഡ് YAC. അപ്പോൾ YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമാണ്. അപ്പോൾ BAC ഏതാണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. നിങ്ങൾ നോക്കി എത്ര പെട്ടെന്ന് മാർക്ക് വാങ്ങാം. നിങ്ങളുടെ പ്ലസ് ടുവിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങാൻ എന്തൊരു സുഖമാണ് മക്കളെ. അപ്പോൾ BAC YAC ഇങ്ങനെയുള്ള അബ്രിവേഷൻസ് ബുക്ക് എടുത്ത് പഠിക്കുക. സമയമുണ്ടല്ലോ. ഒരു ദിവസം അങ്ങോട്ട് ഇരിക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പരിപാടി തീരണം. NCERT ബുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ മുതൽ അങ്ങോട്ട് മറിക്കുക. ഇതിൽ കാണുന്ന ഈ അബ്രിവേഷൻസ്, അതിൽ കാണുന്ന ഡാർക്കായിട്ട് കാണുന്നത്, ഇപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളതിൽ കാണുന്നതാണ് പ്ലാസെൻറ്റ, കൊളസ്ട്രം, ഇംപ്ലാന്റേഷൻ, ഇങ്ങനെ കാണുന്ന ടേംസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി പോവുക. പിന്നെ ഞാൻ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ലാസ്റ്റ് പേജ് എടുക്കുക, അതിൽ കാണുന്ന ഷോർട്ട് ഫോംസ് എല്ലാം പഠിക്കുക. അപ്പോൾ നോക്കാം. അപ്പം YAC ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് BAC ബാക്ടീരിയ. അപ്പോൾ B എഴുതി നിങ്ങൾ. B ഫോം DNA to mRNA ട്രാൻസ്ക്രിപ്ഷൻ, mRNA to പ്രോട്ടീൻ ഏതാണ്? ട്രാൻസ്ലേഷൻ. ഇത് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ലേഷൻ വരുമ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം മീൻസ് ഈ പാറ്റേണിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും. മറ്റൊരു ക്വസ്റ്റ്യൻ അത് ഇങ്ങനെയായിരിക്കാം. DNA to to പ്രോട്ടീൻ. ഇവിടെ ചോദിക്കും നിങ്ങളോട് 1 ഇതെന്താണ്, 2, 3, 4. അപ്പോൾ നിങ്ങൾ ഇതിനൊന്ന് ആൻസർ ചെയ്യണം. ഇവിടെ 1 എന്താണ്? 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം DNA to RNA. RNA എന്ന് പറഞ്ഞാൽ mRNA. 2 എന്താണ്? DNA to RNA ഉണ്ടാവും നമുക്കറിയാം, അത് ട്രാൻസ്ക്രിപ്ഷൻ. ഇങ്ങനെ എഴുതുക, ട്രാൻസ്ക്രിപ്ഷൻ. RNA to പ്രോട്ടീൻ 3 എന്താണ്? ട്രാൻസ്ലേഷൻ. DNA to DNA 4 എന്താണ്? DNA to DNA എന്നുണ്ടാകുന്ന ഇതാണ് റിപ്ലിക്കേഷൻ. DNA to DNA റിപ്ലിക്കേഷൻ ആണ്. ഇതാണ് സെൻട്രൽ ഡോഗ്മ. ഇത് തന്നിട്ട് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇതാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജിയുടെ അടിസ്ഥാന തത്വം സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. സെൻട്രൽ ഡോഗ്മയാണ് ഈ പറയുന്നത്. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. ഈ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി ആരാണ് പ്രപ്പോസ് ചെയ്തത്? സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക് ആണത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യം, 3 കാര്യങ്ങളാണ് സെൻട്രൽ ഡോഗ്മ എന്ന് ചോദിക്കുന്നത്. ഈ സെൻട്രൽ ഡോഗ്മ ബാധകമായിട്ടുള്ളത് DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഓർഗാനിസം. എന്നാൽ ചില RNA വൈറസുകളുണ്ട്. സം വൈറസസ് ഹാവ് RNA is the genetic material. ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സം RNA വൈറസസ് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? RNA വൈറസുകൾക്ക് എക്സാമ്പിളാണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, റിട്രോ വൈറസ്. വെരി ഗുഡ്. റിട്രോ വൈറസിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത് TMV, ടുബാക്കോ മൊസൈ വൈറസ്, ക്യൂബിഫേജുകൾ. ഇതൊക്കെ RNA വൈറസുകളാണ്. ഈ RNA വൈറസുകൾക്ക് ഈ സെൻട്രൽ ഡോഗ്മ ബാധകമല്ല. കാരണം അവയിൽ എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്? അവയിൽ ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് RNA to DNA ആണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ ആ സ്റ്റെപ്പിന്റെ പേരാണ് ദാറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ അറിയുന്ന ഒരു കുട്ടിക്ക് എന്ത് പറയണം? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അറിയണം. ആദ്യം എഴുതിയിട്ടുണ്ട് HIV. വെരി ഗുഡ്. അപ്പോൾ DNA to RNA ട്രാൻസ്ക്രിപ്ഷൻ, RNA to DNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ഒരു ഭാഗവും നോക്കി പോകണം. സെൻട്രൽ ഡോഗ്മ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10.
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതെല്ലാവർക്കും അറിയാം. അസുഖം വരുന്നതിന് മുൻപ് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്നെല്ലാവർക്കും അറിയാം. Can you suggest, okay, ആദ്യം വീണ്ടും റിവേഴ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്. Can you suggest any 2 preventive measures for AIDS? Acute immunodeficiency syndrome, എയ്ഡ്സിൻ്റെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എയ്ഡ്സ് അക്യൂട്ട് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്, കോസറ്റീവ് ഓർഗാനിസം, HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് ആണ്. ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നറൻസ് എന്നും ഇതിന് പറയാറുണ്ട്. ഡോണ്ട് ഡൈ ഫോർ ഇഗ്നറൻസ്, വിവരക്കേട് കൊണ്ട് മനുഷ്യത്തെ ധരിക്കൽ. കാരണം എയ്ഡ്സ് നമ്മുടെ നോളജ് ഇല്ലാതെ നമ്മളിലേക്ക് പ്രവേശിക്കില്ല. അതിൻ്റെ ട്രാൻസ്മിഷൻ അങ്ങനെയാണ്, മറ്റൊരു അസുഖം വരുന്ന പോലെയല്ല. അപ്പോൾ എയ്ഡ്സിൻ്റെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഈ എയ്ഡ്സിൻ്റെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് എഴുതുമ്പം നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ STDs പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. STDs പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, അപ്പോൾ അത് അതേപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം എയ്ഡ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണ്? ഓൾവേസ് യൂസ് കോണ്ടംസ്. കോണ്ടംസ് എന്ന ബാരിയർ മെത്തേഡ് STDs അതുപോലെ എയ്ഡ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. യൂസ് കോണ്ടംസ് ഡ്യൂറിങ് മീറ്റിംഗ്, ഒന്നാമത്തെ പോയിന്റ്. 2, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. കാരണം എയ്ഡ്സിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ്. ഡയറക്റ്റ് ബോഡി കോണ്ടാക്റ്റിലൂടെ നടക്കില്ല, ബോഡി ഫ്ലൂയിഡ്സിലൂടെ മാത്രമേ അത് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയുന്നു അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. 3, അവോയ്ഡ് intravenous drug abuse. വെയിനിലൂടെ സിറിഞ്ച് ഉപയോഗിച്ചിട്ടുള്ള ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസ്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം നടത്താതിരിക്കുക. പിന്നെയോ റെഗുലർ ചെക്കപ്പ്, തറോ ചെക്കപ്പ് ഫോർ ബ്ലഡ് ടെസ്റ്റ് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി കടന്നു പോകാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് ബ്ലഡ് ടെസ്റ്റിംഗ് വളരെ തറോ ആയിട്ട് നടത്തുക. ഇതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ STD ആണെങ്കിലും എയ്ഡ്സ് ആണെങ്കിലും ഒന്ന് എഴുതുക, ക്രിയേറ്റ് അവയർനെസ്. അപ്പോൾ അവയർനെസ് ഉണ്ടാക്കുക, കോണ്ടംസ് യൂസ് ചെയ്യുക, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ആൻഡ് avoid intravenous drug abusing. Intravenous, VENOUS, venous, വെയിനിലൂടെയുള്ള ഡ്രഗ് അബ്യൂസിങ്. ചെക്ക് റെഗുലർ അല്ലെങ്കിൽ തറോ ചെക്കപ്പ് ഓഫ് ബ്ലഡ് ബിഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ടെസ്റ്റ് നടത്തുക ബിഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഇതിലേതെങ്കിലും 2 മെത്തേഡ്സ് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത്രയാണ് എയ്ഡ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് എന്നാണ് ഇത് വന്നപ്പോൾ നമ്മൾ എയ്ഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ചോദ്യം കൂടി, എയ്ഡ്സിനുള്ള ഒരു ടെസ്റ്റ് ഏതാണ്? എയ്ഡ്സിനുള്ള ഒരു പ്രിലിമിനറി ടെസ്റ്റാണ്. ആ ടെസ്റ്റിൻ്റെ പേര് ബയോടെക്നോളജിയിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എലീസ എന്ന് വിളിക്കും. എലീസയുടെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ എന്നാണ് പറയുന്നത്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ. ആദ്യം കമൻറ്റ് ചെയ്തിരിക്കുന്നു, വെരി ഗുഡ് ആദ്യം. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാൻ ടെക്സ്റ്റിലെ ഫിഗറാണ്, ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഫിഗറാണ്. ബ്ലാസ്റ്റുലയാണ്, ബ്ലാസ്റ്റോസിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗിവൺ ബിലോ ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഈ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ എ കാണാം. എ എന്ന് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഇതാണ്. ഐഡന്റിഫൈ എ ആൻഡ് ബി. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആൻസറിൽ എ എന്നിട്ടിട്ടാണ് എഴുതിയാൽ മതി. എ എന്താണ്? എ ട്രോഫോബ്ലാസ്റ്റ് ആണ്. എ ഈസ് ട്രോഫോബ്ലാസ്റ്റ്. ഓർ അല്ലെങ്കിൽ എന്തെഴുതാം? ട്രോഫെക്ടോഡേം. ബി എന്താണ്? ബി ഈസ് ഇന്നർ സെൽ മാസ്. അപ്പോൾ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും ഒരു ബ്ലാസ്റ്റുലയുടെ. ഇനിയിപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇതൊരു സി ആയിട്ട് എടുത്ത് കൊടുത്താൽ, ഇത് സി ആണ്, ഇത് ഉൾവശം, ഇത് സി ആണെങ്കിൽ സി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ബ്ലാസ്റ്റുലയുടെ ഉള്ളിലെ ക്യാവിറ്റിയാണ്. ബ്ലാസ്റ്റുലയുടെ ഉള്ളിലെ ക്യാവിറ്റിക്ക് എന്താ വിളിക്കുന്നത്? ബ്ലാസ്റ്റോസീൽ എന്ന ക്യാവിറ്റിയാണ്. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ബ്ലാസ്റ്റോസീൽ ഇസ് ദ ക്യാവിറ്റി. അണ്ടർസ്റ്റാൻഡ്? ബ്ലാസ്റ്റോസീൽ എന്ന ക്യാവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബിയുടെ ഫംഗ്ഷൻ എന്താണ്? എ ട്രോഫോബ്ലാസ്റ്റാ. ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ എയുടെ ഫംഗ്ഷൻ ട്രോഫോബ്ലാസ്റ്റ് become a part of placenta. അപ്പോൾ അതാണ് എഴുതുന്നത്. എയുടെ ഫംഗ്ഷൻ എഴുതുമ്പം എയുടെ ഫംഗ്ഷൻ ഇങ്ങനെ തന്നെ എഴുതണം. ട്രോഫോബ്ലാസ്റ്റ് become a part of placenta. പ്ലാസെന്റയുടെ ഭാഗമായി മാറും.
അമ്മയെയും കുഞ്ഞിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടിഷ്യൂവിൻ്റെ ഭാഗമായ പ്ലാസെൻറ്റയുടെ ഭാഗമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ട്രോഫോബ്ലാസ്റ്റ് ബിക്കം എ പാർട്ട് ഓഫ് പ്ലാസെൻറ്റ ആൻഡ് വെരി ഗുഡ് ബ്ലാസ്റ്റോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബിയുടെ ഫംഗ്ഷൻ ഇന്നർ സെൽ മാസ് എന്തായിട്ടാണ് മാറുന്നത്? ഇന്നർ സെൽ മാസ് ബിക്കം ദ ഫ്യൂച്ചർ എംബ്രിയോ, ഭാവിയിലെ എംബ്രിയോ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. അപ്പോൾ അടുത്ത പോയിന്റ് ഇന്നർ സെൽ മാസ് ബിക്കം ദി ഫ്യൂച്ചർ എംബ്രിയോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫങ്ഷൻസ്. ട്രോഫോബ്ലാസ്റ്റ് ബിക്കം എ പാർട്ട് ഓഫ് പ്ലാസെൻറ്റ, ട്രോഫോബ്ലാസ്റ്റ് പ്ലാസെൻറ്റയുടെ ഭാഗമായി വന്നു. ഇന്നർ സെൽ മാസ്, ഈ ഭാഗം ഇന്നർ സെൽ മാസ് ബിക്കം ഫ്യൂച്ചർ എംബ്രിയോ. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആണോ? ഇതാണ് ഇനി യൂട്രൈൻ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ലേഡി പ്രഗ്നൻ്റ് ആകുമ്പോൾ. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്ടറസിൻ്റെ വാളിൽ അറ്റാച്ച് ചെയ്യും ഏകദേശം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 7th ഡേ. ഫെർട്ടിലൈസേഷന് ശേഷം 7th ഡേ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ടു ദ എൻഡോമെട്രിയം. ആ പ്രോസസ്സിന് ദ ക്ലോസ് അറ്റാച്ച്മെന്റ് ഓഫ് എംബ്രിയോ, ഐ മീൻ ബ്ലാസ്റ്റോസിസ്റ്റ്, ടു ദ ഇന്നർ വാൾ ഓഫ് യൂട്ടറസ്, യൂട്ടറസിൻ്റെ ഇന്നർ വാളിൽ അറ്റാച്ച് ചെയ്യുന്നതിന്, എൻഡോമെട്രിയം അറ്റാച്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കും. ഇംപ്ലാന്റേഷൻ, the close attachment of blastocyst to the അല്ലെങ്കിൽ എംബ്രിയോ എന്ന് പറഞ്ഞാലും മതി, to the inner wall of uterus is called as implantation. Is it okay? Good. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരാണത്? സർ ഡാൻസ് കളിക്കൂ. മോനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടിടയിൽ എന്താണോ ചോദിക്കുന്നത്? സാറ് ഡാൻസ് കളിക്കുമോ? ആരാ ഇത്? പേരൊന്നും കാണാനില്ല. എനിക്കറിയാത്തൊരു സാധനമുള്ളൂ മോനെ. ബാക്കി എല്ലാ കളികളും ഒരുവിധം ചെറുതായിട്ട് കളിക്കാറുണ്ട്, പക്ഷെ ഡാൻസ് ഞാൻ കളിക്കാറില്ല. ഓക്കെ, കുഴപ്പമില്ല, ഇനി വേണേ കളിക്കാം നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. മക്കളെ, നമുക്ക് എപ്പോഴാണ് ബ്രേക്കിന് പോകേണ്ടത്? ബ്രേക്കിന് പോയാൽ പിന്നെ വരുമോ? ഞാൻ ഒറ്റയ്ക്കാവുമോ പിന്നെ ക്ലാസ് എടുക്കാൻ? നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് വേണ്ടത്? ഏകദേശം ഒന്ന് കമൻറ്റ് ചെയ്ത ആളുകളൊന്ന് കമൻറ്റ് ചെയ്ത്. നമ്മൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത്, എപ്പോഴാണ് ബ്രേക്ക് വേണ്ടത്? 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 11 മണിക്ക് മതിയോ? അതോ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന പോലെ 10:45 ബ്രേക്ക് ഇടണോ? എന്താ വേണ്ടേ ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. ആരുമില്ല, എല്ലാവരും പോയോ? കമോൺ. ബ്രേക്ക് വേണ്ട, അങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം? കമോൺ. ആകെ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങൾ പറ. അപ്പം നോ കമൻസ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ സൗകര്യത്തിൽ ഞാൻ ആ ടൈം ആകുമ്പോൾ ഞാൻ അങ്ങോട്ടൊരു ബ്രേക്ക് തരാം. അണ്ടർസ്റ്റാൻഡ്? ആസ് യൂഷ്വൽ നമ്മൾ ആ യൂണിവേഴ്സൽ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യാം. അല്ലേ നല്ലത്? അല്ലേ മക്കളെ? ഹലോ, ക്യാൻ യു ഹിയർ മീ? ആദ്യം മാത്രം ഓക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ നോക്കൂ, കംപ്ലീറ്റ് ദ ടേബിൾ. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നല്ല ചോദ്യമാണ് കേട്ടോ. ഞാനിതിനൊരു വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് കൊടുക്കുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കാണാം. കംപ്ലീറ്റ് ദ ടേബിൾ. A-44A+X0- ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. അപ്പോൾ നമുക്ക് 3 ബ്രേക്ക് 10:45 മതി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ആഹാ, ആളുകൾ ഉഷാറായല്ലോ. നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 3 ഡിസോർഡേഴ്സ് ആണ് നമുക്കുള്ളത്. ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഞാൻ ആദ്യം ക്ലാസ് എടുത്ത ശേഷം ഞാൻ പറയാം. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ചില ആളുകൾക്ക് മറന്നു കാണും. ഓക്കെ, ക്രോമസോമൽ ഡിസോർഡേഴ്സ് നമുക്ക് 3 എണ്ണാണുള്ളത്. ഫസ്റ്റ് വൺ ഡൗൺ സിൻഡ്രോം, 2 ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ഒക്കെ സിൻഡ്രോമാണ്. സിൻഡ്രോം മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റം എന്നാണ് സിൻഡ്രോമിൻ്റെ അർത്ഥം. ആൻഡ് തേർഡ് വൺ ടർണർ സിൻഡ്രോം. ഇത് ഞാൻ പറയുന്ന രീതിയിൽ അങ്ങോട്ട് പഠിച്ചു വെക്കാം, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ആദ്യമേ മനസ്സിലാക്കുക, ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 ആണ്. ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 എന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് 1 എക്സ്ട്രാ 21st ക്രോമസോം. 21ാമത്തെ ക്രോമസോം ഒന്ന് കൂടുതൽ. അയാൾക്ക് 3 21ാമത്തെ ക്രോമസോം ഉണ്ടായിരിക്കും.
അപ്പോൾ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? ആ വ്യക്തിക്ക് 45 ഓട്ടോസോംസ് ഉണ്ടാവും. ടോട്ടൽ നമുക്ക് സാധാരണ വ്യക്തിക്ക് 44 ഓട്ടോസോമും 2 സെക്സ് ക്രോമസോമുമാണ്. പക്ഷേ ഇയാൾക്ക് 45 പ്ലസ് XX വരും, ഓർ അല്ലെങ്കിൽ 45 പ്ലസ് XY വരും. ടോട്ടൽ 47 ക്രോമസോംസ് ഉണ്ടായിരിക്കും, 47 ക്രോമസോം. ഇതാണ് മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും, മംഗോളിസം എന്ന പേരിൽ അറിയപ്പെടും, റൗണ്ട് ഫേസ് ആയിരിക്കും, ലാർജ് ടങ് ആയിരിക്കും, ലാർജ് റിങ്കിൾഡ് ടങ് ആയിരിക്കും, ഫ്ലാറ്റ് ബാക്ക് ഓഫ് ഹെഡ് ആയിരിക്കും, ഫിസിക്കൽ റിട്ടാർഡേഷൻ, മെന്റൽ റിട്ടാർഡേഷൻ, സൈക്കോമോട്ടോർ റിട്ടാർഡേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അടുത്തതാണ് ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോമും എന്ത് തന്നെയാണ്? ട്രൈസോമിയാണ്. ട്രൈസോമി ഒരു അന്യൂപ്ലോയിഡിയാണ്. ട്രൈസോമി എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം 2n+1 ഡിപ്ലോയിഡ് ക്രോമസോമിന്റെ കൂടെ ഒന്ന് കൂടുക എന്ന് വെച്ചാൽ ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് 1 എക്സ്ട്രാ എക്സ് ക്രോമസോം, ഒരു എക്സ് ക്രോമസോം കൂടുതൽ. അപ്പോൾ ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കണ്ടീഷൻ നോക്കേണ്ട, XXY എന്ന് കണ്ടാൽ അത് ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ആണ്. ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം സ്റ്റെറൈൽ മെയിൽ ആയിരിക്കും, മെയിൽ വിത്ത് ഫീമെയിൽ ക്യാരക്ടർ. ഓവറാൾ മസ്കുലിൻ, ഞാൻ ക്ലിൻഫെൽറ്ററെ കുറിച്ച് സംസാരിക്കുന്നത്, ഓവറാൾ മസ്കുലിൻ ആണ്, മെയിൽ ആയിരിക്കും, ബട്ട് സ്റ്റെറൈൽ ആയിരിക്കും, മെയിൽ വിത്ത് ഫീമെയിൽ ക്യാരക്ടർ. ഒരു ഫീമെയിൽ ക്യാരക്ടർ എക്സാമ്പിൾ ചോദിച്ചാൽ ഗൈനക്കോമാസ്റ്റിയ. ബ്രസ്റ്റ് ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കും, ടോൾ ആയിരിക്കും, സ്റ്റെറൈൽ മെയിൽ ആയിരിക്കും. ഇത്ര ഓർത്ത് വയ്ക്കുക. ടെർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെർണർ സിൻഡ്രോം മോണോസോമിയാണ്. മോണോസോമി എന്ന് വെച്ചാൽ 2n-1, ഒരു ക്രോമസോം കുറവാണ്. ഏതാണ് കുറവ്? ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് 1 എക്സ് ക്രോമസോം. അപ്പോൾ ടെർണറുടെ കണ്ടീഷനാണ് X0. X0 കണ്ടീഷൻ എന്ന് വെച്ചാൽ 44 പ്ലസ് X0 ടോട്ടൽ 45 ക്രോമസോമേ കാണും. 44 ഓട്ടോസോമും ഒരു എക്സ് ക്രോമസോമും, ഒരു എക്സ് കുറവാണ്, അപ്പോൾ 45 ക്രോമസോമേ ടോട്ടൽ കാണും. ഇയാൾ സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ടെർണർ സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും, റുഡിമെന്ററി ഓവറീസ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ കണ്ടോളൂ. അപ്പോൾ നമുക്ക് ഇതവിടെ ഫില്ലപ്പ് ചെയ്യാൻ വളരെ ഈസാണ്. അപ്പോൾ 44 പ്ലസ്, ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ, ഞാൻ ഈ എഴുതിയ കാര്യം ഇതേപോലെ വന്നിട്ട് 44 പ്ലസ് X0, 44 പ്ലസ് X0 എന്ന് വെച്ചാൽ അതായതാണ് ടെർണർ. അപ്പോൾ എ ആണ് ടെർണർ സിൻഡ്രോം. ടെർണർ സിൻഡ്രോം എന്ന് എഴുതുക. ഇത് ആരാണെന്ന് ഞാൻ പറഞ്ഞു, അത് സ്റ്റെറൈൽ, പ്രത്യുൽപാദന ശേഷിയില്ലാത്ത സ്റ്റെറൈൽ ഫീമെയിൽ ആണ്. ടെർണർ സിൻഡ്രോം ആണ്, സ്റ്റെറൈൽ ഫീമെയിൽ ആണ്. അണ്ടർസ്റ്റാൻഡ്? ഇനി അടുത്തത് ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം തന്നിട്ട്, അപ്പോൾ ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം എന്ത് എഴുതേണ്ടത്? ഇതാ ഞാനിവിടെ എഴുതി തന്നു, ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം XXY. അപ്പം എങ്ങനെ എഴുതണം? 44 ഓട്ടോസോം പ്ലസ് XXY. ഇനി വെറും XXY എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. 44 ഓട്ടോസോം പ്ലസ് XXY എന്നാണ് ക്ലിൻഫെൽറ്ററിന് എഴുതേണ്ടത്. പക്ഷെ നിങ്ങൾ വെറും XXY എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. സ്റ്റെറൈൽ മെയിൽ. അപ്പോൾ നമുക്ക് C എഴുതി, B എഴുതി, C എഴുതി, A എഴുതി, B എഴുതി, C എഴുതി. D ട്രൈസോമി 21. ട്രൈസോമി 21 എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം ആണ്. അപ്പോൾ നമ്മൾ D എന്ത് എഴുതണം? ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ 3 ക്രോമസോമൽ ഡിസോർഡറെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം, ടെർണർ സിൻഡ്രോം. ഒരിക്കലും മറക്കരുത്. ഈ ഒരു ഭാഗം വളരെ പ്രത്യേകം ഓർത്ത് വെക്കുക. ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. അണ്ടർസ്റ്റാൻഡ്? 3 ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം, ടെർണർ സിൻഡ്രോം. അതുപോലെ തന്നെ നമ്മളിപ്പം ഏത് പറഞ്ഞു? മെന്റൽ ഡിസോർഡേഴ്സ് പറഞ്ഞു, ഹിമോഫീലിയ പറഞ്ഞു, ഫിനൈൽ കീറ്റോനൂറിയ പറഞ്ഞു, കളർ ബ്ലൈൻഡ്നസ്, ഇനി സിക്കിൾ സെൽ അനീമിയ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് ഫിനൈൽ കീറ്റോനൂറിയ, സിക്കിൾ സെൽ അനീമിയ, ഹിമോഫീലിയ, ഈ 3 പിന്നെ താലസീമിയ, റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നസ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, arrange these in chronological order. അതിനെ കൃത്യമായ ശ്രേണിയിൽ എഴുതുക എന്നാണ്. ക്രോണോളജിക്കൽ ഓർഡർ, അതിൻ്റെ കൃത്യം പ്രായം അല്ലെങ്കിൽ ആ ശ്രേണിയിൽ എഴുതുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏതിൽ നിന്നുള്ള ചോദ്യമാണ്. ഹോമോ ഹാബിലിസ് ഹ്യൂമൻ ഇവല്യൂഷൻ ആണ്. ഹോമോ ഇറക്ടസ്, ഓസ്ട്രാലോപിത്തിസൻസ്, നിയാൻഡർത്തൽ മാൻ. ഓക്കെ, നിയാൻഡർത്തൽ മാൻ. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ഇവല്യൂഷൻ, ഇവല്യൂഷൻ ഓഫ് മാൻ, ഇവല്യൂഷൻ ഓഫ് മാൻ, ഇവല്യൂഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇവല്യൂഷൻ ഓഫ് മാനിൽ നമുക്ക് ആദ്യം ആ ഫോസിലുകൾ അതേ ഓർഡറിൽ തന്നെ ഒന്ന് പഠിക്കാം. അതിൽ എന്തൊക്കെ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവല്യൂഷൻ ഓഫ് മാനിൽ ആദ്യത്തെ ഫോസിൽ നമുക്ക് ലഭിച്ചതാണ് ഡ്രയോപിത്തിക്കസ്. ഡ്രയോപിത്തിക്കസ്. ദെൻ ഇതിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഓർഡർ ആക്കാം കേട്ടോ. രാമാപിത്തിക്കസ്, രാമാപിത്തിക്കസ്.
Then അടുത്ത ആളാണ് ഓസ്ട്രാലോപിത്തിസൻസ്. പിന്നെ അടുത്തതാണ് അതേ കാലഘട്ടത്തിൽ കാണുന്നതാണ് ഹോമോ ഹാബിലിസ്. Then ഹോമോ ഇറക്ടസ്. പിന്നെ ഹോമോസാപ്പിയൻ നിയാൻഡർത്തലൻസിസ് എന്ന് വെച്ചാൽ നിയാൻഡർത്തൽ മാൻ. പിന്നെ മോഡേൺ മാൻ ഹോമോസാപ്പിയൻ ആണ് മോഡേൺ മാൻ. ഇതാണ് ഹ്യൂമൻ ഇവല്യൂഷനിൽ നിങ്ങൾ പഠിക്കേണ്ട 1 2 3 4 5 6 7 ഓർഡർ. ഇത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇതേപോലെ തന്നെ വരണം. ഇതാണ് ക്രോണോളജിക്കൽ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഹോമോ ഹാബിലിസ് തന്നിട്ടുണ്ട്, ഹോമോ ഇറക്ടസ് തന്നിട്ടുണ്ട്, ഓസ്ട്രാലോപിത്തിസൻസ് തന്നിട്ടുണ്ട്, നിയാൻഡർത്തൽ മാൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഓർഡർ ഇപ്പൊ മനസ്സിലാക്കാം. ആദ്യം ആരാണ് ഇതിൽ പറഞ്ഞത്? 1 ഓസ്ട്രാലോപിത്തിസൻസ് ആദ്യം എഴുതണം. 2 ഓസ്ട്രാലോപിത്തിസൻസ് കഴിഞ്ഞാൽ 2 ഹോമോ ഹാബിലിസ് എഴുതണം. 3 ഹോമോ ഇറക്ടസ് എഴുതണം. 4 നിയാൻഡർത്തൽ മാൻ എഴുതണം. ഈ ഓർഡറിലാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യണം. ഇപ്പം ഞാൻ മൊത്തം പറഞ്ഞു. ഇനി ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ് 15 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ജീവിച്ചിരുന്നത്. ഇവർ 2 പേരും ഷോർട്ടായിരുന്നു. 2 പേരുടെയും ക്യാരക്ടർ പറയുമ്പം അവർ ഷോർട്ടാണ്, ഹെയറി ബോഡിയാണ്. ആൻഡ് ദേ വാക്ക് ലൈക്ക് ഗറില്ലാസ് ആൻഡ് ചിമ്പാൻസീസ്. അവർ ഗറില്ലയെ പോലും ചിമ്പാൻസിയെ പോലും ആണ് കണ്ടിരുന്നത്. ദേ ആർ അപ്പം ഗറില്ലയെ പോലും ചിമ്പാൻസിയെ പോലെയൊക്കെയാണ് ഇവർ നടന്നിരുന്നത്. അതിൽ ഡ്രയോപിത്തിക്കസ് എങ്ങനെയാണ് പറയുന്നത്? ഡ്രയോപിത്തിക്കസ് ജസ്റ്റ് ലൈക്ക് വാക്ക്, ഡ്രയോപിത്തിക്കസ് മോർ ലൈക്ക് മങ്കീസ്, apes. രാമാപിത്തിക്കസ് മോർ മാൻ ലൈക്ക്. ഡ്രയോപിത്തിക്കസ് മോർ ഏപ്പ് ലൈക്കും, രാമാപിത്തിക്കസ് മോർ മാൻ ലൈക്കുമാണ്. ദെൻ ഓസ്ട്രാലോപിത്തിസൻസ് പറയുന്നു. ഓസ്ട്രാലോപിത്തിസൻസ് ഒരു 2 to 4 മില്യൺ ഇയേഴ്സ്. ഓസ്ട്രാലോപിത്തിസൻസ് ബൈപ്പെഡൽ, 2 കാലം നടന്നിരുന്നു. 100 വിത്ത് സ്റ്റോൺ വെപ്പൺ യൂസ് ചെയ്തിരുന്നു. ദേ നോട്ട് എയ്റ്റ് മീറ്റ്, മാംസം കഴിച്ചിട്ടില്ല. അതേ കാലഘട്ടത്തിൽ വരുന്നതാണ് ഹോമോ ഹാബിലിസ്. ഒരു 2 മില്യൺ തന്നെയാണ് ഹോമോ ഹാബിലിസിന്റെ കാലഘട്ടം. ഹോമോ ഹാബിലിസിന്റെ ക്രേനിയൽ കപ്പാസിറ്റി ഓർക്കണം. ഹോമോ ഹാബിലിസിന്റെ ക്രേനിയൽ കപ്പാസിറ്റി 650 to 800 cc ബ്രെയിൻ വോളിയം ഉണ്ട്. ഹോമോ ഇറക്ടസ് 1.5 മില്യൺ ഇയേഴ്സ് എഗോ, ജാവാമാൻ എന്ന് വിളിക്കും. ബ്രെയിൻ കപ്പാസിറ്റി 900 cc ബ്രെയിൻ കപ്പാസിറ്റി. ഇത് ഓർക്കുക, 900 cc ആണ് അദ്ദേഹത്തിന്റെ ബ്രെയിൻ കപ്പാസിറ്റി. മാംസം കഴിക്കാൻ തുടങ്ങിയിരുന്നു. നിയാൻഡർത്തൽ മാൻ ഒരു 1 lakh to 40,000 years ago. 1 lakh to 40,000 years ago. കേവ് ഡ്വല്ലർ ആണ്, ഗുഡ് ഹണ്ടർ ആണ്, യൂസ് ഹൈഡ്സ് ടു കവർ ബോഡി. ഡെഡ് ബോഡി ബറി ചെയ്തിരുന്നു. ലാസ്റ്റ് ഐസ് ഏജിൽ വന്നതാണ് മോഡേൺ മാൻ. മോഡേൺ മാന് കൾച്ചർ എവല്യൂഷനാണ് കൂടുതൽ നടന്നിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. ക്ലിയർ? ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡർ മനസ്സിലായിരിക്കും. ഫസ്റ്റ് നമ്മുടെ ചോദ്യത്തിന് ഓസ്ട്രാലോപിത്തിസൻസ് ആദ്യം, 2 ഹോമോ ഹാബിലിസ്, 3 ഹോമോ ഇറക്ടസ്, 4 നിയാൻഡർത്തൽ. ഇസ് ഇറ്റ് ഓക്കെ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഹ്യൂമൻ ഇവല്യൂഷൻ ഇതേ ഓർഡറിൽ തന്നെ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഒരു 10 സെക്കൻഡ് ഇത് വെക്കുന്നു. ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, ഓസ്ട്രാലോപിത്തിസസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർത്തൽ മാൻ, മോഡേൺ മാൻ, ഹോമോസാപ്പിയൻ. ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. അണ്ടർസ്റ്റാൻഡ്? Is it okay? Good. So next question. Match the following. 14th question ആണ്. Match the following. Match ചെയ്യാം. ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഏതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ഹെൽത്തിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ചില ബാരിയേഴ്സ് ഉണ്ട്. ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, നമുക്ക് ജന്മനാൽ ലഭിക്കുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ചില ബാരിയേഴ്സ് ഉണ്ട്. അതിൽ ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, സെല്ലുലാർ ബാരിയേഴ്സ് ഉണ്ട്, സൈറ്റോകൈൻ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സിൽ ഞാനിത് ഫുള്ളായിട്ട് ക്ലാസ് എടുത്ത് തരാൻ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിളാണ്
അതുപോലെ തന്നെ മ്യൂക്കോസ് ലൈനിങ്, മ്യൂക്കോസ ലൈനിങ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുന്ന മാൾട്ട് എന്ന് പഠിക്കുന്നതൊക്കെ മ്യൂക്കോസൽ അസോസിയേഷൻ ലിംഫോയിഡ് ടിഷ്യൂ, മ്യൂക്കോസ. ഇതൊക്കെ ഏതാണ്? ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. അടുത്തത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ് HCl ഇൻ സ്റ്റൊമക്ക്, സ്റ്റൊമക്കിലുള്ള HCl. അതുപോലെ തന്നെ ബാക്ടീരിയസിഡൽ എൻസൈമായിട്ടുള്ള ലൈസോസൈം എവിടെ കാണും? ഇൻ സലൈവയെ കാണും, ടിയറിലൊക്കെ കാണും. ഇതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. സെല്ലുലാർ ബാരിയേഴ്സിൽ വരുന്നത് ഒറ്റ വാക്ക് ഓർത്ത് വെച്ചാൽ മതി, ഫാഗോസൈറ്റിക് ആയിട്ടുള്ള സെൽസ് ആണ്. ഫാഗോസൈറ്റിക്സ് പറഞ്ഞാൽ പാത്തോജൻസിന് വിഴുങ്ങി നശിപ്പിക്കുന്ന, എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ്, ഫാഗോസൈറ്റിക് സെൽസ്. അതിന് എക്സാമ്പിൾ ആണ് മാക്രോഫേജസ്. പിന്നെ PMNL എന്ന് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. PMNL എന്ന് വെച്ചാൽ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്, ന്യൂട്രോഫിൽ ആണ് ഉദ്ദേശിക്കുന്നത്. പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്നതുകൊണ്ട് ന്യൂട്രോഫിൽസിനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ WBCകളൊക്കെ സെല്ലുലാർ ബാരിയർ. പിന്നെ ലാസ്റ്റ് വരുന്നതാണ്, ഞാൻ ഇവിടെ എഴുതുന്നു, സൈറ്റോകൈൻ ബാരിയർ. സൈറ്റോകൈൻ ബാരിയറിൽ വരുന്നത് ഇന്റർഫെറോൺ എന്ന് പറയുന്ന സാധനം. ഇന്റർഫെറോൺ എന്താണ്? ഇന്റർഫെറോൺസ് ആർ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ്. വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ഇന്റർഫെറോൺസ്. ദേ പ്രിവെന്റ് ദ അതർ സെൽസ് ഫ്രം വൈറൽ അറ്റാക്ക്. അത് മറ്റു സെൽസിനെ വൈറസിന്റെ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യും. ഇതാണ് ബാരിയറുകൾ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. അപ്പോൾ നമുക്കിനി നിങ്ങൾ അങ്ങോട്ട് മാച്ച് ചെയ്താൽ മതി. ഞാൻ വരയ്ക്കാം. ഫിസിക്കൽ ബാരിയറിന് എക്സാമ്പിൾ ഏതാണ്? സ്കിൻ ആണ്. ഫിസിയോളജിക്കൽ ബാരിയറിന് ആസിഡ് ഇൻ സ്റ്റൊമക്ക്. സെല്ലുലാർ ബാരിയറിന് എക്സാമ്പിൾ ആണ് ഫാഗോസൈറ്റിക് സെൽസ് ആയിട്ടുള്ള PMNL. സൈറ്റോകൈൻ ബാരിയർ ആണ് ഇന്റർഫെറോൺ. ഇത് നിങ്ങൾ കോളമായിട്ട് അങ്ങോട്ട് കമ്പയർ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഈസി ആയിരിക്കും. ഇസ് ഇറ്റ് ഓക്കെ? നന്നായിട്ട് എഴുതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹ്യൂമൻ ഹെൽത്തിലെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോയത്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ടോട്ടൽ ഓഫ് all the allelic frequency in a population is 1. Sum total of all the allelic frequency. നല്ല ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ആളുകളുടെ എണ്ണം കുറവാണ്. മക്കളെ, ആർ യു ഓക്കെ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു ഫോളോ ദ ക്ലാസ്? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് യെസ് വി ക്യാൻ, മനസ്സിലാകുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇവല്യൂഷൻ എന്നുള്ള ചോദ്യമാണ്. ചോദ്യം കേൾക്കുമ്പോൾ തന്നെ സം ടോട്ടൽ ഓഫ് അല്ലലിക് ഫ്രീക്വൻസി ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ ഭാഗമേ ഉള്ളൂ. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ നെയിം ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നു. ആ പ്രിൻസിപ്പിൾ ആണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എന്താണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ? നമുക്ക് ബിയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്താണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്, ഞാൻ എഴുതുന്നില്ല, അല്ലലിക് ഫ്രീക്വൻസി ഓഫ് എ പോപ്പുലേഷൻ റിമെയിൻ സ്റ്റേബിൾ ഓർ കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അല്ലലിക് ഫ്രീക്വൻസി ഓഫ് എ പോപ്പുലേഷൻ റിമെയിൻ കോൺസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ. അപ്പോൾ അല്ലിൽസ് സ്റ്റേബിൾ ആണ്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നു ദാറ്റ് ഈസ് ജീൻ പൂൾ റിമെയിൻ കോൺസ്റ്റന്റ്, ജീൻ പൂൾ റിമെയിൻ സ്റ്റേബിൾ. Gene pool stable. What is gene pool? Total genes and their alleles in a population is same. Gene pool remain constant. അവിടെ അദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലിൽസ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ, അല്ലിൽസ് ക്യാപിറ്റൽ എ സ്മോൾ എ ആണെന്ന് വിചാരിച്ചു. അവയുടെ ഫ്രീക്വൻസി, ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി പിയും സ്മോൾ എയുടെ ഫ്രീക്വൻസി ക്യൂവും ആണെന്ന് വിചാരിക്കുക. അപ്പം P+Q നമുക്ക് 1 കിട്ടണം. അപ്പൊ ടോട്ടൽ അല്ലിൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിക്കണം, അവിടുത്തെ ജീനോ ടൈപ്പ് നോക്കുമ്പോൾ എ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും അല്ലേ? ഹോമോസൈഗസ് ഡോമിനന്റ്, ക്യാപിറ്റൽ എയുടെ എയുടെ ഫ്രീക്വൻസി പി ആണ്. ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി പി ആണ്. അപ്പൊ എ ഇൻറ്റു എ, പി ഇൻറ്റു എ എന്ന് പറയുമ്പോൾ P² വരും. സ്മോൾ എയുടെ ഫ്രീക്വൻസി Q² വരും. ഹെറ്ററോസൈഗസ് ക്യാപിറ്റൽ എ സ്മോൾ എയുടെ ഫ്രീക്വൻസി 2P വരും. അപ്പൊ ഇതാണ് ടോട്ടൽ അല്ലിൽ ഫ്രീക്വൻസി. അപ്പൊ ടോട്ടൽ അല്ലിൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഈ പറയുന്നത് ടോട്ടൽ അല്ലിൽ ഫ്രീക്വൻസി ഏതാണ്? P² + 2PQ +
Q square is equal to 1. ഇതാണ് Hardy-Weinberg പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ചോദ്യം. നമ്മൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ Hardy-Weinberg പ്രിൻസിപ്പിൾ എന്ന് മാത്രം എഴുതിയാൽ മതി. രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ ഭാഗം, ലിസ്റ്റ് എനി 3 ഫാക്ടേഴ്സ് വിച്ച് ലീഡ് ടു ഡീവിയേഷൻ ഫ്രം അല്ലിൽ ഫ്രീക്വൻസീസ് ഫ്രം 1. എന്താ എഴുതിയിരിക്കുന്നത്? ലിസ്റ്റ് എനി 3 ഫാക്ടേഴ്സ് വിച്ച് ലീഡ് ഡീവിയേഷൻ ഓഫ് അല്ലിൽ ഫ്രീക്വൻസി ഫ്രം 1. ഈ ഒന്നിൽ നിന്ന് ഡീവിയേഷൻ അറിയാം എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് Hardy-Weinberg പ്രിൻസിപ്പിൾ. ഏതെല്ലാമാണ് Hardy-Weinberg പ്രിൻസിപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ് ചോദ്യം. അപ്പം ബി പാർട്ട് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് Hardy-Weinberg ഇക്വിലിബ്രിയം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ, Hardy-Weinberg പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയം. ജനറ്റിക് ഇക്വിലിബ്രിയത്തെ Hardy-Weinberg പ്രിൻസിപ്പിളിനെ ഡീവിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 3 ഫാക്ടേഴ്സ് എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് 4 ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയത്? മ്യൂട്ടേഷൻ, 2 റീകോമ്പിനേഷൻ. മ്യൂട്ടേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ആണ്. അപ്പോൾ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ജനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കും, ജനറ്റിക് ഇക്വിലിബ്രിയത്തെ ഡീവിയേഷൻ നടത്തും, അഫക്റ്റ് ചെയ്യും. റീകോമ്പിനേഷൻ, എന്താണ് റീകോമ്പിനേഷൻ? ഫോർമേഷൻ ഓഫ് ന്യൂ ജീൻ കോമ്പിനേഷൻ, പുതിയ ജീൻ കോമ്പിനേഷനുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നോൺ പാരന്റൽ കോമ്പിനേഷൻ ഉണ്ട്, റീകോമ്പിനേഷൻ. പിന്നെ ജീൻ ഫ്ലോ ഓർ മൈഗ്രേഷൻ. എന്താണ് ഈ ജീൻ ഫ്ലോ? ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ജീനിന്റെ ഒഴുക്ക് എന്ന അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ജീൻ ഫ്ലോ മീൻസ് മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം വൺ പോപ്പുലേഷൻ ടു അതർ ആൻഡ് ദേ മേക്ക് എ ന്യൂ പോപ്പുലേഷൻ ദർ. ഒരു പോപ്പുലേഷൻ ഇൻഡിവിജ്വൽസ് മറ്റൊരു ഏരിയയിലേക്ക് പോയിട്ട് പുതിയ പോപ്പുലേഷൻ ഉണ്ടാക്കുക, അപ്പോഴും ജീൻ ഫ്രീക്വൻസി മാറും. ദെൻ ജനറ്റിക് ഡ്രിഫ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് ജനറ്റിക് ഡ്രിഫ്റ്റ്. എന്താ ജനറ്റിക് ഡ്രിഫ്റ്റ്? റാൻഡം ചേഞ്ചസ് ഇൻ അല്ലിൽ ഫ്രീക്വൻസി ഒക്കർ ബൈ ചാൻസ്. അതാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ. റാൻഡം ആയിട്ട് അല്ലിൽ ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റം ഒക്കർ ബൈ ചാൻസ്. അല്ലെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് മനസ്സിലാക്കാം ഇങ്ങനെ: ജീൻ ഫ്ലോ ബൈ ചാൻസ്, ആകസ്മികമായിട്ട് ജീൻ ഫ്ലോ സംഭവിക്കും. ബൈ ചാൻസ് എന്ന് വെച്ചാൽ ഡ്യൂ ടു സം ചാൻസ് ഇവൻസ്, അത് ചാൻസ് ഇവൻസ് വഴിയായിരിക്കാം. ചാൻസ് ഇവൻസ് എന്ന് പറയുമ്പം അത് ഫ്ലഡ് ആവാം, റെയിൻഫാൾ ആവാം, സുനാമീസ് ആവാം, എർത്ത്ക്വേക്ക് ആവാം, അങ്ങനെ ചാൻസ് കൊണ്ട്. പ്ലസ് ഒരു പോയിന്റ് കൂടിയുണ്ട്, നാച്ചുറൽ സെലക്ഷൻ. അങ്ങനെ തന്നെ എഴുതാം, നാച്ചുറൽ സെലക്ഷൻ. ഈ 3 വേരിയേഷൻ ഉണ്ടാക്കുന്നത്. ആ വേരിയേഷൻ കാണിച്ച ഓർഗാനിസം റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കൂടി കാണിച്ചാൽ നാച്ചുറൽ സെലക്റ്റീവ്. അപ്പോൾ നിങ്ങൾ ഈ 5 ഈ 4 പ്രധാനപ്പെട്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് എനി 3 ഫാക്ടേഴ്സ് എന്നാണ്. ആ എനി 3 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മ്യൂട്ടേഷൻ എഴുതാം, റീകോമ്പിനേഷൻ എഴുതാം, ജീൻ ഫ്ലോ എഴുതാം, ജനറ്റിക് ഡ്രിഫ്റ്റ് എഴുതാം, നാച്ചുറൽ സെലക്ഷൻ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, വാട്ട് ഈസ് ഡാർവിൻസ് ഫിറ്റ്നസ്? ഡാർവിൻ എന്തിനെയാണ് ഫിറ്റ്നസ് എന്ന് വിളിച്ചത്? ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. വാട്ട് ഈസ് ഡാർവിൻസ് ഫിറ്റ്നസ്? ഞാൻ എഴുതുന്നു ഡാർവിൻസ് ഫിറ്റ്നസ് ഈസ് ഈക്വൽ ടു. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇപ്പോൾ ക്ലാസ്സിലുള്ള നമ്മളാകെ 10-16 പേരേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. വാട്ട് ഈസ് ഡാർവിൻസ് ഫിറ്റ്നസ്? ഡാർവിൻസ് ഫിറ്റ്നസ് ഈസ് ഈക്വൽ ടു. അറിയുമെങ്കിൽ അറിയും, അല്ലെങ്കിൽ മറന്നെങ്കിൽ മറന്നു. ഒന്ന് പറ. ഡാർവിൻസ് ഫിറ്റ്നസ് ഈസ് ഈക്വൽ ടു. Come on. ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. ഡാർവിൻസ് ഫിറ്റ്നസ് ഈസ് ഈക്വൽ ടു. അറിയില്ല. അയ്യോടാ അച്ചടാ, അറിയില്ല. അത് പറ്റില്ലല്ലോ. നേരത്തെ നന്നായിട്ട് കമന്റ് ചെയ്ത ആളുകൾ ആരൊക്കെയാ? ആദി, പിന്നെ അതുപോലെ തന്നെ റിഷാം, ഫാമി, ഇവരൊന്നിപ്പത്തിലില്ലേ? റഹീൽ, ഹാദി, ഇവരാരും ഇല്ലേ ഇപ്പോൾ നേരത്തെ കമന്റ് ചെയ്തത്? ഐ ഡോണ്ട് നോ. ഓക്കെ, ഇന്ന് മക്കൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറന്നു, കുഴപ്പമില്ല. ഡാർവിൻസ് ഫിറ്റ്നസ് ഈസ് ഈക്വൽ ടു റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്സിനെയാണ് ഡാർവിൻ ഫിറ്റ് എന്ന് വിളിക്കുന്നത്, റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഈ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്? റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് വെച്ചാൽ എബിലിറ്റി ടു പ്രൊഡ്യൂസ് മോർ പ്രോജനി, കൂടുതൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവ്.
അപ്പോൾ ഒരു പോപ്പുലേഷനിൽ സ്ട്രഗിൾ വരുമ്പം സ്ട്രഗിൾ ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ സ്ട്രഗിൾ വരുമ്പോൾ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുമ്പം ആർക്കാണോ നന്നായിട്ട് ആ ചേഞ്ചിങ് കണ്ടീഷനിൽ പ്രത്യുൽപാദനം നടത്താൻ പറ്റുന്നത്, ആർക്കാണോ നന്നായിട്ട് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് മോർ പ്രോജനി, അവരെയാണ് ആര് വിളിക്കുന്നത്? റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസിനെയാണ് ഡാർവിൻസ് ഫിറ്റ്നസ്. ഇപ്പൊ മനസ്സിലായോ? ഇനി മറക്കരുത് കേട്ടോ, ഡാർവിൻസ് ഫിറ്റ്നസ് ഈസ് ഈക്വൽ ടു റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അപ്പം എന്നാ കൂടെ ചോദിക്കട്ടെ, ഡാർവിൻ്റെ തിയറിയുടെ 2 കീ കൺസെപ്റ്റ് ഏതൊക്കെയാണ്? ഞാൻ അത് മായച്ചിട്ട് ഡാർവിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. 2 കീ കൺസെപ്റ്റ് ഓഫ് ഡാർവിനിസം. ഡാർവിൻ്റെ തിയറിയുടെ 2 കീ കൺസെപ്റ്റുകൾ ഏതൊക്കെ? കീ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഡാർവിൻ്റെ തിയറിയുടെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മറന്നു കാണും. അതിലൊന്നാണ് ബ്രാഞ്ചിങ് ഡിസെന്റ് and natural selection. Branching descent and natural selection. Branching descentum natural selection. ഡാർവിൻ്റെ തിയറിയുടെ 2 കീ കൺസെപ്റ്റ് ആണ് ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കും. ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആർ ദ 2 കീ കൺസെപ്റ്റ് ഓഫ് ഡാർവിൻസ് തിയറി. ഇസ് ഇറ്റ് ഓക്കെ? ഗുഡ്. അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലായി. അപ്പോൾ ഈ 2 ചോദ്യത്തിൻ്റെ ആൻസറുകൾ നിങ്ങൾക്ക് മനസ്സിലായി. നെയിം ദ പ്രിൻസിപ്പിൾ, സം ടോട്ടൽ ഓഫ് അല്ലീലിക് ഫ്രീക്വൻസി പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു 1. നെയിം ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ഹാർഡി-വൈൻബർഗ് പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയം ആണ്. വെരി ഗുഡ്. ആദ്യം എഴുതിയിട്ടുണ്ട് ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ലിസ്റ്റ് ഇനി 3 ഫാക്ടേഴ്സ്. 3 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ഏതെങ്കിലും 3 ഫാക്ടേഴ്സ് നമുക്കതിലാക്കാം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Question number 16, 16ാമത്തെ ചോദ്യമാണ്. Some bioactive molecules, their source and medical importance are given in table. Fill up the missing parts. ഇതിനെ ഞാൻ വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് വിളിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് സൈക്ലോസ്പോറിൻ എ, സ്റ്റാറ്റിൻസ്, സ്ട്രെപ്റ്റോകൈനേസ്, ഇത്തരം ബയോ ആക്റ്റീവ് മോളിക്യൂളുകളെ കുറിച്ചിട്ട് അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഉണ്ട്, സോഴ്സ് ഉണ്ട്, മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ബയോ ആക്റ്റീവ് മോളിക്യൂൾസിലെ 3 എണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു സൈക്ലോസ്പോറിൻ എ, അതുപോലെ തന്നെ സ്റ്റാറ്റിൻസ്, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം. അപ്പോൾ ഇവിടെ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് കിട്ടുന്നു. സ്ട്രെപ്റ്റോകോക്കസ്, ജനറ്റിക്കലി മോഡിഫൈഡ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് കിട്ടുന്നതാണ് ഏത്? സ്ട്രെപ്റ്റോകൈനേസ്. അപ്പോൾ ഏതാണ്? സ്ട്രെപ്റ്റോകൈനേസ്. എന്താണ് ഈ സ്ട്രെപ്റ്റോകൈനേസിന് മെഡിക്കൽ ഇമ്പോർട്ടൻസ്? അവിടെ പറയുന്നു റിമൂവ് ക്ലോട്ട്സ് ഫ്രം ബ്ലഡ് വെസൽസ്. ബ്ലഡ് ക്ലോട്ട്സ് ബേസ്റ്റ്, ക്ലോട്ട് ബസ്റ്റർ, റിമൂവ് ബ്ലഡ് ക്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ അതേതാണ്? ക്ലോട്ട് ബേസ്റ്റർ ആണ്. ഇൻ പേഷ്യൻസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹൃദ്രോഗം, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള അസുഖമുള്ള ആളുകൾക്ക് രക്തക്കുഴലിലെ ബ്ലഡ് ക്ലോട്ട്സ് ഇല്ലാതെയാക്കുന്ന ഒരു മെഡിസിൻ ആണ് ഏത്? സ്ട്രെപ്റ്റോകൈനേസ്. അത് സ്ട്രെപ്റ്റോകോക്കസ്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയ GM ആയ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രെപ്റ്റോകൈനേസ് കണ്ട് എഴുതിയാൽ മതി. ഏതാണ്? സ്ട്രെപ്റ്റോകൈനേസ്. 2 സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ കിട്ടുന്ന സോഴ്സ് ഏതാണ്? സൈക്ലോസ്പോറിൻ എ കിട്ടുന്നത് ട്രൈക്കോഡെർമ എന്നാണ്. ട്രൈക്കോഡെർമ. അപ്പോൾ ബി എന്താണ് എഴുതേണ്ടത്? മറക്കരുത്, അത് ആ പേര് കാണാതെ പഠിക്കണം. ട്രൈക്കോഡെർമ പോളിസ്പോറം. ട്രൈക്കോഡെർമ പോളിസ്പോറം. വെരി ഗുഡ്. അത് എഴുതിയിട്ടുണ്ട്. ട്രൈക്കോഡെർമ പോളിസ്പോറം ആണ്. വെരി ഗുഡ്. സെൽ ആദ്യം എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അതിൻ്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സി അതിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സൈക്ലോസ്പോറിൻ എ ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. എപ്പോ? ഡ്യൂറിങ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് ആ ട്രാൻസ്പ്ലാന്റിനെ നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കുറയ്ക്കാനുള്ള ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ് ഏത്? സൈക്ലോസ്പോറിൻ എ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൽ ഡി തന്നിട്ടുണ്ട്. ഡി എന്താണ്? ചോദ്യം എന്താണ്? ഡി മൊണാസ്കസ് പുർപ്യൂരിയസ് എന്ന് കിട്ടുന്ന ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്.
ഷഹീറ ഷിഹാബ് ചോദിക്കുന്നു ഫുൾ ചാപ്റ്റർ ഡിസ്കഷൻ ആണോ സർ? അല്ല, ക്വസ്റ്റ്യൻ വഴി നമ്മൾ ചാപ്റ്റർ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ കേട്ട കുട്ടികൾ നീ പുതിയതായിട്ട് ജോയിൻ ചെയ്യണോ? കുഴപ്പമില്ല. ഫുൾ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയമല്ല. നമുക്ക് ഏകദേശം നമുക്ക് 2-3 മണിക്കൂറാണ് നമ്മൾ ടോട്ടൽ എടുക്കുള്ളൂ. അപ്പോൾ ആ 3 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇപ്പം 16 ചോദ്യങ്ങളായി നമ്മൾ മോഡൽ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്തും. അത് കഴിഞ്ഞ് കുറച്ച് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള 8 ചാപ്റ്ററുകളുടെയും എല്ലാ ഏരിയയിലൂടെയും കടന്നു പോയിരിക്കും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സാഹിറ കേട്ടോളൂ, ഇതൊരു തരത്തിൽ ഫുൾ ചാപ്റ്റർ ഡിസ്കഷൻ തന്നെയാണ്. അണ്ടർസ്റ്റാൻഡ്, ക്വസ്റ്റ്യൻ വെച്ചിട്ടാണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം. മൊണാസ്കസ് പുർപ്യൂരിയസ് ഡി ഏതാണ്? സ്റ്റാറ്റിൻ ആണ്. അപ്പം മക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഈ ഭാഗം നിങ്ങൾ ഒരു 10 മിനിറ്റ് എടുത്ത് പഠിച്ചിരിക്കണം. ഏതൊക്കെ? സ്ട്രെപ്റ്റോകൈനേസ് ആദ്യം മനസ്സിലാക്കണം. സ്ട്രെപ്റ്റോകൈനേസ് ജനറ്റിക്കലി മോഡിഫൈഡ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ എന്ന് കിട്ടുന്നു. അത് ഒരു റിമൂവ് ബ്ലഡ് ക്ലോട്ട്സ് റിമൂവ് ചെയ്യുന്നതാണ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ. രണ്ടാമത് പഠിക്കണം സൈക്ലോസ്പോറിൻ എ ആണ്. ട്രൈക്കോഡെർമ പോളിസ്പോർ എന്ന് കിട്ടുന്നു. ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. 10 മിനിറ്റ് എടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ. സാഹിറ, എല്ലാ ചാപ്റ്ററിലെയും കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ചാപ്റ്ററിലെയും കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. എല്ലാ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ പിന്നെ ഓരോ ചാപ്റ്റർ എടുത്തും നമ്മുടെ 8 ചാപ്റ്ററത്തെയും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ മൊണാസ്കസ് പുർപ്യൂരിയസ് എന്ന് കിട്ടുന്ന സ്റ്റാറ്റിൻസ് മൊണാസ്കസ് പുർപ്യൂരിയസ് എന്നാണ്. അപ്പോൾ ഇതും നോക്കണം. ഇതേപോലെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇവിടെ നമ്മളിപ്പോൾ ബയോ ആക്റ്റീവ് മോളിക്യൂൾസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ആസിഡ്സ് പഠിക്കാനുണ്ട്. ബ്യൂട്ടൈറിക് ആസിഡ്, അത് കിട്ടുന്ന മൈക്രോബ് ഏതാണ്? ക്ലോസ്ട്രിഡിയം ആണ്. ക്ലോസ്ട്രിഡിയം, ഇത് ആസിഡ്, ഇത് ഓർഗാനിസം. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈലിക്കം. ക്ലോസ്ട്രിഡിയം എന്ന് പറഞ്ഞാൽ മതി. Then lactic acid, lactobacillus, acetic acid, acetobacter, butyric acid, lactic acid, acetic acid, citric acid കിട്ടുന്നത് aspergillus niger. അപ്പോൾ ഇതുകൂടി പഠിച്ചു വെക്കണം. ഇനി ഇതിൻ്റെ കൂടെ അവിടെ ചോദിക്കുന്ന 2 എൻസൈംസ് ഉണ്ട്. എൻസൈംസ് പ്രോട്ടിയേസ്, പെക്റ്റിനേസ്, പിന്നെ ലിപ്പേസ്. ഇതിൻ്റെ ഫംഗ്ഷൻ ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ വേഗം? അതിനുശേഷം നമുക്ക് ബ്രേക്കിലേക്ക് പോകാം. എന്താണ് ഈ പ്രോട്ടിയേസും? ഇത് പഠിക്കണം കേട്ടോ, ഇത് മക്കൾ പഠിച്ചു വെക്കണം. ബ്യൂട്ടൈറിക് ആസിഡ് ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈറിക്കം, ലാക്റ്റിക് ആസിഡ് ലാക്ടോബാസില്ലസ്, അസറ്റിക് ആസിഡ് അസിറ്റോബാക്ടർ, സിട്രിക് ആസിഡ് ആസ്പെർജില്ലസ് നൈഗർ. ഇനി എൻസൈമുകളുണ്ട്. പ്രോട്ടീസും പെക്റ്റിനേസിന്റെ ഫംഗ്ഷൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീസ് ആൻഡ് പെക്റ്റിനേസ്? പ്രോട്ടീസ് ആൻഡ് പെക്റ്റിനേസ് യൂസ് ടു ക്ലിയർ ഫ്രൂട്ട് ജ്യൂസ്. വെരി ഗുഡ്. ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻ കറക്റ്റ് ആണ് റിഷാൻ, പക്ഷെ ഇങ്ങനെ എഴുതണം കേട്ടോ. യൂസ് ടു ക്ലിയർ ഫ്രൂട്ട് ജ്യൂസ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എഴുതിയ മാർക്ക് കിട്ടും. താൻ എഴുതിയ പോലെ എഴുതിയാൽ വെരി ഗുഡ്. യൂസ് ടു ക്ലിയർ ഫ്രൂട്ട് ജ്യൂസ്. അത് യൂസ് ടു ക്ലിയർ ഫ്രൂട്ട് ജ്യൂസ് ഡ്യൂറിങ് ബോട്ട്ലിങ്ങിൻ്റെ സമയത്ത് ഫ്രൂട്ട് ജ്യൂസ് ക്ലിയർ ചെയ്യാൻ യൂസ് ചെയ്യും. അതേപോലെ ലിപ്പേസിന്റെ ഫംഗ്ഷൻ ആർക്കെങ്കിലും പറയാൻ പറ്റും? ലിപ്പേസ് യൂസ് ടു റിമൂവ് ഓയിൽ സ്റ്റെയിൻസ് ഇൻ ലോണ്ട്രി അല്ലെങ്കിൽ ഡിറ്റർജൻസിൽ ഓയിൽ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ. വെരി ഗുഡ്. അപ്പോൾ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചു. നോക്കിക്കേ, 2 പേജിൽ നിന്ന് നമ്മൾ മാക്സിമം ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന ഭാഗങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് പഠിച്ചു, സ്ട്രെപ്റ്റോകൈനേസ്, സൈക്ലോസ്പോറിൻസ്, സ്റ്റാറ്റിൻസ് പഠിച്ചു. എൻസൈമുകൾ, ആസിഡുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. എൻസൈമുകളുടെ ഫംഗ്ഷൻസും പഠിച്ചിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ? അപ്പം 10:45 ആയി, ഷാർപ്പാണ്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? ചെറിയൊരു ബ്രേക്ക്, ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഹലോ. അപ്പോൾ ഷാർപ്പ് 11 മണിക്ക് നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യും. ഓക്കെ, ഷാർപ്പ് 11 മണിക്ക് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ അതുവരെ ബൈ. ആരും പോകരുത് കേട്ടോ, എന്നെ ഒറ്റയ്ക്കാക്കി പോകരുത്, എനിക്ക് പേടിയാവും ചിലപ്പോൾ. ഓക്കെ, സോ സി യു ബൈ 11 o'clock. 11 മണിക്ക് നമ്മൾ വീണ്ടും കാണും. 11 മണി ഷാർപ്പ്, 11 o'clock. ബൈ.
ഉണക്കല്ലേ? പോയില്ലേ? ആണല്ലേ? സോ ഓക്കെ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ആളുകളൊക്കെ പോയോ? ബ്രേക്ക് കൊടുത്തു, എല്ലാവരും പോയി. ഓക്കെ, കം ബാക്ക്. നോ. Adil, yes. Noah. Who is Noah? Noah, your full name? Okay, well, let's start with the next question. I am Mira. Mira from Universal Student now, no? Mira? No, I think. Nasir Rahim's uncle. Hi, Good. Nice. Okay, students, welcome back to our discussion. The next question number 17. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇപ്പം നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്തു, 2 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങളപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ മറക്കരുത്. 1 മാർക്കിന് 5 ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് 3 സെലക്ട് ചെയ്യുന്നു. ദെൻ 6 to 16 ക്വസ്റ്റ്യൻ, അതിന് 5 ക്വസ്റ്റ്യൻ, 9 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു. 2 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഒന്ന് ചോയ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് 17, 18, 19, 20. 4 ക്വസ്റ്റ്യൻ, അതിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. ഹായ് അവേ, ഹൗ ആർ യു മോൻ? അവേ എങ്ങനെയുണ്ട്? അവയെ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ട്. അവേ ഫ്രം ആലപ്പുഴ. ഹൗ ആർ യു അവേ?
Very good, very good. Okay. See, answer any 3 questions from 17 to 20. That means 17 to 24 question. You 3 answer ചെയ്താൽ മതി. You got 1 choice കിട്ടും. 3 score ആണ്. Score എന്ന് ഓർത്ത് വെക്കുക. First, accelerated rate of species extinction that the world is facing now is largely due to human activities. Of course. ഇപ്പം നിങ്ങൾ biodiversity വായിക്കുമ്പോൾ ഇതിൽ കാണാം, we had 5 mass extinction ഇവിടെ നടന്നിട്ടുണ്ട്. Pre-human times, human beings evolved ചെയ്യുന്നതിന് മുമ്പ് pre-human times we had 5 mass extinctions happen here. അതെല്ലാം നാച്ചുറൽ ആയിട്ട് സംഭവിച്ചതാണ്. Now ഇപ്പം നടക്കുന്നത് anthropogenic human activities കൊണ്ട് നടക്കുന്ന 6th episode of extinction. 6th episode of extinction of living organism. അതിൻ്റെ റേറ്റ് പറയുന്നുണ്ട്, its speed is 100 to 1000 times faster than the previous 5 extinctions എന്ന് പറയുന്നത്. ഇതിന് ഒരേ റീസൺ എന്താണ്? ഇതിന് പ്രധാനപ്പെട്ട ചില റീസൺസ് പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ദാറ്റ് വേൾഡ് ഈസ് ഫേസിംഗ് നൗ ഈസ് ലാർജ്ലി ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. അതിൽ നെയിം ദ ഇവിൾ കോർട്ടേറ്റ്. ഞാൻ ഈ ക്വസ്റ്റിനെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എഴുതുന്നു. നിങ്ങൾ പ്രീവിയസ് ഇയറിൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കിയാലും നിങ്ങൾക്ക് ഇവിൾ കോർട്ടറ്റുമായിട്ട് സ്പീസീസ് എക്സ്റ്റിങ്ഷനുമായിട്ട് എക്സ്റ്റിങ്ക്റ്റഡ് സ്പീഷീസുമായിട്ട് റിലേറ്റഡ് ചെയ്ത ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. നെയിം ഇവിൾ കോർട്ടറ്റ്, ഐ മീൻ 4 മേജർ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. 2 മാർക്കാണ്, 2ആണ് ഇതിന് സ്കോർ. What do you mean by evil quartet? Evil quartet means 4 major reasons for biodiversity loss. Biodiversity loss inulla 4 major reasons aanu. Appo evil quartet le 4 major reasons aanu. First one, evil quartet is the most important one. Last NEET examination choichada. The most important factor in the evil quartet adilonnana habitat loss and fragmentation. Habitat loss and fragmentation. Habitat loss and fragmentation. എന്ന് വെച്ചാൽ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡീഫോറസ്റ്റേഷൻ. ഏകദേശം 14% ഓഫ് എർത്തിൻ്റെ ലാൻഡ് ഏരിയ കവേർഡ് ബൈ ഫോറസ്റ്റ്, നൗ ഇറ്റ് ഈസ് ലെസ് ദാൻ 6%. 14% ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഏരിയ നൗ ഇറ്റ് ഈസ് ലെസ് ദാൻ 6% ആയിട്ട് ഷ്രിങ്ക് ചെയ്തു ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. സെക്കൻഡ് വൺ, ഇവിൾ കോർട്ടൽ സെക്കൻഡ് വൺ ആണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വിളിക്കുമ്പം പ്രധാനമായിട്ടും ഹണ്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹണ്ടിങ് പഠിക്കുമ്പം 2 സ്പീഷീസുകളുടെ പേര് ഓർത്ത് വെക്കണം. 2 species extinct only due to hunting. One, stellar sea cow of Russia. Then passenger pigeon, sanchari പ്രാവ്. അപ്പോൾ stellar sea cow, അതുപോലെ തന്നെ അവേ. വെരി ഗുഡ്. അവേ ചെയ്തിട്ടുണ്ട്. ഹായ് ജെഡി സർ. അപ്പോൾ നോക്കൂ, അപ്പോൾ stellar sea cow, passenger pigeon, that 2 species are very important. They extinct only due to overexploitation. And third one is the most important. ഇവിടെ നമ്മൾ important question area വെച്ചിട്ടാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഹാബിറ്ററ്റ് ലോസ് ആണെന്ന് പറഞ്ഞു. Third one, introduction of alien species, invasion of alien or exotic species, invasion of alien or exotic species. And fourth one, co-extinction. ഈ 4 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ഓർ ഇൻവാഷൻ ഓഫ് ഏലിയൻ സ്പീഷീസസ് ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ. ആൻഡ് ദ ബി പാർട്ട്, സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. റൈറ്റ് എനി 2 എക്സിറ്റ് മെത്തേഡ് ഓഫ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ 2 എക്സിറ്റ് കൺസർവേഷൻ മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ജസ്റ്റ് പെൻഡിങ്ങിലേക്ക് വെക്കുന്നു. എക്സിറ്റുവിൻ്റെ 2 മെത്തേഡ്സ് ഇപ്പം തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ബി പാർട്ടിലേക്ക് പോകുന്നു. എക്സിറ്റുവിൻ്റെ 2 മെത്തേഡ്സ് ആണ്. എക്സിറ്റ് കൺസർവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് സുവോളജിക്കൽ പാർക്ക്, 2 ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടി. ഇവിടെ നമുക്ക് 2 മാർക്ക് കിട്ടി. ഇവിടെ നമുക്ക് 1 മാർക്കും കിട്ടി. യു ഗോട്ട് 3 മാർക്ക്. ഇവിടെ ഞാൻ ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇവിൾ കോർട്ടറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ഒന്നാണ് ഇൻവാഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്. ഞാൻ ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ദ ഇൻവാഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ് ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്. ഏലിയൻ സ്പീഷീസിൻ്റെ ഇൻവാഷൻ പറയുമ്പോൾ അതിൽ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ട ഒരു ഏലിയൻ സ്പീഷീസാണ് ഫിഷ്. ഏത് ഫിഷാണ്? നൈൽ പെർച്ച്. നൈൽ പെർച്ചിനെ എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു? നൈൽ പെർച്ച് ഇൻട്രൊഡ്യൂസ് ടു ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. ലേക്ക് വിക്ടോറിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്ത് സംഭവിച്ചു? നൈൽ പെർച്ച് ലേക്ക് വിക്ടോറിയയിലേക്ക് വന്നപ്പം ദാറ്റ് ലീഡ്സ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ്
that leads to extinction of more than 200 species of cichlid fishes. അപ്പോൾ ലേക്ക് വിക്ടോറിയയിൽ മാത്രം കാണുന്ന ചെറിയ cichlid ഫിഷസിൻ്റെ 200 സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി ഇൻഡിജിനസ് ആയിട്ടുള്ള. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ. നൈൽ പെർച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന നൈൽ പെർച്ച് ലേക്ക് വിക്ടോറിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ cichlid ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഇനി അടുത്തത് മറ്റൊരു ഫിഷ്, നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു ഫിഷാണ് ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ്. ആഫ്രിക്കൻ catfish, ആഫ്രിക്കൻ മുഷി എന്നൊക്കെ പറയുന്നത് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ക്ലാരിയസ് ഗാരിപൈനസ്. ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ലീഡ്സ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് നാറ്റീവ് അല്ലെങ്കിൽ ഇൻഡിജിനസ് കാറ്റ്ഫിഷസ് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് തേർഡ് വൺ, ഇപ്പോൾ ഇത് 2 ഫിഷസ് ആണ് പറഞ്ഞത്. ഇനി ഒരു ഗ്രാസ് ഉണ്ട്, പാർത്തീനിയം. എന്താണ്? ക്യാരറ്റ് ഗ്രാസ് ആണ്. ഒരു എക്സോട്ടിക് ഗ്രാസ് ആണ് പാർത്തീനിയം, ക്യാരറ്റ് ഗ്രാസ് ആണ്. ഇനി ലെന്റാന ക്യാമറ ഒരു എക്സോട്ടിക് ഷ്രബാണ്. നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസ് മുഴുവൻ പടർന്ന് പന്തലിച്ച് കാണുന്ന ഒരു നശിപ്പിക്കുന്ന ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ഷ്രബാണ് ലെന്റാന ക്യാമറ എന്ന് ഫുൾ ഫോം വിളിക്കും. ഇനി നമ്മുടെ വാട്ടർ വേസിൽ ബ്ലോക്കേജസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന ഒന്നാണ് ഇക്കോർണിയ ക്രാസിപ്പസ്. ഏതാണ്? വാട്ടർ ഹയാസിന്ത്. ഇത്രയുമാണ് ഏലിയൻ സ്പീഷീസിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. എന്തെല്ലാമാണ് നേരെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ബോട്ടണിയിൽ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുമ്പം അവിടെ പ്രിഡേഷൻ എന്ന ഭാഗത്ത് ഒരു എക്സോട്ടിക് സ്പീഷീസ് പറയുന്നുണ്ട്. 1920 ഓസ്ട്രേലിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത prickly pear cactus. ഇവയ്ക്കെല്ലാം തന്നെ ഒരു നാച്ചുറൽ എനിമീസ് ഇല്ലാത്തത് കൊണ്ട് ഈ ഏലിയൻ സ്പീഷീസ് ആ നാറ്റീവ് ഏരിയയിൽ ഹവോക്ക്, വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഏലിയൻ സ്പീഷീസിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഓർത്തിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും ചെല്ലുന്നു. ഇവിൽ കോർട്ടറ്റിൽ 4 പോയിന്റ്സ് എഴുതി, 2 മാർക്ക്, 2 എക്സിറ്റ് മെത്തേഡ് എഴുതി. അപ്പോൾ നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ ഭാഗത്തേക്ക് പോകാം. ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ കുറിച്ച് പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ കുറിച്ച് പറയുമ്പോൾ ലെറ്റ് മീ റിമൂവ് ഇറ്റ്. ഇത് ഞാനൊന്ന് റിമൂവ് ചെയ്യുകയാണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് 2 സ്ട്രാറ്റജീസ് ആണുള്ളത്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഞാൻ വേഗം എഴുതുകയാണ്. 2 സ്ട്രാറ്റജീസ് ആണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഉള്ളത്. ഒന്ന് ഇൻ സിറ്റു കൺസർവേഷൻ. ഇൻ സിറ്റു എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ്. മറ്റൊന്ന് എക്സ് സിറ്റു കൺസർവേഷൻ. എക്സ് സിറ്റു എന്ന് പറഞ്ഞാൽ ഓഫ് സൈറ്റ് കൺസർവേഷൻ. ഇൻ സിറ്റു കൺസർവേഷൻ മീൻസ് കൺസർവേഷൻ ഓഫ് എ സ്പീഷീസ് വിത്തിൻ ദ സെയിം നാറ്റീവ് ഏരിയ. ആ നാറ്റീവ് ഏരിയയിൽ തന്നെ വെച്ചിട്ട് കൺസർവ് ചെയ്യുക. അപ്പം അതിലെ മറ്റു ഓർഗാനിസം കൂടി പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതൊരു ഹോൾ പ്രോസസ്സാണ്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷനിൽ വരുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ലീഗലി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ഫോർ എക്സാമ്പിൾ, ലീഗലി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുമ്പം നാഷണൽ പാർക്ക് അതിന് എക്സാമ്പിൾ ആണ്. ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്സ്. ഇന്ത്യയിൽ ഏകദേശം 14 ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോട്ട് സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി റിച്ചസ്റ്റ് സോണാണ്. അവയ്ക്ക് ത്രെറ്റ് ഉണ്ട്. ആൻഡ് ഹോട്ട് സ്പോട്ട്സ് ഷോ ഹൈ ഡിഗ്രി എൻറ്റമിസം കാണിക്കുന്നതാണ്. എൻറ്റമിസം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിരിക്കുക. എന്താ എൻറ്റമിസം എന്ന് പറഞ്ഞാൽ? that species found only in that area, nowhere else. വേറെ എവിടെയും കാണില്ല, ആ ഏരിയയിൽ മാത്രം കാണും. nowhere else അവർ മറ്റൊരിടത്തും കാണും. എൻറ്റമിസം കാണുന്നത്. ഹോട്ട്സ്പോട്ട്സ് ഇനീഷ്യലി 25 ഹോട്ട്സ്പോട്ട്സ് ആയിരുന്നു. അതിൻ്റെ കൂടെ 9 ചേർത്തിട്ടുണ്ട്. ഇപ്പം 34 ഹോട്ട്സ്പോട്ട്സ് വേൾഡ് വൈഡ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് സേക്രഡ് ഗ്രൂവ്സ്. ലോക്കൽ കമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്ന ഫോറസ്റ്റുകൾ, സേക്രഡ് ഗ്രൂവ്സ്. അതിന് എക്സാമ്പിൾ ഉണ്ട് കാശി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, ബാസ്റ്റാർ റീജൻസ് ഓഫ് മധ്യപ്രദേശ്. അപ്പോൾ അങ്ങനെയുള്ള സേക്രഡ് ഗ്രൂവ്സ് ഉണ്ട്. ഇതെല്ലാം ഇൻസിറ്റു കൺസർവേഷൻ്റെ ഭാഗമാണ്. ഈ എക്സിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ ഓഫ് സൈറ്റ് കൺസർവേഷനാണ്. എന്ന് വെച്ചാൽ ആ കൺസർവ് ചെയ്യുന്ന സ്പീഷീസിനെ അവിടെ നിന്ന് മാറ്റി കൺസർവ് ചെയ്യുന്നു. കൺസർവേഷൻ ഓഫ് എ സ്പീഷീസ് ഇൻ ആൻ ഏരിയ അതർ ദാൻ നാറ്റീവ് ഇക്കോസിസ്റ്റം. നാറ്റീവ് ഇക്കോസിസ്റ്റം അല്ലാത്ത മറ്റൊരു ഏരിയയിൽ കൺസർവ് ചെയ്യുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷനിൽ എക്സാമ്പിളായിട്ട് വരുമ്പം അതിൽ വരുന്നതാണ്. അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എക്സിറ്റുവിൽ കൺസർവേഷന് വരുന്ന എക്സാമ്പിൾസ് ആണ് 2 ചോദിച്ചിരിക്കുന്നത്. ആ എക്സിറ്റു കൺസർവേഷന് വരുമ്പം എക്സാമ്പിൾസ് ആണ് ഒന്ന് സൂ അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്ക്, ദെൻ
botanical garden, then wildlife safari park, ഇതൊക്കെ പഠിച്ചു വെക്കുക. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. പിന്നെ അതുപോലെ തന്നെ ജീൻ അല്ലെങ്കിൽ സീഡ് ബാങ്കുകൾ, ജീൻ സീഡ് അല്ലെങ്കിൽ പൊള്ളൻ ബാങ്കുകൾ. ഈ പൊള്ളൻ ബാങ്ക് അല്ലെങ്കിൽ ജീൻ ബാങ്കുകളിൽ ഇതെല്ലാം പ്രിസർവ് ചെയ്യും. ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്ത് -196 ഡിഗ്രിയിൽ പ്രിസർവ് ചെയ്യും. അതിനെന്താ വിളിക്കുക? ക്രയോ പ്രിസർവേഷൻ. അപ്പം ഇതിൻ്റെ ഭാഗമാണ് ക്രയോ പ്രിസർവേഷൻ. എക്സിറ്റ്യൂല വരുന്നത് ക്രയോ പ്രിസർവേഷൻ. കേട്ടിട്ടുണ്ട്. ക്രയോ പ്രിസർവേഷൻ ഇൻ -196 ഡിഗ്രി ലോ ടെമ്പറേച്ചർ, ക്രയോ പ്രിസർവേഷൻ. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ എന്നൊരു ടിഷ്യൂ കൾച്ചർ. അതുപോലെ തന്നെ ഹോം ഗാർഡൻസ്, വീട്ടിലുള്ള ഗാർഡൻസ്. അതുപോലെ തന്നെ നഴ്സറീസ്. ഇങ്ങനെ ധാരാളമുണ്ട് എക്സിറ്റ്യൂ കൺസർവേഷൻ. അപ്പം ഇത് ലിസ്റ്റായിട്ടും ചോദിക്കും. ചിലപ്പം ഇതെല്ലാം ഇതുകൊണ്ട് പഠിച്ചു വെക്കുക. ഇതെല്ലാം ഷഫിൾ ചെയ്തിട്ട് നിങ്ങളോട് രണ്ട് ഹെഡിങ് ആയിട്ട് എഴുതാൻ പറയും. അപ്പം നിങ്ങൾ ഇൻസിറ്റ്യൂ കൺസർവേഷൻ, എക്സിറ്റ്യൂ കൺസർവേഷൻ ആയിട്ട് എഴുതിയാൽ മതി. അണ്ടർസ്റ്റാൻഡ്? അപ്പം നമ്മൾ നമ്മുടെ 17ാമത്തെ ചോദ്യത്തിൽ നിന്ന് ഇവിൽ ക്വാർട്ടറ്റും പഠിച്ചു. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുള്ള ഇൻസിറ്റു എക്സിറ്റു സ്ട്രാറ്റജീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇസ് ഇറ്റ് ഓക്കെ? ഗുഡ്. അപ്പോൾ ഇതൊറ്റ നോട്ടം നോക്കുക. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പം തന്നെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. അണ്ടർസ്റ്റുഡ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ലെറ്റ് മീ ഡ്രിങ്ക് സം വാട്ടർ. So we can move to the next question. Question number 18. 3 സ്കോർ തന്നെയാണ്, 3 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം 3 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 4 കിട്ടും, 3 എഴുതണം. അപ്പം എന്ത് തന്നെയായാലും ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വിട്ട് കളയരുത്. ഇത് വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ചോയ്സ് ചെയ്യുമ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ചോയ്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഡയഗ്രാം ഷോ ബിലോ ഇസ് എ സർജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. ഈ ഭാഗം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നത്. നമ്മുടെ ആ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ബാരിയറിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഡയഗ്രാം ഷോ സർജിക്കൽ മെത്തേഡ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതാണ് ഫെലോപ്പിയൻ ട്യൂബാണ്. ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്തിരിക്കുന്നു. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അത് ട്യൂബെക്ടോമിയാണ്. അപ്പം ഇതാ ചോദ്യം, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് സർജിക്കൽ മെത്തേഡ് ഈസ് ഷോൺ ഇൻ ദിസ് ഡയഗ്രാം? അപ്പം നിങ്ങൾ എയുടെ ആൻസർ എഴുതണം. എന്ന് എഴുതാം ഇറ്റ് ഈസ് ട്യൂബെക്ടോമി. അപ്പോൾ ട്യൂബെക്ടോമി എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു മാർക്കായി. ബി, വാട്ട് ഈസ് ദ സർജിക്കൽ മെത്തേഡ് ഫോർ മെയിൽ സ്റ്റെറിലൈസേഷൻ കാൾഡ്? മെയിൽ സ്റ്റെറിലൈസേഷൻ്റെ ഉത്തരം ഏതാണ്? മെയിൽ പറയുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വാസെക്ടോമി. ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു വാസെക്ടോമി. എന്താ വാസെക്ടോമി? സർജിക്കൽ കട്ടിംഗ് ആൻഡ് റിമൂവൽ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. സോറി, വാസ്റ്റ് ഡിഫറൻസ്. ഇപ്പം ഇവിടെ ഈ ചിത്രത്തിന് പകരം ചിലപ്പം ആ ചിത്രം നിന്നിട്ട് റിവേഴ്സ് ആയിട്ട് ചോദിക്കാം. ദാറ്റ്സ് സിമ്പിൾ വൺ. ആൻഡ് സി, മെൻഷൻ എനി 2 കോപ്പർ റിലീസിംഗ് IUDs യൂസ്ഡ് ടു പ്രിവെന്റ് കൺസെപ്ഷൻ. കോപ്പർ റിലീസിംഗ് IUDs, എനി 2 കോപ്പർ റിലീസിംഗ് IUDs എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പർ റിലീസിംഗ് IUDs നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ടല്ലോ കോപ്പർ റിലീസിംഗ് IUDs ഇല്ലേ മക്കളെ? നമ്മളെ കോപ്പർ റിലീസിംഗ് IUD എവിടെയോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. യെസ് ദാ നമ്മളത് എത്രാമത്തെ ചോദ്യത്തിലാ? ദാ 5ാമത്തെ ചോദ്യം ചെയ്തപ്പം കോപ്പർ റിലീസിംഗ് IUDs നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ചാപ്റ്റർ മൊത്തം ഒരു തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. അപ്പം നോക്കിക്കേ, എനി 2 കോപ്പർ റിലീസിംഗ് നമ്മളിവിടെ 3 എഴുതിയിട്ടുണ്ട്. കോപ്പർ റിലീസിംഗ് IUDs. നിങ്ങൾക്ക് കോപ്പർ T എഴുതാം. കോപ്പർ 7 ആണ് കേട്ടോ. കോപ്പർ 7 എഴുതാം. മൾട്ടി ലോഡ് 375 കോപ്പർ റിലീസിംഗ് IUDsന് എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ഹോർമോൺ റിലീസിംഗ് IUD LNG20 പ്രൊജസ്റ്റാസെറ്റ്. അപ്പം നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എനി 2. അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ 17th ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പം ഇതാ ചോദിച്ചിരിക്കുന്നു 18th question. Mention any 2 copper releasing IUD used to prevent conception. അപ്പോൾ നമുക്ക് any 2 എഴുതിയിരിക്കുന്നു. അപ്പോൾ എഴുതാം കോപ്പർ T എഴുതാം, കോപ്പർ 7 എഴുതാം. അല്ലെങ്കിൽ വേണമെങ്കിൽ മൾട്ടി ലോഡ് 375 എഴുതാം. പ്രിവെന്റ് കൺസെപ്ഷൻ മൾട്ടി ലോഡ് 375. ഹോർമോൺ റിലീസിംഗ് ചോദിച്ചാൽ അത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. സോ വെരി ഈസിലി ഇത്ര എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. എ ട്യൂബെക്ടോമി, ബി വാസെക്ടോമി, ദെൻ കോപ്പർ T, കോപ്പർ 7. നത്തിങ് മോർ. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്തു. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇറ്റ്സ് എ ലോങ് ക്വസ്റ്റ്യൻ, 3 സ്കോർ ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഐസൊലേഷൻ ഓഫ് DNA ഡാഷ് ഡാഷ്, ട്രാൻസ്ഫറിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ് സിന്തറ്റിക് മെമ്പറൈൻ ഡാഷ് ഡാഷ് ഡാഷ്. എന്താ ഇത്? DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്പുകളാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ 6 സ്റ്റെപ്പുകളായിട്ട് തന്നെ DNA ഫിംഗർ പ്രിന്റിങ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ പഠിക്കും. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നോക്കുക. ടു സോൾവ് ഡിസ്പ്യൂട്ട് ഓഫ് പാരന്റേജ്, the court put an order to conduct a test to prove paternity of the child. Procedure of this test is given below. Paternity, പിതൃത്വത്തെക്കുറിച്ചുള്ള ഒരു തർക്കത്തിൽ കോടതി എന്ത് ഓർഡർ ചെയ്യുന്നു? ഒരു ടെസ്റ്റ്. അപ്പം മാതൃപിതൃ തർക്കത്തിൽ പിതൃത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി ഒരു ടെസ്റ്റ് പറയുന്നു. അതിൻ്റെ സ്റ്റെപ്പുകളോടെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ടെസ്റ്റ്. ഏതാണ് ആ ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൻസർ എ നിങ്ങൾ എഴുതണം. ദ ടെസ്റ്റ് ഈസ് DNA ഫിംഗർ പ്രിൻറ്റിങ്. DNA ഫിംഗർ പ്രിൻറ്റിങ് ആണ് ടെസ്റ്റ്. അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് എഴുതാം, അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് എഴുതാം. DNA ഫിംഗർ പ്രിൻറ്റിങ് ഓർ DNA പ്രൊഫൈലിംഗ്. വെരി ഗുഡ്, അത് എഴുതിയിട്ടുണ്ട്. ദെൻ കംപ്ലീറ്റ് ദ മിസ്സിംഗ് സ്റ്റെപ്പ്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്? ആ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതിയിട്ട് അങ്ങോട്ട് പോവാം. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഫിംഗർ പ്രിൻറ്റിങ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഐസൊലേഷൻ ഓഫ് DNA. ഐസൊലേഷൻ ഓഫ് DNA ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിവിടെ തന്നിട്ടുണ്ട്, ഐസൊലേഷൻ ഓഫ് DNA. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആ DNA എന്ത് ചെയ്യണം? ഡൈജഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ ബൈ റിസ്ട്രിക്ഷൻ എൻസൈം. റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. അപ്പോൾ അതിവിടെ എഴുതണം. അതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഡൈജഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ഡൈജഷൻ എന്ന് എഴുതാം ഓർ ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ നിങ്ങൾ എന്നിട്ട് എഴുതിയാൽ മതി. ഫ്രാഗ്മെന്റേഷൻ ബൈ റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. റിസ്ട്രിക്ഷൻ എൻസൈം എന്ന് ഞാൻ എഴുതുന്നു. റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. എന്നിട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പോ റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം കൊണ്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് സെപ്പറേഷൻ. സെപ്പറേഷൻ ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതും വിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ബി ആയിട്ട് എഴുതേണ്ടത്. എന്താ ബി? എന്താണ്? സെപ്പറേഷൻ ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ഞാൻ എഴുതി ജെൽ ഇലക്ട്രോഫോറസിസുമായി സെപ്പറേറ്റ് ചെയ്തു. നാലാമത്തെ സ്റ്റെപ്സ് അവിടെ ഓൾറെഡി ഗിവൺ ആണ്. ട്രാൻസ്ഫറിങ് DNA ഫ്രാഗ്മെന്റ്സ് ടു സിന്തറ്റിക് മെമ്പറൈൻ. ഏതാണ് സിന്തറ്റിക് മെമ്പറൈൻ? നൈലോൺ അല്ലെങ്കിൽ നൈട്രോസെല്ലുലോസ്. ഈ സ്റ്റെപ്പിന് വിളിക്കുന്ന പേരാണ് ബ്ലോട്ടിംഗ്. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഐസൊലേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൈജഷൻ ഫ്രാഗ്മെന്റേഷൻ ബൈ റിസ്ട്രിക്ഷൻ എൻസൈം, തേർഡ് സ്റ്റെപ്പ് സെപ്പറേഷൻ ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്, ഫോർത്ത് സ്റ്റെപ്പ് ബ്ലോട്ടിംഗ്, ഫിഫ്ത്തോ ബ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ബ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ ആണ്. അതാണ് അടുത്ത സ്റ്റെപ്പ്, അഞ്ചാമത്തെ സ്റ്റെപ്പ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ബൈ ലേബൽഡ്. ലേബൽ എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് ലേബൽ. റേഡിയോ ആക്റ്റീവ്ലി ലേബൽഡ് VNTR പ്രോബ്. റേഡിയോ ആക്റ്റീവ് ലേബൽഡ് VNTR പ്രോബുമായിട്ട് അതിനെ ലേബൽ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ലേബലിംഗ്. ലേബലിംഗ് അല്ല, ഐ മീൻ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ സി ആണ് ഞാൻ പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ ബൈ ലേബൽഡ് VNTR പ്രോബ്. എന്താണ് ഈ VNTRന്റെ ഫുൾ ഫോം? VNTR മാത്രമായിട്ട് ചോദിക്കും. വാരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്. VNTR ഈസ് വാരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്. ദാറ്റ് മീൻ സ്മോൾ സീക്വൻസസ് ഓഫ് DNA ദാറ്റ് റിപ്പീറ്റ് ഇൻ മെനി കോപ്പി നമ്പേഴ്സ്. അത് റിപ്പീറ്റേറ്റീവ് DNA ആണ്. അതിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നുമില്ല. റിപ്പീറ്റേറ്റീവ് DNA നമ്മളെ ഹ്യൂമൻ ജീനോമിൽ ബൾക്കും റിപ്പീറ്റേറ്റീവ് DNA ആണ്. റിപ്പീറ്റേറ്റീവ് DNA എന്ന് പറഞ്ഞാൽ സം DNA സീക്വൻസസ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എഴുതിയതിൽ 7ാമത്തെ പോയിന്റ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് 7th പോയിന്റ് ആണ് നോക്കേണ്ടത്. റിപ്പീറ്റേറ്റീവ് DNA മീൻസ് DNA sequences, stretches of DNA that repeat many times, 100 or 1000 times. They don't have any coding function. അതിൽ വരുന്ന ഒന്നാണ് സാറ്റലൈറ്റിൽ വരുന്ന, മിനി സാറ്റലൈറ്റിൽ വരുന്ന ഒന്നാണ് VNTR, വാരിയബിൾ നമ്പർ ഓഫ് ടൈം റിപ്പീറ്റ്. അപ്പോൾ അതിനെ പ്രോബുമായിട്ട് ഇനി 6 സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പായി ഹൈബ്രിഡൈസേഷൻ വിത്ത് ലേബൽഡ് VNTR പ്രോബായി. അപ്പം ഐസൊലേഷൻ ഓഫ് DNA, ഫ്രാഗ്മെന്റേഷൻ ആൻഡ് സെപ്പറേഷൻ, isolation, digestion or fragmentation പറഞ്ഞു, separation by gel electrophoresis പറഞ്ഞു, then transferring പറഞ്ഞിട്ട് നമ്മളിവിടെ hybridization, transferring പറഞ്ഞിട്ടില്ല, blotting. 4 blotting എഴുതി,
നാലാമത്തെ സ്റ്റെപ്പ് ബ്ലോട്ടിംഗ്, 5 ഹൈബ്രിഡൈസേഷൻ, 6 ആറാമത്തെ സ്റ്റെപ്പ് ഇതാ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഓട്ടോ റേഡിയോഗ്രഫി. ഓട്ടോ റേഡിയോഗ്രഫി. എന്താണ് ഓട്ടോ റേഡിയോഗ്രഫി? അതാണ് ആറാമത്തെ സ്റ്റെപ്പ്, ഓട്ടോ റേഡിയോഗ്രഫി. ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ പാസ് ഇൻ ടു എക്സ്റേ ഫിലിം. എക്സ്റേ ഫിലിമിലേക്ക് പാസ് ചെയ്യുക. പാസ് ഇൻ ടു എക്സ്റേ ഫിലിം. അണ്ടർസ്റ്റാൻഡ്? അപ്പം എ digestion, fragmentation by restriction enzyme. B separation by gel electrophoresis. ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. And C hybridization by labeled VNTR probe. E ABC. D detection by autoradiography. Autoradiography ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ 6 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ ബ്ലോട്ടിംഗ് എന്ന് എഴുതിയിട്ടുള്ളൂ. ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫറിങ് ഇൻ ടു ഡൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർസ്റ്റാൻഡ്? ഗുഡ്. അതുപോലെ തന്നെ VNTRൻ്റെ ഫുൾ ഫോം എല്ലാം പഠിക്കുക. VNTR ഒരു മിനി സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ സീരീസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നല്ല ഷാർപ്പ് ടൈമിങ്ങിലേക്കാണ് എത്തുന്നത്. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഒബ്സർവ് ദ ഡയഗ്രാം. ഇതിനെയും ഞാൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നു. ഒബ്സർവ് ദ ഡയഗ്രാം. ഈ ഡയഗ്രാം ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പാക്കേജിങ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ മോളിക്കുലാർ ബേസിസിൽ കാണുന്ന ഡയഗ്രമാണ്. അവിടെ ചോദിച്ചിരിക്കുന്നു AB എന്താണ്? വാട്ട് ഡസ് ഇറ്റ് റെപ്രസെന്റ്? ഇറ്റ് റെപ്രസെന്റ് എന്താണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്? ഇറ്റ് റെപ്രസെന്റ് ന്യൂക്ലിയോസോം ആണ്. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നത്. അതിൽ A ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ മാർക്ക് ചെയ്ത് ഞാനൊരു ലൈൻ വരയ്ക്കാം. ഇതാണ് A, ഇങ്ങനെ ചുറ്റിപ്പോകുന്ന സാധനം, ഇതാണ് A. B ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് B ലേബൽ ചെയ്തത്. അപ്പോൾ ഐഡന്റിഫൈ പാർട്ട് A ആൻഡ് B എന്നാണ് ചോദ്യം. എന്താണ് A പാർട്ട്? A എല്ലാവർക്കും അറിയാം, A DNA ആണ്. അപ്പോൾ അത് DNA എന്നെഴുതാം. അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതണമെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA. നിങ്ങൾക്കറിയാം 200 ബേസ് പെയർ യൂണിറ്റ് DNA ആണ് ചുറ്റുന്നത്. B എന്താണ്? B എല്ലാവർക്കും അറിയാം, അത് ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്നതാണ് B. B ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ പ്രോട്ടീനാണ്. അപ്പോൾ B നിങ്ങൾ എങ്ങനെ എഴുതണം? B ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഹിസ്റ്റോൺ ഒക്ടാമർ പ്രോട്ടീൻ. നിങ്ങൾക്കറിയാം ഇവിടെ DNA ആണ്. DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. B ഹിസ്റ്റോൺ ആണ്. ഹിസ്റ്റോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. DNA നെഗറ്റീവ് ആവാൻ കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഹിസ്റ്റോൺ ഒക്ടാമർ. എന്തുകൊണ്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുന്നത് ചോദിക്കാം. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കാൻ കാരണം അതിന് 8 സബ് യൂണിറ്റ്സ് ഉണ്ട്. 8 സബ് യൂണിറ്റ്സ് ഉണ്ട്. 2 ഹിസ്റ്റോൺ എന്തുകൊണ്ട് പോസിറ്റീവായി? ഹിസ്റ്റോൺ പോസിറ്റീവ് ആവാൻ കാരണം ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഹിസ്റ്റോൺ പോസിറ്റീവ് ആവാനുള്ള കാരണം പറഞ്ഞത് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഈസ് റിച്ച് ഇൻ 2 ബേസിക് അമിനോ ആസിഡ്സ്. ഹിസ്റ്റോണിൽ ധാരാളമായിട്ട് 2 ബേസിക് അമിനോ ആസിഡ്സ് കാണുന്നുണ്ട്. വെരി ഗുഡ്. 2 ബേസിക് അമിനോ ആസിഡ്സ് കാണുന്നുണ്ട്. ഏതെല്ലാമാണത്? അർജിനിൻ ആൻഡ് ലൈസിൻ. ഈ അർജിനിനും ലൈസിനും ധാരാളമായി കാണുന്നുണ്ട് സൈഡ് ചെയിൻസിൽ. അതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ബേസിക് ആവാനുള്ള കാരണം, പോസിറ്റീവ് ആവാൻ കാരണം. സോ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഈസ് പോസിറ്റീവ് because of the presence of 2 basic amino acids, arginine and lysine. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഹിസ്റ്റോൺ, നെഗറ്റീവ്ലി ചാർജ്ഡ് DNA, പോസിറ്റീവ് ചാർജ് ഉള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോസോം. അപ്പം ഇനി വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, അടുത്ത സ്ട്രക്ചർ അടുത്ത സ്ട്രക്ചർ എന്ന് പറയുമ്പം ഞാനൊന്ന് കളർ മാറ്റി ചെയ്യാം. സി വാട്ട് ഈസ് ദിസ്? ഇപ്പം വരയ്ക്കുന്നത് ഈ സ്ട്രക്ചർ ഏതാണ്? അത് നിങ്ങൾ മറക്കേണ്ട. ദാറ്റ് സ്ട്രക്ചർ ഈസ്, അത് H1 ഹിസ്റ്റോൺ ആണ്. അത് H1 ആണ്. H1 എന്ന് എഴുതിയാൽ മതി. H1 ഹിസ്റ്റോൺ തന്നെയാണ്, പക്ഷെ ഒക്ടാമറിന്റെ ഭാഗമല്ല. അത് H1 ആണ്. H1 ഹിസ്റ്റോൺ ആണ് കേട്ടോ. ഒക്ടാമറിന്റെ ഭാഗമല്ലാത്ത H1 ആണ്. ഇതാണ് ന്യൂക്ലിയോസോം. ഇതൊരു വളരെ നല്ല ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കും. ഇനി എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയോസോംസ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റിംഗ് സീക്വൻസസ് ഓഫ് ന്യൂക്ലിയോസോം form a beads on a string like structure. ഇപ്പം നമ്മളത് വരയ്ക്കുമ്പം ഇതാണിപ്പോൾ DNA എങ്കിൽ അതിൽ ആ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇങ്ങനെ കാണും. ബീഡ്സ് ഓൺ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചർ പറയാൻ പറ്റുമോ? ഈ ബീഡ്സ് ഓൺ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചറിനെ
ആദ്യം ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഈ ബീഡ്സ് ഓൺ സ്ട്രിംഗ് ലൈക്ക് സ്ട്രക്ചർ, ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ബീഡ്സ് ഓൺ സ്ട്രിംഗ് ലൈക്ക് സ്ട്രക്ചർ, ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ക്രോമാറ്റിൻ. എന്താ വിളിക്കുക? ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ എന്ന് വിളിക്കുക. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ നമ്മൾ 20 ചോദ്യം കഴിഞ്ഞു, നമ്മൾ എല്ലാ ഭാഗങ്ങളും ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ക്രോമാറ്റിൻ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. നോക്കൂ, ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഐഡന്റിഫൈ വാട്ട് ഇറ്റ് റെപ്രസെന്റ്, ന്യൂക്ലിയോസോം ആണ്. ഐഡന്റിഫൈ എ ആൻഡ് ബി. എ DNA ആണ്, ഡബിൾ സ്റ്റാൻഡ് DNA ആണ്. ബി ഹിസ്റ്റോൺ ഒക്ടാമർ പ്രോട്ടീൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ വരാം. ഇതിൽ നിന്ന് ചോദിക്കുന്ന അടുത്തത് ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ ക്രോമാറ്റിൻ നമുക്കറിയാം ത്രെഡ് ലൈക്ക് ജനറ്റിക് മെറ്റീരിയൽ ആണ്. ക്രോമാറ്റിൻ ത്രെഡ് ലൈക്ക് ജനറ്റിക് മെറ്റീരിയൽ ആണ്. അത് ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബർ ആണ്. DNA-യും പ്രോട്ടീനും ചേർന്നിട്ടുള്ളൊരു ഫൈബർ ആണ്. അപ്പോൾ DNA ക്രോമാറ്റിൻ ക്രോമസോമായിട്ട് ഹയർ ലെവൽ ഓർഗനൈസേഷനിൽ അതിൽ DNA കാണും, ഹിസ്റ്റോൺ പ്രോട്ടീൻ കാണും, പിന്നെ നന്നായിട്ട് കോയിൽ ചെയ്യാൻ RNA കാണും, ചില NHCP നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീനും കാണും കേട്ടോ. DNA കാണാം, പ്ലസ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടായിരിക്കും, പ്ലസ് RNA കാണും, പ്ലസ് NHCP. ഇത് ഹയർ ലെവൽ കോയിലിങ്ങിന്റെ സമയത്ത് NHCP കാണും. എന്താ NHCPയുടെ ഫുൾ ഫോം? നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ. ഹിസ്റ്റോൺ അല്ലാത്ത ക്രോമസോമൽ പ്രോട്ടീൻസ് കാണും. അപ്പോൾ നമുക്ക് ഈ ക്രോമാറ്റിൻ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ക്രോമാറ്റിൻസ് ആർ ഓഫ് 2 ടൈപ്പ്. 2 ടൈപ്പിലാണ് ക്രോമാറ്റിൻസ്. ഏതെല്ലാം? നമ്മളിത് വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. 2 ടൈപ്പ് ഓഫ് ക്രോമാറ്റിൻ. ഒന്ന് യൂക്രോമാറ്റിൻ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാ. യൂക്രോമാറ്റിൻ ആൻഡ് സെക്കൻഡ് വൺ ഹെറ്ററോക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. ദിസ് ആർ ദ 2 ടൈപ്പ് ഓഫ് ക്രോമാറ്റിൻസ്. എന്താണ് യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ തമ്മിലുള്ള ഡിഫറൻസ്? യൂക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ് ആണ്. യൂക്രോമാറ്റിൻ 3 പോയിന്റ്സ് പഠിച്ചാൽ മതി. ലൂസ്ലി പാക്ഡ് ആണ്. മാത്രമല്ല അത് ലൈറ്റ് കളറാണ്, ലൈറ്റ് സ്റ്റെയിൻഡ് ആയിരിക്കും. മങ്ങിയ കളറിലാക്കാണ്, ലൈറ്റ് സ്റ്റെയിൻഡ് ആയിരിക്കും. തീർന്നില്ല, ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ലൈറ്റ്ലി പാക്ഡ് ആണ്, ലൂസ്ലി പാക്ഡ് ആണ്, ലൈറ്റ് സ്റ്റെയിൻഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. അതാണ് യൂക്രോമാറ്റിൻ. എന്നാൽ ഹെറ്ററോക്രോമാറ്റിൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഹെറ്ററോക്രോമാറ്റിൻ ഡെൻസ്ലി പാക്ഡ് ആണ്. പിന്നെയോ ഡാർക്ക് സ്റ്റെയിൻഡ് ആണ്. പിന്നെയോ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ്. ഡെൻസ്ലി പാക്ഡ്, ഡാർക്ക് സ്റ്റെയിൻഡ്, ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ്. ഈ ഏരിയ കൂടി നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു. നിങ്ങൾ +1 എഴുതിയതാണ്. നിങ്ങൾ ചിലർ വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി കാണും. ഇപ്പോൾ മോഡൽ എക്സാംസ് നിങ്ങൾ കുറേ എഴുതിയിട്ടുണ്ട്. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു ഏകദേശം കോൺട്രിബ്യൂഷൻ മനസ്സിലായിക്കാണ്. നിങ്ങളുടെ 30 മാർക്ക് ഈ സ്കോർ വരുമ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇതിൽ 7 മുതൽ 9 മാർക്കിന് മുകളിലായിട്ട് ജെനറ്റിക്സ് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഒരു 3-4 മാർക്കിൻ്റെ ഭാഗം ഇവല്യൂഷൻ എന്ന് വന്നിട്ടുണ്ട്, റീപ്രൊഡക്ഷൻ എന്ന് വന്നിട്ടുണ്ട്, ഹ്യൂമൻ ഹെൽത്ത് എന്ന്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്ക് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിൽ നിങ്ങൾ ആ ചാപ്റ്ററുകളൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കണം. അണ്ടർസ്റ്റാൻഡ്? അപ്പം ഇനി ഇതിൽ വരാത്ത ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കേണ്ട നമ്മൾ പറഞ്ഞതും കൂടെ പറയേണ്ടതും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ വരാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ മോളിക്കുലാർ ബേസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോളിക്കുലാർ ബേസിസിൽ ഇപ്പോൾ ഓപ്പറോൺ, ലാക്ക് ഓപ്പറോൺ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏരിയയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പം നമ്മളിപ്പം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാണ് ചെയ്തത്. ഇനി നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ആർ യു ദേർ? റെഡി അല്ലേ മക്കളെ? Are you there in full spirit? No comment? ആദ്യം മാത്രമാണ് കമന്റ് ചെയ്യുന്ന ഒരേ ഒരാൾ. വേറെ ആരെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ? ഉറങ്ങിപ്പോയോ? അപ്പോൾ നമുക്ക് മറ്റു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയല്ലേ? Okay, let me drink some more water. സോ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ഓർഡർ തന്നെയാണ്. റാപ്പിഡ് റിവിഷൻ +2 ബോർഡ് എക്സാമിൽ നമ്മളിപ്പം അടുത്ത പാർട്ടിലേക്ക് പോകുന്നു. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഓർഡറിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്താൽ നമ്മളിപ്പോൾ പറഞ്ഞതും ഇനി അതുമായി ചേർത്ത് പറയേണ്ടത്. അപ്പം നമുക്ക് ഏകദേശം ആ ഹോൾ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ മക്കളെ? ദെൻ സി
പ്ലാസൻറ്റ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്ലാസൻറ്റയുമായിട്ട് റിലേറ്റഡ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീഡ്. Placenta also act as an endocrine tissue and produce several hormones. എന്താണ് പ്ലാസൻറ്റ? ആദ്യം പ്ലാസൻറ്റ ഡെഫിനിഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്ലാസൻറ്റ ഈസ് എ ടിഷ്യൂ ദാറ്റ് കണക്ട് ഫീറ്റസ് ടു ദ മെറ്റേണൽ ബോഡി. ഫീറ്റസിനെയും മെറ്റേണൽ ബോഡിയും കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ കണക്ഷൻ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മെറ്റേണൽ ബോഡി ഈസ് കോൾഡ് പ്ലാസൻറ്റ. ഈ പ്ലാസൻറ്റ അംബലിക്കൽ കോഡ് വഴി കുഞ്ഞിലേക്ക് കണക്ട് ചെയ്യും. പ്ലാസൻറ്റയിൽ മെറ്റേണൽ ടിഷ്യൂ ഉണ്ട്, ഫീറ്റൽ ടിഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ ചോദ്യം ഇതാണ്, 2 സ്കോർ ക്വസ്റ്റ്യൻ ആണിത്. നെയിം എനി 2 പ്ലാസെന്റൽ ഹോർമോൺസ്. പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് HCG, HPL. എന്താ HCGയുടെ ഫുൾ ഫോം ചോദിക്കാം? ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപ്പിൻ. HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. ഇനി ഇത് കൂടാതെ ഇനി ഇത് രണ്ടാണ് എഴുതേണ്ടത് സ്റ്റാൻഡേർഡ് ആയിട്ട്. ഇനി ആർക്കെങ്കിലും ഇത് രണ്ടും കിട്ടിയില്ല എങ്കിൽ, HCG HPL എന്ന് ഓർമ്മയില്ലെങ്കിൽ എഴുതിക്കോളൂ. ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ കുറച്ച് പ്രൊജസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ പ്രഗ്നൻസിയുടെ ലേറ്റർ ഫേസിൽ, അവസാന ഘട്ടത്തിൽ പ്രഗ്നൻസിയുടെ ലേറ്റർ ഫേസിൽ കുറച്ച് റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. എല്ലായ്പ്പോഴും ഇല്ല, ഇൻ ദ ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ HCG HPL ആണ് എഴുതേണ്ടത്. അത് ആർക്കെങ്കിലും ഓർമ്മ കിട്ടിയില്ലെങ്കിൽ പ്ലാസൻറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന NE2 എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസ്ട്രജൻ എഴുതാം, പ്രൊജസ്ട്രജൻ എഴുതാം, റിലാക്സിന് വേണമെങ്കിൽ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക്. അടുത്തത്, റൈറ്റ് 2 ഫങ്ഷൻസ് ഓഫ് പ്ലാസൻറ്റ അതർ ദാൻ എൻഡോക്രൈൻ ഫംഗ്ഷൻ. ഇപ്പോൾ എൻഡോക്രൈൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഇതല്ലാതെ പ്ലാസൻറ്റ എന്താണ് ചെയ്യുന്നത്? പ്ലാസൻറ്റയുടെ മറ്റൊരു ഫംഗ്ഷൻ എൻഡോക്രൈൻ ഫംഗ്ഷൻ ഇവിടെ കാണുന്നു. മറ്റൊരു ഫംഗ്ഷനാണ് പ്ലാസൻറ്റ എന്ത് ചെയ്യുന്നു? പ്ലാസൻറ്റ ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം മദർ, എന്നിട്ടുള്ളൂ മദർ ടു ഫീറ്റസ്. രണ്ട് വെരി ഗുഡ്. ആദ്യം ഇത് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ്, റിമൂവൽ ഓഫ് വേസ്റ്റ്. അത് റെസ്പിറേറ്ററി വേസ്റ്റ് ആവാം. റിമൂവൽ ഓഫ് വേസ്റ്റ് എഴുതിയാൽ മതി. റിമൂവൽ ഓഫ് വേസ്റ്റ് അത് നൈട്രോജനസ് വേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേറ്ററി ഗ്യാസ് ആയിരിക്കും. റിമൂവൽ ഓഫ് വേസ്റ്റ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജനസ് വേസ്റ്റ് ഫ്രം ഫീറ്റസ് ടു മദർ. ഫീറ്റസ് ബോഡിയിൽ നിന്ന് മദറിലേക്ക് എഴുതാം. അപ്പോൾ 2 ഫംഗ്ഷൻസ് എഴുതി. റൈറ്റ്, ഇനി 2 ഫംഗ്ഷൻ ഇനിയുണ്ട്. പ്ലാസൻറ്റയിലൂടെ എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യും? അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ അടുത്തത് എഴുതാം, ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ് എന്ന് വെച്ചാൽ ഓക്സിജൻ ഫ്രം മദർ ടു ഫീറ്റസ്. ആൻറ്റിബോഡീസ്, എസ്പെഷ്യലി ആൻറ്റിബോഡി IgG, ആൻറ്റിബോഡീസ് ഫ്രം മദർ ടു ഫീറ്റസ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ആൻറ്റിബോഡി എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ പ്ലാസൻറ്റയുടെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്ലാസൻറ്റ ഒരു പ്രധാനപ്പെട്ട ഹ്യൂമൻ പ്ലാസൻറ്റയിൽ ചില ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാം, കോറിയോണിക് വില്ലായ്. അതുകൊണ്ട് ഹ്യൂമൻ പ്ലാസൻറ്റയെ ഹീമോകോറിയൽ പ്ലാസൻറ്റ എന്ന് വിളിക്കാറുണ്ട്. കാരണം പ്ലാസൻറ്റയുടെ കോറിയോണിക് വില്ല ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് മെറ്റേണൽ ടിഷ്യൂ, മെറ്റേണൽ ബ്ലഡ് വെസലുമായിട്ട് കോറിയോണിക് വില്ല ക്ലോസ് അസോസിയേഷനിലാണ്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? ഹീമോകോറിയൽ പ്ലാസൻറ്റ. ഇതാ ആദ്യം എഴുതി, ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് എംബ്രിയോ. വെരി ഗുഡ്. അൾട്രാ ഫിൽട്ടർ എന്ന് പറയും. ഒരു ബാരിയർ പോലെ കുഞ്ഞിനും അമ്മയ്ക്കും ആവശ്യമില്ലാത്ത വസ്തുക്കളെ തടസ്സം നിർത്തുന്ന ഒരു ബാരിയർ പോലെ പ്രവർത്തിക്കും. എഴുതാം, ആ ഫംഗ്ഷൻ എഴുതാം. അണ്ടർസ്റ്റാൻഡ്? പ്രൊവൈഡ് ന്യൂട്രിയൻസ്, ഓക്സിജൻ, ഡെവലപ്പിംഗ് എംബ്രിയോ എല്ലാം എഴുതാം. ഗുഡ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ എഴുതുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഫിഗർ കണ്ടപ്പോഴേ മനസ്സിലാക്കണം, മെൻസ്ട്രൽ സൈക്കിളാണ്. ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ദ ഓവേറിയൻ ഇവൻറ്റ്സ് ആൻഡ് ഓവേറിയൻ ഹോർമോൺ ലെവൽസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ. നിങ്ങൾ NCERT ബുക്കിലെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവേറിയൻ ഹോർമോൺസ് മാത്രമല്ല, ഇവിടെയും കാണാം, ഇങ്ങനൊരു ഹോർമോൺ കാണാം, LH കാണാം, അല്ലേ? അതേപോലെ തന്നെ അതിൻ്റെ കൂടെ LH കാണും, അതിൻ്റെ കൂടെ ഇങ്ങനെ FSH കാണും. ഇത് LH, ഇത് FSH. അവിടെ ചോദ്യം ഇതാണ്, നെയിം ഹോർമോൺസ് A ആൻഡ് B. ഇവിടെ A B കൊടുത്തിരിക്കുന്നത്. B മുകളിലാണ്, ഇതാണ് B, ഇത് A ആണ്. മുകളിൽ കാണുന്നത് ഇത് ഏതാ? ഇതാണ് ഈസ്ട്രജൻ. അപ്പോൾ A ആൻഡ് B ആ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A ഏതാണ്? A പ്രൊജസ്റ്റിറോൺ ആണ്. സോറി, A ഈസ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ A പ്രൊജസ്റ്റിറോൺ. B ഏതാണ്? B ഈസ്ട്രജൻ ആണ്. Aയും Bയും. അണ്ടർസ്റ്റാൻഡ്? ഈ ഈസ്ട്രജൻ ആണ്.
ഇനി അടുത്ത് ചോദിക്കുന്നു, റൈറ്റ് ദ ഓവേറിയൻ ഇവൻസ് ഡ്യൂറിങ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ നടക്കുന്ന, അപ്പൊ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ 14-ാം തീയതി, ഇതാണ് ഓവുലേഷൻ. ഇതാണ് ഓവുലേഷൻ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ലൂട്ടിയൽ ഫേസ്. ഈ ലൂട്ടിയൽ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ആഫ്റ്റർ ഓവുലേഷൻ, ഓവുലേഷൻ കഴിഞ്ഞാൽ ഈ റിമൈനിങ് ഫോളിക്കിൾ സെൽസ്, ഇതാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ, ഞാൻ GF നിടുന്നു. റിമൈനിങ് ഗ്രാഫിയൻ ഫോളിക്കിൾ സെൽസ് എന്തായി മാറും? കോർപ്പസ് ലൂട്ടിയം ആയി മാറും. അപ്പൊ നമ്മൾ എങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എഴുതണം? റൈറ്റ് ദ ഓവേറിയൻ ഇവന്റ്സ് ഡ്യൂറിങ് ലൂട്ടിയൽ ഫേസ്. അപ്പൊ ഡ്യൂറിങ് ലൂട്ടിയൽ ഫേസ് എന്ത് സംഭവിക്കും? During luteal phase, the ruptured Graafian follicle cells transform to a yellow color gland. അതൊരു yellow color gland ആയി മാറും. Yellow color gland, corpus luteum, that produce hormone progesterone. ഇത്രയാണ് എഴുതുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ. നമുക്കറിയാം ലൂട്ടിയൽ ഫേസിൽ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകും. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹോർമോൺ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കും. തീർന്നിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. നിങ്ങൾ അതുകൂടി എഴുതണം. ഇനി എന്താ ഇവിടെ കാണുന്നത്? ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ, ഈ 14-ാം തീയതി ഓവുലേഷൻ നടന്നു, 14, 15, 16 ദിവസങ്ങളിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ആ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. അപ്പൊ അതുകൂടി എഴുതണം. അത് ലൂട്ടിയൽ ഫേസിൽ നടക്കുന്നതാണ്. ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നോട്ട് ടേക്സ് പ്ലേസ്. ഞാൻ എഴുതുന്നത് പെട്ടെന്ന് എഴുതി പോവാണ് കേട്ടോ. ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നോട്ട് ടേക്സ് പ്ലേസ്, വാട്ട് ഹാപ്പൻ? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. അത്ര എഴുതണം. അപ്പൊ അതാണ് യൂട്രൈറ്റ്, റൈറ്റ് ദ ഓവേറിയൻ ഇവന്റ്സ് ഡ്യൂറിങ് ഓവറിയിൽ നടക്കുന്നത്. എന്താ ഓവറിയിൽ നടക്കുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ, റപ്ചേർഡ് ഫോളിക്കിൾ സെൽസ് കോർപ്പസ് ലൂട്ടിയമായി മാറും. അത് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫ് ഉള്ളത് കൊണ്ട് ഒരു ചോദ്യം ഇതിൽ ഇല്ലാത്തതാണ്. ഇതിനെന്താ വിളിക്കുന്നത്? നിങ്ങൾക്കറിയാം, ആ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് നോക്കിക്കേ, LH വളരെ കൂടും. അതിനെ LH സർജ് എന്ന് വിളിക്കും. ഹൈ ലെവൽ ഓഫ് LH. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഓവുലേഷൻ. ഓവുലേഷന് ഒരു കാരണമാണത്. ഓക്കെ ഗൈസ്, മക്കളെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ്, ഒന്ന് കമന്റ് ചെയ്തേ. യെസ്. അപ്പൊ നെക്സ്റ്റ്, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ parts ആണ് കേട്ടോ. ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഓവിഡക്ട് ഫെലോപ്പിയൻ ട്യൂബ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ ബിലോ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഇനി എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഓവിഡക്ട്. നേരത്തെ നമ്മൾ ഓവിഡക്ട് വരച്ചിരുന്നു, അതിന്റെ പാർട്സ് ഒക്കെ പറഞ്ഞ് വേഗം പോകാം. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓഫ് ദ ഓവിഡക്ട് ദാറ്റ് ഹെൽപ്പ് ഇൻ കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. നേരത്തെ വരച്ചു തന്നതാണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്താ വിളിക്കുന്നത്? ഫിംബ്രെ. മക്കളെ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓവിഡക്ട്, യൂട്രസ് ഞാൻ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ചിത്രം വരച്ച് തന്നിട്ടുണ്ട്, അത് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഫിംബ്രയാണ് ഓവിഡക്റ്റിൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഇൻഫെർട്ടിബിലത്തിൻ്റെ ഭാഗത്ത് എന്ത് വിളിക്കും? ദ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓഫ് ഓവിഡക്ട് ദാറ്റ് ഹെൽപ്പ് ഇൻ കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഫിംബ്രയാണ് ഇൻഫെർട്ടിബിലത്തിൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. സെക്കൻഡ്, ദ പാർട്ട് ഓഫ് ഓവിഡക്ട് വിത്ത് നാരോ ലൂമൻ ദാറ്റ് ജോയിൻ യൂട്രസ്. യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ നാരോ ലൂമൻ, ഇനി ഞാൻ ചിത്രം വരയ്ക്കുന്നില്ല, അതിനെന്താ വിളിക്കുന്നത്? ഇസ്തമസ്. വെരി ഗുഡ്, ഇസ്തമസ് എന്ന് വിളിക്കും. ഇസ്തമസ് ആണ്. ദെൻ ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഓവിഡക്ട് ക്ലോസ്ഡ് ഓവി, ഏതാണത്? ഇൻഫെർട്ടിബിലം. അപ്പം ഇനി ചോദിക്കുകയാണ്, ബൾജ്ഡ് ആയിട്ട് റീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ ആംപ്യൂളയാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡത്തെ ഓവിഡക്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു സൈഡിൽ ഇത് നേരെ യൂട്രസിലേക്ക് വരും, മറ്റേ സൈഡ് അതേപോലെ പോകും, പോട്ടെ. അപ്പോൾ ഓക്കെ, ഇതാണ് ഇൻഫെർട്ടിബിലം. ഫണൽ ലൈക്ക്. ഇതാണ് ഇതിൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ഫിംബ്രെ. ഇതാണ് ആ ബൾജ്ഡ് റീജിയൻ, ആംപ്യൂള. ഒരിക്കൽ വരച്ചതാണ്. ഇതാണ് ആ നാരോ പാർട്ട്, ഈ ചോദിച്ച നാരോ പാർട്ട്, ഇസ്തമസ്. ഈ ആംപ്യൂള ഇസ്തമിക് ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ജംഗ്ഷൻ അത് ഓർത്ത് വെക്കുക. ഇവിടെയാണ് എന്താ നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. ഇതാണ് യൂട്രസിന്റെ ഭാഗം, യൂട്രൈൻ ഫണ്ടസ്. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച ചിത്രമാണ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾക്കറിയാം, എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആണ്. Some stages of embryonic development are given below. Observe this diagram and answer the questions. 3 മാർക്കിന്റെ ചോദ്യം, 3 സ്കോറിന്റെ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ വാട്ട് ഈസ് എ ആൻഡ് ബി? എയും ബിയും എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഇതാ, ബി ഇതാ. ആക്ച്വലി എ എന്ന് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഇങ്ങനെ തന്നെ എഴുതണം. എ എംബ്രിയോ അറ്റ് 2 cell stage. സോ സെൽ സ്റ്റേജ് എന്ന് വെക്കുമ്പം ആ 2 സെൽ എന്താണെന്ന് എഴുതണം. 2 ബ്ലാസ്റ്റോമിയർ എന്നാണ് വിളിക്കുന്നത്. ഈ സെല്ലുകളെ ബ്ലാസ്റ്റോമിയർ എന്നാണ് വിളിക്കുക. അപ്പോൾ 2 ബ്ലാസ്റ്റോമിയർ സ്റ്റേജ്. അപ്പോൾ അടുത്തത് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. ബി, ഐഡന്റിഫൈ ബി. 1 2 3 4 5 6 7 8 8 ബ്ലാസ്റ്റോമിയർ ഉള്ള സ്റ്റേജ് ആണത്. 8 to 16 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിന് എന്താ വിളിക്കുക കുട്ടികൾ? അപ്പോൾ ബിയുടെ ആൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോറുല. 8 to 16 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിന് വിളിക്കുന്ന പേരാണ് മോറുല. അപ്പോൾ നമ്മുടെ ഫസ്റ്റിൻ്റെ ആൻസർ ആയി എ എന്താണ്? 2 എംബ്രിയോ അറ്റ് 2 സെൽ സ്റ്റേജ്, 2 ബ്ലാസ്റ്റോമിയർ സ്റ്റേജ് ആണ്. ബിയുടെ ആൻസറുമായി ബി മോറുലയാണ്. ക്ലിയർ? ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് പോകാം. അതിൻ്റെ ബി പാർട്ട്, ഇതിപ്പോൾ എ പാർട്ടായി. ബി പാർട്ട്, നെയിം ദ 2 type of cells found in the blastocyst. നമ്മൾ നേരത്തെ ചെയ്തല്ലോ, ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മൾ ചെയ്തു. ബ്ലാസ്റ്റോസിസ്റ്റിലെ 2 ടൈപ്പ് സെൽസ് ഏതൊക്കെയാ? ഒന്ന് ട്രോഫോബ്ലാസ്റ്റും, പിന്നെ പറഞ്ഞോളൂ, ഒന്ന് ട്രോഫോബ്ലാസ്റ്റ്, 2 ഇന്നർ സെൽ മാസ്. അല്ലേ? ഇതിലേതാ ട്രോഫോബ്ലാസ്റ്റ്? ഇതാണ് ട്രോഫോബ്ലാസ്റ്റ്. ഞാൻ മാർക്ക് ചെയ്യാം. ഇതാണ് ട്രോഫോബ്ലാസ്റ്റ്. ഈ പുറത്ത് കാണുന്നത് ട്രോഫോബ്ലാസ്റ്റ്, ഈ ഉള്ളിൽ കാണുന്നത് ഇന്നർ സെൽ മാസ്. എൻലാർജ് ചെയ്യാം. ഇതാ കാണുന്നില്ലേ? ട്രോഫോബ്ലാസ്റ്റ്. ദിസ് ഔട്ടർ ലെയർ, ഈ ഔട്ടർ ലെയർ സെല്ലാണ് ട്രോഫോബ്ലാസ്റ്റ്. ഇതാണ് ഇന്നർ സെൽ മാസ്, ഉള്ളിൽ കാണുന്ന ഇന്നർ സെൽ മാസ്. ട്രോഫോബ്ലാസ്റ്റ് ബിക്കം എ പാർട്ട് ഓഫ് പ്ലാസന്റ. ഇന്നർ സെൽ മാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്നർ സെൽ മാസ് ദാറ്റ് ബിക്കം ഫ്യൂച്ചർ എംബ്രിയോയി മാറും. നെക്സ്റ്റ്, വിച്ച് ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം? വിച്ച് ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം? നെയിം ഓഫ് ദ പ്രോസസ്. ഏത് ലെയറാണ് എൻഡോമെട്രിയം അറ്റാച്ച്ഡ്? ട്രോഫോബ്ലാസ്റ്റ്. അപ്പോൾ വിച്ച് ലെയർ? അപ്പോൾ നമ്മൾ സി ആൻസർ എഴുതുമ്പോൾ ഇതാണ് വിച്ച് ലെയർ അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം. അപ്പോൾ എഴുതണം ട്രോഫോബ്ലാസ്റ്റ് ആണ്. ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം. ട്രോഫോബ്ലാസ്റ്റ് ആണ് എൻഡോമെട്രിയമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. നെയിം ദ പ്രോസസ്. ആ പ്രോസസ്സിന് എന്താ വിളിക്കുന്നത്? That close attachment of embryo to the uterine walls, that process is called implantation എന്നാണ് എഴുതേണ്ടത്. ആ പ്രോസസ്സിൻ്റെ പേര്, നെയിം ദ പ്രോസസ്. ദാറ്റ് പ്രോസസ് ഈസ് ഇംപ്ലാന്റേഷൻ എന്നാണ് ആ പ്രോസസ്സിൻ്റെ പേര്. ഇംപ്ലാന്റേഷൻ ഈസ് ദ സൈൻ ഓഫ് പ്രഗ്നൻസി. ആ ലേഡി പ്രഗ്നൻ്റ് ആയി എന്നതിൻ്റെ സൈൻ കൂടിയാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. പല രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ മോറില മറക്കരുത്, ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ 2 ലെയേഴ്സ് മറക്കരുത്, ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും ഉണ്ടെന്ന് മറക്കരുത്. ട്രോഫോബ്ലാസ്റ്റ് പ്ലാസന്റയുടെ ഭാഗമായി മാറും, ഇന്നർ സെൽ മാസ് ഫ്യൂച്ചർ എംബ്രിയോ ആയിട്ട് മാറും. ആ അറ്റാച്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഓർ നിഡേഷൻ എന്ന വേറൊരു പേരുണ്ട്. യു സ്റ്റഡി ഇംപ്ലാന്റേഷൻ. ഓക്കെ. സോ നമ്മളിപ്പം 4 ചോദ്യങ്ങളാണ് ഏതിൽ നിന്ന് ചെയ്തത്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് ചെയ്തത്. അപ്പം നമ്മളിപ്പം ഇൻ എ സെൻസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ എല്ലാ ഏരിയയുമായിട്ട് കടന്നു പോയിട്ടുണ്ട്. ഒറ്റ ചോദ്യം നിങ്ങൾ ഈ ടേമിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കൊളസ്ട്രോം. എന്താണ് ഈ കൊളസ്ട്രോം? Colostrum is the initial milk, the milk produced during the initial lactation period, that is rich in nutrients, rich in antibodies. So a baby, an infant must have colostrum. Colostrum നിർബന്ധമായും കഴിച്ചിരിക്കണം. കുട്ടി ന്യൂ ബോൺ ആണ്, കുട്ടിക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി അമ്മയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ കൊളസ്ട്രം വഴി കുട്ടിക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, കൊളസ്ട്രത്തിലൊരു ആൻറ്റിബോഡി ഉണ്ട് കേട്ടോ, ആൻറ്റിബോഡി എ കാണും. അപ്പോൾ കൊളസ്ട്രം വഴി കുഞ്ഞിന് കിട്ടുന്ന അമ്മയുടെ ആൻറ്റിബോഡിയാണ് കൊളസ്ട്രത്തിൽ മിൽക്കിൽ കാണുന്നത്. ആ മിൽക്ക് ഉപയോഗിച്ച് കുഞ്ഞിന് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. പാസീവ് ഇമ്മ്യൂണിറ്റി, റെഡിമെയ്ഡ് ആൻറ്റിബോഡി ഉപയോഗിച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ കൊളസ്ട്രത്തെക്കുറിച്ച് ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകുന്നു, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ കുറച്ച് ചോദ്യങ്ങളിലേക്ക്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, disease or infections which are transmitted through sexual intercourse are called sexually transmitted diseases, STDs. STDs എന്ന് വിളിക്കും, അല്ലെങ്കിൽ VD, venereal disease എന്ന് വിളിക്കും, അല്ലെങ്കിൽ RTI, reproductive tract infection എന്നൊക്കെ വിളിക്കും. അപ്പോൾ ചോദിച്ചിരിക്കുന്നു, give any 2 examples of STD. STDസിന് 2 എക്സാമ്പിൾസ് എഴുതുക. STDസിന് എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് സിഫിലിസ് എഴുതാം, ഗൊണേറിയ എഴുതാം, ട്രൈക്കോമോണിയാസിസ് എഴുതാം, ജെനിറ്റൽ ഹെർപ്പിസ് എഴുതാം,
ജെനിറ്റൽ വാട്സ് എഴുതാം, ഇത്ര മതി. ഇനി ഇതിൻ്റെ കൂടെ HIV വരുന്നുണ്ട്, എയ്ഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി. പക്ഷേ HIV-യും ഹെപ്പറ്റൈറ്റിസ് ബിയും STDs മാത്രമല്ല, മറ്റു രീതിയിലൂടെയും പറയാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി പകരാം, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് STDsന് 2 എക്സാമ്പിൾസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിഫിലിസോ ഗൊനേറിയയോ ട്രൈക്കോമോണിയാസിസോ ജെനിറ്റൽ ഹെർപ്പിസോ ജെനിറ്റൽ വാട്സോ, ഇനിയുണ്ട് ക്ലമീഡിയാസിസ്, ക്ലമീഡിയ ട്രാക്കോമാറ്റിസ്, ക്ലമീഡിയാസിസ്, ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ബി പാർട്ട്, ഇതാണ് പേ പാർട്ട്. ഇനി ബി പാർട്ടിലേക്ക് പോകാം. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നു ലൈറ്റ് എനി 2 പ്രിവെന്റീവ് മെഷേഴ്സ് ടു അവോയ്ഡ് STDs. റൈറ്റ് എനി 2 പ്രിവെന്റീവ് മെഷേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എയ്ഡ്സിന്റെ പ്രിവെന്റീവ് മെത്തേഡ് തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഒന്നാമത്തെ പ്രിവെന്റീവ് മെത്തേഡ് ഒന്നാമത്തെ പ്രിവെന്റീവ് മെത്തേഡ് എന്താണ്? ഓൾവേസ് യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. യൂസ് ഓഫ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ് ഞാൻ എഴുതുന്നില്ല കേട്ടോ. 2, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. 3, അവോയ്ഡ് ഇൻട്രാവീനസ് മൾട്ടിപ്പിൾ പാർട്ട്നർ. അപ്പം കോണ്ടം, ഓൾവേസ് യൂസ് കോണ്ടംസ്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. 3rd one, ഇൻ കേസ് ഓഫ് സസ്പെക്ട് കൺസൾട്ട് എ ക്വാളിഫൈഡ് ഡോക്ടർ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. സസ്പെക്ട് തോന്നിക്കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏർലി ഡയഗ്നോസിസ്, കൺസൾട്ട് എ ഡോക്ടർ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ടെക്നിക്, ആൻഡ് ആൾസോ ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് STDs. ഈ ക്രിയേറ്റ് അവയർനെസ് നിങ്ങൾക്ക് എപ്പോഴും എഴുതാം. അണ്ടർസ്റ്റാൻഡ്? അപ്പം STDs പ്രിവെന്റ് ചെയ്യാനുള്ള 2 മെത്തേഡ്സും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് STDsന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Amniocentesis for sex determination is legally banned now. എന്താണ് ഈ amniocentesis? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ amniocentesis ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ amniocentesis ഒരു സെക്സ് ഡിറ്റർമിനേഷൻ, ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്കാണോ? ഫീറ്റസിന്റെ സെക്സ് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്കാണോ amniocentesis? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. കമോൺ. ആദ്യം മാത്രമാണ് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും is amniocentesis is a fetal sex determination technique? Yes or no പറഞ്ഞാൽ മതി. അല്ല. ഫീറ്റൽ പ്രീനേറ്റൽ, അത് ഓക്കെ. ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്ക് ആണോ അല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. കമോൺ. നോ, അല്ല. amniocentesis ഒരു ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്ക് അല്ല. അത് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. amniocentesis is a technique used to find out the genetic composition of the fetus, chromosomal pattern of the fetus. ഒരു ഫീറ്റസിന്റെ ജനിതക നിലവാരം, ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കാനുള്ള ടെക്നിക്കാണ് amniocentesis. കളക്ട് സം amniotic fluid by using microneedle, എന്നിട്ട് അതിൽ ഫീറ്റസിന്റെ സെൽസ് എടുത്തിട്ട് ക്രോമസോമൽ പാറ്റേൺ നോക്കിയിട്ട് ജെനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് amniocentesis. Now amniocentesis widely misused for fetal sex determination. ഇപ്പം amniocentesis വൈഡ് ആയിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. അതെന്തിന് വഴി തെളിയിക്കുന്നു? ഫീറ്റസ് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യയ്ക്ക് വഴി തെളിയിക്കുന്നു. അപ്പോൾ amniocentesis മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചോദ്യം, വാട്ട് ഈസ് amniocentesis? അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? വാട്ട് ഈസ് amniocentesis എന്ന് ചോദിച്ചാൽ എന്ന് എഴുതേണ്ടത്, amniocentesis is a technique used to identify the genetic makeup or chromosomal pattern of the fetus by collecting samples of amniotic fluid. Not amniocentesis. Amniocentesis is a technique used to find out the genetic makeup or chromosomal pattern of the fetus by analyzing or collecting sample of amniotic fluid. ഇതാണ് amniocentesis. Why it is banned? എന്തുകൊണ്ട് amniocentesis is banned? Now amniocentesis widely misused for fetal sex determination. Amniocentesis is widely misused for fetal sex determination that leads to female feticide. So it is banned. അതുകൊണ്ട് അത് ബാൻ ചെയ്യുന്നു. അത് ഫീമെയിൽ ഫീറ്റിസൈഡിന് വഴി തെളിയിക്കും. വെരി ഗുഡ്. ടു പ്രിവെന്റ് ഫീമെയിൽ ഫീറ്റിസൈഡ് ഇറ്റ് ഈസ് ബാൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ ഫ്രെയിം ചെയ്യുന്നത്. ഇസ് ഇറ്റ് ഓക്കെ? സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Diagnostic report of 2 couple having infertility problem are given below.
The woman cannot produce ovum. The man has very low sperm count in semen. Suggest a suitable assisted reproductive technology for each problem. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. A woman cannot produce ovum. ഒരു സ്ത്രീക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏത് ആർട്ട് ഉപയോഗിക്കുക? അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? GAFT, ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. നമുക്ക് വേഗം പോവാം. ഗിഫ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ that ovum is collected from a donor and transferred to the fallopian tube of the female. Gift ഉപയോഗിക്കാം. The man has very sperm count. അപ്പോൾ അയാൾക്ക് എന്ത് ഉപയോഗിക്കാം? AI എന്ന് വെച്ചാൽ artificial insemination. അപ്പോൾ ഈ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് 2 മാർക്ക്. ഗിഫ്റ്റും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സ്പേം കൗണ്ട് കുറഞ്ഞ ആൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ യൂസ് ചെയ്യാം, മറ്റേത് ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ യൂസ് ചെയ്യാം. അപ്പം നമ്മളിപ്പം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കഴിഞ്ഞു. നമ്മൾ ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ചില ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വേഗം കിടക്കാം. വെരി ഗുഡ്, അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ക്യാപിറ്റൽ ആർ ആൻഡ് വൈറ്റ് ഫ്ലവർ സ്മോൾ ആർ ബിയറിംഗ് പ്ലാന്റ്സ് ഓഫ് സ്നാപ് ഡ്രാഗൺ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ പ്രോബ്ലം ആണ് മക്കളെ. സ്നാപ് ഡ്രാഗൺ പ്രൊഡ്യൂസ് ഓൾ പ്ലാന്റ്സ് വിത്ത് പിങ്ക് ഫ്ലവേഴ്സ് ഇൻ F1 ജനറേഷൻ. അല്ലേ, റെഡും വൈറ്റും ക്രോസ് ചെയ്തപ്പോൾ പിങ്ക് ആണ് ഉണ്ടായത്. ഈ പിങ്ക് ഫ്ലവർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ ചോദ്യം ഇതാണ്, നെയിം ദ ജനറ്റിക് ഫിനോമിന ഓഫ് ദിസ് ക്രോസ്. ഏതാണ് ജനറ്റിക് ഫിനോമിന? നമുക്കറിയാം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇനി പറയുന്നില്ല, അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇലസ്ട്രേറ്റ് F2 ജനറേഷൻ ഓഫ് ദ ക്രോസ് യൂസിങ് പണ്ണറ്റ് സ്ക്വയർ. F2 ജനറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ F1 എന്ന് തുടങ്ങണം. F2 ജനറേഷൻ ചോദിക്കുക. F1 ഇതാണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. റെഡ് ഫ്ലവർ ക്യാപിറ്റൽ ആർ റെഡും, വൈറ്റ് സ്മോൾ ആർ, റെഡ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിൻ്റെ രണ്ടിൻ്റെ കുട്ടിയാണ് F1 കേട്ടോ. F2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ F1-ന് സെൽഫിങ് നടത്തുന്നു. F1-നെ സെൽഫിങ് നടത്തുമ്പോൾ ഗ്യാമീറ്റ് വേണം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇവിടെയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ചെക്കർ ബോർഡ് വരയ്ക്കാൻ, ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പണ്ണറ്റ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പണ്ണറ്റ് സ്ക്വയർ വരയ്ക്കുന്നു. ഗ്യാമീറ്റ് എഴുതുന്നു. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ക്യാപിറ്റൽ ആർ റെഡ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക്, സ്മോൾ ആർ വൈറ്റ്. ഇത്ര എഴുതിയാൽ മതി. പണ്ണറ്റ് സ്ക്വയർ. ഇലസ്ട്രേറ്റ് F2 ക്രോസ് ഇലസ്ട്രേറ്റ്. ഇനി ആ വാല്യുവേഷൻ ക്യാമ്പിൽ ആളെ ഒന്നങ്ങോട്ട് വാല്യൂ ചെയ്യുന്ന ടീച്ചറെ ഒന്നങ്ങോട്ട് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 എന്ന് വെച്ചാൽ 1/4, 1/2, 1/4. ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1. ഇതാണ് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞ കാര്യം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ സ്നാപ് ഡ്രാഗണിന്റെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അടുത്ത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെറ്ററോഗ്യാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റി. എന്താണ് മെയിൽ ഹെറ്ററോഗ്യാമിറ്റി? സെക്സ് ഡിറ്റർമിനേഷൻ എന്താ? മെയിൽ ഹെറ്ററോഗ്യാമിറ്റി ആദ്യം വെരി ഗുഡ് റേഷ്യോ ഒക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യം മെയിൽ ഹെറ്ററോഗ്യാമിറ്റി മീൻസ് മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ്. അപ്പം മെയിൽ ഹെറ്ററോഗ്യാമിറ്റി. അപ്പം നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണം? മെയിൽ heterogamy, female heterogamy. ഞാൻ വേഗം എഴുതിയിട്ട് heterogamy. എന്താ മെയിൽ ഹെറ്ററോഗ്യാമിറ്റി? മെയിൽ ഹെറ്ററോഗ്യാമിറ്റി മീൻസ് മെയിൽ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് gametes. ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റി എന്ന് പറഞ്ഞാൽ സെയിം, ഫീമെയിൽ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ്. ഇനി ചോദിക്കുന്നു, റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. എക്സാമ്പിൾ മെയിൽ ഹെറ്ററോഗ്യാമിറ്റിക് എക്സാമ്പിൾ ആണ്. ഹ്യൂമൻ എഴുതാം, അല്ലെങ്കിൽ ഡ്രോസോഫിൽ എഴുതാം, അല്ലെങ്കിൽ ഗ്രാസ്ഹോപ്പർ എഴുതാം. ഏതാ? ഹ്യൂമൻ ബീയിങ്സിൽ XX XY എന്ന് വെച്ചാൽ ഫീമെയില് XX ആണ്, മെയില് XY ആണ്. ഫീമെയിൽ ഒറ്റ ടൈപ്പ് എഗ് ഉണ്ടാക്കും, XL എഗ്. മെയിൽ 2 ടൈപ്പ് സ്പേം ഉണ്ടാക്കും, X ഉള്ള സ്പേമും Y ഉള്ള സ്പേമും ഉണ്ടാക്കും. ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റിക് എക്സാമ്പിൾ ഒറ്റ എക്സാമ്പിളേ നമ്മൾ പഠിക്കുന്നുള്ളൂ, ബേർഡ്സ് അല്ലെങ്കിൽ ഫൗൾസ്, കോഴികൾ. ഏതാ മെക്കാനിസം? ZZ ZW. ഇവിടെ മെയിലാണ് ZZ, മെയിൽ ZZ, ഫീമെയിലാണ് ZW. മെയിൽ ഒറ്റ ടൈപ്പ് സ്പേം ഉണ്ടാക്കും, Z ഉള്ള സ്പേം. ഫീമെയിൽ 2 ടൈപ്പ് X ഉണ്ടാക്കും, Z ക്രോമസോമുള്ളേക്കും W ക്രോമസോമുള്ളേക്കും. ഇതാണ് ഫീമെയിൽ ഹെറ്ററോഗ്യാമിറ്റി. അങ്ങനെ റൈറ്റ് 1 എക്സാമ്പിൾ. എക്സാമ്പിൾ പറയുമ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഹ്യൂമൻ ബീയിങ്സ് ഡ്രോസോഫില ക്രോസിൻ്റെ ഒന്നും ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നിങ്ങൾക്ക് ഫുൾ എക്സാമ്പിൾ.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്, നമ്മൾ നേരത്തെ ചെയ്യാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കുട്ടികൾ ചെയ്യുന്നുണ്ട്. ദെൻ micrograph of red blood cells of two persons A and B are shown below. Person B is affected with a specific genetic disorder. ഇങ്ങനെ ഒരു ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് ഏതിനാണ്? സിക്കിൾ സെൽ അനീമിയയിലാണ്. സിക്കിൾ സെൽ അനീമിയയിൽ നോർമൽ ആയിട്ടുള്ള റൗണ്ട് ആൻഡ് ബൈകോൺകേവ് ആർ ബി സി, ഇതാണ് നോർമൽ ആർ ബി സി, റൗണ്ട് ആയിട്ടുള്ള ബൈകോൺകേവ് ആർ ബി സി ഇതാ സിക്കിൾ ഷേപ്പിലേക്ക് ഇങ്ങോട്ട് ചുരുണ്ടു പോകുന്നു. ഇതിന് കാരണം എന്താണ്? ഹിമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിൽ, ഹിമോഗ്ലോബിൻ്റെ 4 ചെയിൻസ്, 2 ആൽഫ 2 ബീറ്റ, അതിൽ ബീറ്റ ചെയിനിൻ്റെ 6th പൊസിഷനിൽ ഒരു നോർമലായ ആൾക്ക് ഗ്ലൂട്ടാമിക് ആസിഡാണ് ഉണ്ടാവുക. ആ ബീറ്റ ചെയിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ചോദ്യം, ഐഡന്റിഫൈ ദ ജനറ്റിക് ഡിസോർഡർ. അപ്പോൾ ജനറ്റിക് ഡിസോർഡർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, സിക്കിൾ സെൽ അനീമിയ. അത് സിക്കിൾ സെൽ അനീമിയ. റൈറ്റ് റീസൺ ഫോർ ദിസ് ഡിസോർഡർ. ഇതിനുള്ള കാരണം എന്താണ്? റീസൺ ചോദിച്ചിരിക്കുന്നു, ജീൻ മ്യൂട്ടേഷൻ ആണ്. ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷൻ. ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷൻ. എന്താണ് ഈ പോയിന്റ് മ്യൂട്ടേഷൻ? ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ, ഒരു ബേസ് പെയർ മാത്രം മാറുന്നത്. അത് ഡെലീഷൻ ആവാം, ഇൻസേർഷൻ ആവാം, സബ്സ്റ്റിറ്റ്യൂഷൻ ആവാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഐഡന്റിഫൈ ഡിസോർഡർ സിക്കിൾ സെൽ അനീമിയ, റൈറ്റ് ദ റീസൺ. എന്താ? ജീൻ മ്യൂട്ടേഷൻ ഓർ പോയിന്റ് മ്യൂട്ടേഷൻ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ജീൻ മ്യൂട്ടേഷൻ ഓർ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? GAG എന്ന കോഡോൺ GUG ആയി മാറും. GAG ആണ് ഹിമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം GUG വരുമ്പോൾ 6th പൊസിഷനിൽ ഏത് വരും? വാലിൻ വരും. അതുകൊണ്ട് ആ ഹിമോഗ്ലോബിൻ അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ ഹിമോഗ്ലോബിൻ പോളിമറൈസ് ചെയ്യും, ഷേപ്പ് ഓഫ് RBC സിക്കിൾ ഷേപ്പിലേക്ക് മാറും. ഇതാണ് സിക്കിൾ സെൽ അനീമിയ. ഇനി ഇത് വേറെ രീതി ചോദിക്കും. അതിൽ ആ ബീറ്റ ചെയിനിൻ്റെ അമിനോ ആസിഡ് ചോദിക്കും. 1 2 3 4 5 6th അമിനോ ആസിഡ് ചോദിക്കും. ഇത് ഫസ്റ്റ് അമിനോ ആസിഡ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th. അതൊരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ 6th 7th വരെ എഴുതാം. 7th വരെ. നോർമൽ പേഴ്സൺ ആണെങ്കിൽ 6th ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരിക്കും. എന്നാൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്ക് 6th ഏതായിരിക്കും? വാലിൻ ആയിരിക്കും. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്ന നല്ലതാണ്. വാലിൻ, ഹിസ്റ്റിഡിൻ, ലൂസിൻ, ത്രിയോണിൻ, പ്രോലിൻ, ഗ്ലൂട്ടാമിക് ആസിഡ് അങ്ങനെയുണ്ട് അത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. എന്തായാലും 6th പൊസിഷൻ മാത്രം ഓർത്ത് വയ്ക്കുക. നോർമൽ ഹിമോഗ്ലോബിൻ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ്, ഇവിടെ വാലിൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് സിക്കിൾ സെൽ അനീമിയയുടെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് ക്രോസ് ബിറ്റ്വീൻ ഹെറ്ററോസൈഗസ് ഡോമിനന്റ് പ്രോജനി, ഹോമോസൈഗസ് റെസസീവ് പാരന്റ്. ആൻസർ ദ ഫോളോയിങ്. നോക്കൂ, ക്യാപിറ്റൽ W, സ്മോൾ w വയലറ്റ് ഫ്ലവർ ആണ്. അതിനെ സ്മോൾ w വൈറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്യുന്നു. 15% അല്ല ഇത് വരിക, 50 ആണ് കേട്ടോ. ഇത് ഇവിടെ തെറ്റുണ്ട്. 50% ആണ്, ഇത് 50% ആണ്. അപ്പോൾ 50% ക്യാപിറ്റൽ W സ്മോൾ w വയലറ്റ് വരും, 50% സ്മോൾ w വൈറ്റ് വരും. ഇത് ഏത് ക്രോസാ? ഒരു ഹെറ്ററോസൈഗസിനെ റെസസീവ് പാരന്റുമായി ക്രോസ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ ക്രോസ്. ഈ ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുന്നത്. മെൻഡൽ എന്തിനാണ് ടെസ്റ്റ് ക്രോസ് കണ്ടെത്തിയത്? ടു ഐഡന്റിഫൈ ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് dominant progenies in the unknown genotype. Mention the significance of this cross. എന്താണ് ഈ ക്രോസിന്റെ പ്രാധാന്യം? എന്തിനാണ് ഈ ക്രോസ്? To identify the unknown genotype of F2 അല്ലെങ്കിൽ F1 dominant progenies. ആ ഡോമിനന്റ് പ്രോജനീസിന്റെ അൺനോൺ ജീനോടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുവാനാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയത് ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഇത് നോക്കിക്കോളൂ, ക്യാപിറ്റൽ T സ്മോൾ t വേഴ്സസ് സ്മോൾ t. ഈ ക്രോസ് എന്ത് തന്നെയാണ്? ടെസ്റ്റ് ക്രോസ് ആണ്. അപ്പോൾ അവിടെ 1:1 റേഷ്യോ കിട്ടും. മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണ്. എന്തിനാണ് ടെസ്റ്റ് ക്രോസ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് ദ ഡോമിനന്റ് പ്രോജനി. ഈ ഡോമിനന്റ് പ്രോജനിയുടെ അൺനോൺ ജീനോടൈപ്പ് കാണാം. ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഈ ഫിഗർ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. നമ്മൾ ലിങ്കേജിനെ കുറിച്ച് സംസാരിക്കാനാണ് എഴുതിയിരിക്കുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രോമസോം മാപ്പ് ഓഫ് ഡ്രോസോഫില ഈസ് ഗിവൺ ബിലോ. ഇത് ഡ്രോസോഫിലയുടെ X ക്രോമസോമാണ്.
അതിൽ ജീനുകളുണ്ട് YW, WM. Y എന്തിൻ്റെയാ? യെല്ലോ ബോഡിയാണ്. വൈറ്റ് എന്താണ്? വൈറ്റ് ഐ ആണ്. എം എന്താ? മിനിയേച്ചർ വിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈയും ഡബ്ല്യുവും വളരെ അടുത്താണ്. അവ തമ്മിൽ 1.3% റീകോമ്പിനേഷനാണ് കാണുന്നത്. ഡബ്ല്യുവും എമ്മും അകലത്തിലാണ്, 37.2% റീകോം. ഇത് ക്രോസ് 2 ആണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വൈയും ഡബ്ല്യുവും ക്ലോസ് ലിങ്കേജിലാണ്, എന്നാൽ ഡബ്ല്യു എമ്മും ലൂസ് ലിങ്കേജിലാണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എ, വിച്ച് ജീൻസ് ആർ മോർ ലിങ്ക്ഡ്? ഏത് ജീൻസ് ആണ് മോർ ലിങ്ക്ഡ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം Y and W ആണ് മോർ ലിങ്ക്ഡ്. വിച്ച് ജീൻസ് ആർ മോർ ലിങ്ക്ഡ് എന്ന് ചോദിച്ചാൽ Y and W ആർ മോർ ലിങ്ക്ഡ്. ഹൂ മാപ്ഡ് ക്രോമസോം ഫസ്റ്റ്ലി? അപ്പോൾ ഞാൻ നിൽക്കട്ടെ, ആ ചോദ്യത്തിൻ്റെ ആൻസർ പറഞ്ഞു. അപ്പോൾ എന്താണ് ലിങ്കേജ്? ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഇൻ എ ക്രോമസോം. ഒരു ക്രോമസോമിൽ ജീനുകൾ അടുത്ത് നിൽക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിങ്കേജ്. ആരാണ് ലിങ്കേജ് കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ TH മോർഗൻ ആണ്. തോമസ് ഹണ്ട് മോർഗൻ ആണ് ലിങ്കേജ് കണ്ടെത്തുന്നത്. അതിന് അദ്ദേഹം യൂസ് ചെയ്തത് ഡ്രോസോഫില മെലാനോഗാസ്റ്ററിനെയാണ്. ഇതിനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. 2 ടൈപ്പ് ലിങ്കേജ് ഉണ്ട്, ക്ലോസ് അല്ലെങ്കിൽ ടൈറ്റ് ലിങ്കേജ്. എന്ന് വെച്ചാൽ ജീൻസ് ആർ വെരി ക്ലോസ്. അപ്പോൾ ജീനുകൾ വളരെ ക്ലോസ് ആകുമ്പോൾ അവ തമ്മിൽ ഇൻഡിപെൻഡൻറ്റ് സെഗ്രിഗേഷൻ സാധ്യമല്ല. സോ ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസിൽ റീകോമ്പിനേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും ലിങ്കേജും റീകോമ്പിനേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ്, ജീനുകൾ അകലത്തിലാണെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യാം? ക്രോസ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യാം, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കാം. സോ ലൂസ് ലിങ്കേജിൽ റീകോമ്പിനേഷന്റെ ചാൻസ് കൂടുതലായിരിക്കും. അതാണ് ഇവിടെ ക്ലോസ് ലിങ്കേജിൽ 1.3% കുറവ് റീകോമ്പിനേഷൻ, ലൂസ് ലിങ്കേജിൽ കൂടുതൽ റീകോമ്പിനേഷൻ. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹൂ മാപ്ഡ് ക്രോമസോം ഫസ്റ്റ്ലി? ആരാണ് ആദ്യമായി ക്രോമസോം മാപ്പ്, ജീൻ മാപ്പ് ഉണ്ടാക്കിയത്? സ്റ്റുഡന്റ് ഓഫ് മോർഗൻ ആണ്, ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ്. റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയെ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയി പരിഗണിച്ചിട്ട് ആദ്യത്തെ ക്രോമസോം മാപ്പ് അല്ലെങ്കിൽ ജീൻ മാപ്പ് പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ്. ഹി പ്രപ്പോസ് ദ ഫസ്റ്റ് ജീൻ മാപ്പ്. അടുത്ത്, ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ. വൈ? ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകൾ ഇവർ രണ്ടുപേരും ലോ റീകോമ്പിനേഷനാണ് കാണിക്കുന്നത്. വൈ? കാരണം ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്ന് വെച്ചാൽ അതിൻ്റെ റീസൺ, tightly linked genes, they not segregate independently, so chance of crossing over is less. Appa tightly linked genes show low recombination. Why? Linkage and recombination inversely proportional aanu. They not segregate independently. ആ 2 ജീനുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യില്ല. സോ ചാൻസ് ഓഫ് ക്രോസിംഗ് ഓവർ ഈസ് ലെസ്. ക്രോസിംഗ് ഓവർ കുറവായിരിക്കും, അതുകൊണ്ട് റീകോമ്പിനേഷനും കുറവായിരിക്കും. ഇതാണ് ആൻസർ. ഇതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ ഇത് നല്ലൊരു ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതിൽ നിന്നുള്ളതാണ്? ലിങ്കേജിൻ്റെ ഭാഗം. ഓക്കെ, മക്കളെ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, മോളിക്യുലാർ ബേസിസിലേക്ക്. എല്ലാവരും ഉഷാറാണോ? അപ്പൊ അടുത്തത് മോളിക്യുലാർ ബേസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ഥിരം ചോദിക്കാറുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇസ് ഗിവൺ. 2 മാർക്കാണ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് നിങ്ങൾക്കറിയാം, പ്രൊമോട്ടർ ഉണ്ട്, ഇത് ടെർമിനേറ്റർ, എ ടെർമിനേറ്റർ ആണ്. പ്രൊമോട്ടറുടെ ഓപ്പോസിറ്റ് ടെർമിനേറ്റർ ആണ്. ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്. അപ്പോൾ നോക്കാം. ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്ട് എ ആൻഡ് ബി. എ ടെർമിനേറ്റർ ആണ്, ബി കോഡിംഗ് സ്ട്രാൻഡ് ആണ്. അപ്പോൾ ഇത് ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എങ്ങനെ മനസ്സിലാക്കാം? പ്രൊമോട്ടറുടെ ഭാഗത്ത് കാണുന്ന 3', പ്രൊമോട്ടറുടെ ഭാഗത്ത് കാണുന്ന 3' ഉള്ളത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. പ്രൊമോട്ടറുടെ ഭാഗത്ത് കാണുന്ന 5' ഉള്ളതാണ് കോഡിംഗ് സ്റ്റാൻഡ്. ഈ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, ദാറ്റ് നോട്ട് കോഡ് ഫോർ എനിത്തിങ്. അതൊന്നിനെയും കോഡ് ചെയ്യുന്നില്ല. അപ്പോൾ എ ടെർമിനേറ്റർ, ബി കോഡിംഗ് സ്റ്റാൻഡ്. ദെൻ
റൈറ്റ് ദ റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ റോൾ എന്താണ് ചോദിക്കും. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ റോൾ ആണ് അതിന്റെ ആൻസർ ചെയ്തു. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കോഡ് ഫോർ mRNA, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അണ്ടർഗോ ട്രാൻസ്ക്രിപ്ഷൻ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അണ്ടർഗോ ട്രാൻസ്ക്രിപ്ഷൻ, ഇറ്റ് കോഡ് ഫോർ mRNA. അതാണ് mRNA ആയിട്ട് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ റോൾ, റൈറ്റ് ദ റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് ചോദിച്ചാൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇസ് ദ സ്ട്രാൻഡ്. ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ ഡബിൾ സ്ട്രാൻഡ് DNA ഒരു സ്ട്രാൻഡ് മാത്രമേ കോപ്പി ചെയ്യുന്നുള്ളൂ. ആ സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ അത് കോഡ് ഫോർ mRNA ഡയറക്റ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇറ്റ് അണ്ടർഗോ ട്രാൻസ്ക്രിപ്ഷൻ, ദാറ്റ് കോഡ് ഫോർ. അപ്പോൾ ഈ ഭാഗത്ത് എന്താ വിളിക്കുന്നത്? ഈ ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. പ്രൊമോട്ടർക്കും ടെർമിനേറ്റർക്കും ഇടയിലുള്ള ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് നല്ലൊരു ചോദ്യമാണ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ്, ഞാനിതാ ഒരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് എഴുതുന്നു. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ലാക്ക് ഓപ്പറോൺ. ആരാണ് കുട്ടികളെ ഓപ്പറോൺ കണ്ടെത്തിയ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? ഓപ്പറോൺ ഐഡന്റിഫൈ ചെയ്തത് ജേക്കബ് ആൻഡ് മൊണാഡ് എന്ന സയന്റിസ്റ്റുകൾ. ഫ്രാങ്കോയിസ് ജേക്കബും ജാക്ക് മൊണാഡുമാണ്. ലാക്ക് ഓപ്പറോൺ എന്ന് വെച്ചാൽ ഓപ്പറോൺ വിച്ച് കൺട്രോൾ ലാക്ടോസ് മെറ്റബോളിസം ഇൻ ഇക്കോളൈ ബാക്ടീരിയ. ഇക്കോളൈ ബാക്ടീരിയ ലാക്ടോസ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഇതിനെയാണ് ഓപ്പറോൺ. എന്താണ് ഈ ഓപ്പറോൺ? ഓപ്പറോൺ എന്ന് വെച്ചാൽ പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ റെഗുലേറ്റഡ് ബൈ എ കോമൺ പ്രൊമോട്ടർ ആൻഡ് എ റെഗുലേറ്റർ ജീൻ. ഒരു പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീനാണ് റെഗുലേറ്റഡ്. ആ ലാക്ക് ഓപ്പറോൺ എന്ന പാരഗ്രാഫ് എടുക്കുക ടെക്സ്റ്റ് ബുക്കിൽ. ലാക്ക് ഓപ്പറോൺ എന്ന പാരഗ്രാഫിന്റെ 4ാമത്തെ വരിയിലേക്ക് പോയാൽ കാണാം. പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ റെഗുലേറ്റഡ് ബൈ എ കോമൺ പ്രൊമോട്ടർ ആൻഡ് ആൻ ഓപ്പറേറ്റർ ജീൻ. അപ്പോൾ ഇവിടെ കാണാം റൈറ്റ് ഒരു ലാക്ക് ഓപ്പറോണിൽ എന്തൊക്കെയുണ്ട്? ലാക്ക് ഓപ്പറോണിൽ ഈ ഐ എന്ന് കാണുന്നത് ആരാ? റെഗുലേറ്റർ ജീനാണ്. പി കാണുന്നത് പ്രൊമോട്ടറാണ്. ഒ ഓപ്പറേറ്ററാണ്. പിന്നെ 3 സ്ട്രക്ചറൽ ജീൻ, 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്, ZYA. അപ്പോൾ ചോദ്യം ഇതാണ്, റൈറ്റ് ദ നെയിം ഓഫ് എൻസൈംസ് ലേബിൾഡ് ABC. ABC Z ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് A, Y ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് B, C ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് C. A ഏതാണ്? Z ജീൻ പ്രൊഡ്യൂസ് എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ്. ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നതാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. Y ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന B ആണ് പെർമിയേസ്. പെർമിയേസിന്റെ ഫംഗ്ഷൻ എന്താ? ഇൻക്രീസ് പെർമിയബിലിറ്റി ഓഫ് സെൽ ടു ലാക്ടോസ്. ലാക്ടോസ് എന്ന ബീറ്റാ ഗാലക്ടോസൈഡ്. ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് സെൽ ടു ബീറ്റാ ഗാലക്ടോസൈഡ് എന്ന് വെച്ചാൽ ബീറ്റാ ഗാലക്ടോസൈഡ് എന്ന ലാക്ടോസിന്റെ പെർമിയബിലിറ്റി കൂട്ടുക സെല്ലിന്. സി എന്ന് പറഞ്ഞിരിക്കുന്നത് A ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് ട്രാൻസ് അസറ്റിലേസ്. അപ്പൊ നമ്മൾ എയുടെ ക്വസ്റ്റ്യൻ ചെയ്യും, വിച്ച് ആക്ട് ആസ് ഇൻഡ്യൂസർ ഇൻ ലാക്ക് ഓപ്പറോൺ. ഈ ലാക്ക് ഓപ്പറോണിൽ ഇൻഡ്യൂസർ ആരാണ്? ഇവിടെ നോക്കാം, ഇവിടെ ഇൻഡ്യൂസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഇൻഡ്യൂസർ എന്താ ചെയ്യുന്നത്? ഇൻഡ്യൂസർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസ് ആണ് ഇവിടെ ഇൻഡ്യൂസർ. ഇതിപ്പോൾ ലാക്ക് ഓപ്പറോൺ ഫംഗ്ഷനിലാണ്. ലാക്ടോസ് ഈസ് ദ ഇൻഡ്യൂസർ. അപ്പോൾ ഹു ഈസ് ദ ഇൻഡ്യൂസർ എന്ന് ചോദിച്ചാൽ ലാക്ടോസ്. ലാക്ടോസിന്റെ പ്രസൻസിലാണ് ആ ജീൻ സ്വിച്ച്ഡ് ഓൺ ആകുന്നത്. കാരണം ലാക്ടോസ് എന്ത് ചെയ്യും? ഈ ഐ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റിപ്രസർ പ്രോട്ടീൻ. ഇത് റിപ്രസറാണ്. ഈ ലാക്ടോസ് റിപ്രസറിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ റിപ്രസർ എന്താവും? ഇനാക്റ്റീവ് റിപ്രസർ ആവും. ഇനാക്റ്റീവ് റിപ്രസർക്ക് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ലാക്ടോസിന്റെ ആബ്സെൻസിൽ എന്താ സംഭവിക്കുന്നറിയോ? ലാക്ടോസിന്റെ ആബ്സെൻസ് ഇവിടെ നോക്കുക, ഈ റിപ്രസർ പ്രോട്ടീന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഈ പരിപാടി ഒന്നും നടക്കില്ല, ജീൻ സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പോൾ ആ രണ്ട് ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കണം. റെഗുലേഷൻ ഓഫ് ലാക്ക് ഓപ്പറോൺ, ഫസ്റ്റ് ഫിഗർ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്. ഇത് പ്രസൻസ് ഓഫ് ലാക്ടോസിലാണ് ഈ ചിത്രം. ആബ്സെൻസ് ഓഫ് ലാക്ടോസിന് എന്താ ചെയ്യുക? ഈ റിപ്രസർ പ്രോട്ടീന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്റർ കയറിയിട്ടാണ് ബൈൻഡ് ചെയ്യും. ഇത് അതല്ല കാണിച്ചിരിക്കുന്നത്. ഇത് റെഗുലേഷൻ ഇൻ ദ പ്രസൻസ് ആണ്. അവിടെ ഇൻഡ്യൂസർ ലാക്ടോസ് മോളിക്യൂൾ ആണ്. ലാക്ടോസ് മോളിക്യൂൾ ബൈൻഡ് ചെയ്യും, റിപ്രസർ ഇനാക്റ്റീവ് ആകും. ഇനാക്റ്റീവ് റിപ്രസർ ആയി. അണ്ടർസ്റ്റുഡ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് ലാക്ക് ഓപ്പറോൺ. അണ്ടർസ്റ്റാൻഡ്? യെസ്, ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇത് ഇതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. ഇതേപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതേപോലെ മതി, ഇത്ര തന്നെ മതി. ABC, A ബീറ്റാ ഗാലക്ടോസിഡേസ്, P പെർമിയേസ്, C ട്രാൻസ് അസറ്റേസ്, B വിച്ച് ഈസ് ആക്ട് ആസ് എ B എഴുതുക ലാക്ടോസ്. ഇത്ര മതി, കൂടുതലൊന്നും ചെയ്യണ്ട. ഓക്കെ, നെക്സ്റ്റ് 15. ഇൻ എ സെൽ Euchromatin and heterochromatin can be observed under microscope. Distinguish between euchromatin and heterochromatin. ഇനി ഞാൻ പറയണോ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. എന്താ യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ? പറഞ്ഞോളൂ. യൂക്രോമാറ്റിൻ ഇപ്പം എഴുതി വെച്ചത് വേണോ? ഞാൻ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് എവിടെയാണെന്ന് ഓർക്കുന്നില്ല. യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ, ആ പേജ് യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ ഏതോ ഒരു പേജ്, യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ് ആണ്, ലൈറ്റ് സ്റ്റെയിൻഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. ഹെറ്ററോക്രോമാറ്റിൻ ഡെൻസ്ലി പാക്ഡ്, ഡാർക്ക് സ്റ്റെയിൻഡ്, ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് ആൾസോ ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് കൊടുക്കുന്നു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഡയഗ്രാം റെപ്രസെന്റ് DNA റിപ്ലിക്കേഷൻ പ്രോസസ്. DNA റിപ്ലിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. 5-3- ഇങ്ങനെയുണ്ട്. റീഡ്രോ ദ ഡയഗ്രാം, റെക്ടിഫൈ എനി മിസ്റ്റേക്സ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടിന്യൂസ് സിന്തസിസ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തെറ്റാണ്. കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് വരയ്ക്കാം. അതേ സ്ട്രാൻഡ് ഇങ്ങനെ വരയ്ക്കുന്നു. നമ്മൾ 3', 5', അടുത്തത് 3', 5'. ഓക്കെ. ഇനി കണ്ടിന്യൂസ് സിന്തസിസ് എങ്ങനെയായിരിക്കണം? 3', 5' പൊളാരിറ്റി മറക്കരുത് കേട്ടോ. 5 നിന്ന് 3ലേക്ക് കണ്ടിന്യൂസ്, 5 നിന്ന് 3ലേക്ക്. ഡിസ്കണ്ടിന്യൂസും അതുപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കണം. 5 നിന്ന് 3, 5 നിന്ന് 3, 3, 5', 3'. ഇതാണ് ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ റീഡ്രോ ചെയ്തു. അപ്പോൾ നിങ്ങൾ റീഡ്രോ ചെയ്തു, ഇനി മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കരത്തി. അപ്പോൾ ഇങ്ങനെ റീഡ്രോ ചെയ്ത് വരയ്ക്കണം ആദ്യം. ഓക്കെ. അപ്പോൾ റീഡ്രോ നമ്മൾ ചെയ്തു. അടുത്തത്, നെയിം ദ 2 എൻസൈം ഇൻവോൾവ് ഇൻ DNA റിപ്ലിക്കേഷൻ പ്രോസസ്. DNA റിപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഈ 2 എൻസൈമുകളുടെ പേരാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ DNA റിപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന 2 എൻസൈം ഞാൻ ഇപ്പുറത്ത് എഴുതുന്നു. ആ 2 എൻസൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 എൻസൈമിൽ ഒന്നാമത്തെ എൻസൈമാണ് DNA പോളിമറേസ്. ഇതാണ് പുതിയ സ്ട്രാൻഡ് നിർമ്മിക്കുന്നത്, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് എൻസൈം. രണ്ടാമത്തെ എൻസൈം നിങ്ങൾക്കറിയാം, ഇതാ ഈ ഡിസ്കണ്ടിന്യൂസ് ഫ്രാഗ്മെന്റ്സിന്, ഈ ഡിസ്കണ്ടിന്യൂസ് ആയ ഫ്രാഗ്മെന്റ്സിന് എന്താ വിളിക്കുക? ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാ വിളിക്കുക. കേട്ടിട്ടുണ്ടല്ലോ? ആ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ആകെ 16 ആളുകൾ. നിർത്തിപ്പോടാ, ഇത് നിനക്കുള്ള ക്ലാസ് അല്ല. ഓക്കെ, ഈ 16 ആൾക്കുള്ള ക്ലാസ് ആണ്. മനസ്സിലായോ? ഞാൻ പൊതുവെ ക്ലാസ്സിൽ വിളിക്കുന്ന ഡാഷ് ഇപ്പോൾ പറയുന്നില്ല, നിർത്താൻ സൗകര്യമില്ല. ഓക്കെ. അപ്പോൾ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആണ്. ഈ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ ഒരു എൻസൈം വേണം. ദാറ്റ് ഈസ് DNA ലിഗേസ് എൻസൈം. അപ്പോൾ ഈ 2 എൻസൈമാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 2 എൻസൈമിന്റെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ വേണമെങ്കിൽ എഴുതാം, മറ്റൊന്നുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എൻസൈം. ഹെലിക്കേസ് എൻസൈം. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എൻസൈം ഹെലിക്കേസ് എൻസൈംസ് കാണും. അണ്ടർസ്റ്റാൻഡ്? അപ്പം ഇതോടെ ഈ 2 ക്വസ്റ്റ്യനും നമുക്ക് 3 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഒന്ന് റീഡ്രോ ചെയ്യുക, മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഒന്ന് റീഡ്രോ ചെയ്യുക, മറ്റൊന്ന് ആ 2 എൻസൈമിന്റെ പേര് വെക്കണം. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്, then DNA ലിഗേസ് എൻസൈം. അണ്ടർസ്റ്റുഡ്? Then next 17ാമത്തെ ചോദ്യം. Transcription of eukaryote is more complicated than that of prokaryote. Eukaryotic transcription prokaryotic complicated. എന്താ കാരണം? കാരണം യൂക്യാരിയോട്ടിൽ സ്പ്ലിറ്റ് ജീനാണ്. യൂക്യാരിയോട്ടിൽ സ്പ്ലിറ്റ് ജീൻ എന്ന് വെച്ചാൽ അവിടെ കോഡിംഗ് സീക്വൻസസ് എക്സോൺസിനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് നോൺ കോഡിംഗ് സീക്വൻസ് ഇങ്ങനെയായിരിക്കും. ഇത് എക്സോൺ ആരാണ്? കോഡിംഗ് സീക്വൻസുകൾ ഉണ്ടായിരിക്കും. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻട്രോണുകൾ കാണും. പഠിച്ചു വെച്ച മക്കളെ, ഇൻട്രോൺ നോൺ കോഡിംഗ് സീക്വൻസസ് ആണ്. ഓക്കെ. അപ്പം ഇൻട്രോൺസ് നോൺ കോഡിംഗ് സീക്വൻസസ് ആണ്. ശ്യാം, അതിനൊന്നും കമന്റ് ചെയ്യണ്ട. ഈ അൺനോൺ എന്ന് പറയുമ്പോൾ തന്നെ അവന് പേഴ്സണാലിറ്റി ഇല്ല എന്നല്ലേ അർത്ഥം. നോൺ പേഴ്സൺസ് എന്തെങ്കിലുമൊക്കെ എഴുതുമല്ലോ.
അവൻ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ, തലയ്ക്കോളമില്ലാത്തവരാണ്. പോട്ടെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. വിദ്യാഭ്യാസമില്ലാത്തവരോട് സംസാരമില്ല. ഓക്കെ, കമോൺ മോനെ, നോക്ക്. അപ്പോൾ എക്സോൺസ് കോഡിംഗ് സീക്വൻസസ് ആണ്, ഇൻട്രോൺസ് നോൺ കോഡിംഗ് സീക്വൻസസ് ആണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് യൂക്കാരിയോട്ട് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ പ്രൊക്കാരിയോട്ട്. എക്സാമ്പിൾ, എനി 2 additional complexities found in transcription of eukaryote. അപ്പോൾ അഡീഷണൽ, താങ്ക് യു മോനെ. അപ്പോൾ അഡീഷണൽ കോംപ്ലക്സിറ്റീസ് ഏതെല്ലാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അഡീഷണൽ കോംപ്ലക്സിറ്റീസ്. ഓക്കെ, അഡീഷണൽ കോംപ്ലക്സിറ്റീസ് എന്ന് പറയുമ്പം 2 അഡീഷണൽ കോംപ്ലക്സിറ്റിയാണ് പറഞ്ഞത്. നെയിം എനി അഡീഷണൽ 2 അഡീഷണൽ കോംപ്ലക്സിറ്റീസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് എഴുതാം, അതിൽ പ്രോസസ്സിംഗ് എഴുതാം. പ്രോസസ്സിംഗ് ഓർ മെച്ചുറേഷൻ. Processing or maturation of mRNA, hnRNA to mRNA. hnRNA to mRNA പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നോക്കാം, ദ ഫസ്റ്റ് വൺ സ്പ്ലൈസിങ് എഴുതാം, അല്ലെങ്കിൽ വേണ്ട ക്യാപ്പിംഗ്, സ്പ്ലൈസിങ്. ആ 3 നമുക്കത് പറയാം. നിങ്ങൾ അതിൽ ഇഷ്ടമുള്ള 2 എഴുതാം. 2 അഡീഷണൽ പ്രോസസ്സിൽ ഒന്നാണ് ക്യാപ്പിംഗ്, 2 സ്പ്ലൈസിങ്, 3 ടെയിലിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ശ്രദ്ധിച്ചോ. എന്താ ക്യാപ്പിംഗ്? ക്യാപ്പിംഗ് എന്താണ്? ക്യാപ്പിംഗ് ഈസ് പ്രോസസ് ഓഫ് ആഡിങ് methyl guanosine triphosphate. അപ്പോൾ പ്രോസസ് ഓഫ് ആഡിങ് methyl guanosine triphosphate at 5' end of RNA. RNAയുടെ 5' endൽ methyl guanosine triphosphate ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് മറക്കണ്ട. സ്പ്ലൈസിങ് എന്താ? സ്പ്ലൈസിങ് പ്രോസസ് ഒക്കെ നിങ്ങൾ ചേർക്കണം കേട്ടോ, ഞാൻ എഴുതുന്നു. പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇൻട്രോൺ ആൻഡ് ജോയിനിങ് എക്സോൺ. റിമൂവൽ ഓഫ് ഇൻട്രോൺ ആൻഡ് ജോയിനിങ് എക്സോൺ. അപ്പോൾ 2 എഴുതിയാൽ തന്നെ മതി, 2 എഴുതിയാൽ മതി, മാർക്ക് കിട്ടി. ക്യാപ്പിംഗ് സ്പ്ലൈസിംഗ് എഴുതിയാൽ മതി. റിമൂവൽ ഓഫ് ഇൻട്രോൺ ആൻഡ് ജോയിനിങ് എക്സോൺ ആണ് സ്പ്ലൈസിംഗ്. ടെയിലിംഗ് കൂടി പറയാം. എന്താ ടെയിലിംഗ്? എന്താണ് ടെയിലിംഗ് എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ആഡിങ് പോളിഅഡിനിൻ. പോളിഅഡിനിൻ എന്ന് വെച്ചാൽ ഏകദേശം 200 to 300 അഡിനിൻ അറ്റ് 3' end of RNA. RNAയുടെ 3' എൻഡിൽ പോളിഅഡിനിൻ ആഡ് ചെയ്യാം. പ്രോസസ് ഓഫ് ആഡിങ് പോളിഅഡിനിൻ അറ്റ് 3' end of RNA, that is called as a tailing. Understood? അപ്പം ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രാൻസ്ക്രിപ്ഷനുമായി ബന്ധപ്പെടുന്ന എക്സോണും ഇൻട്രോണും. എക്സോൺ എന്താണെന്ന് പഠിക്കണം, ഇതിനുമായിട്ടില്ലെങ്കിലും എക്സോൺ കോഡിംഗ് സീക്വൻസ് ആണ്. സ്പ്ലിറ്റ് ജീൻ. അപ്പോൾ സ്പ്ലിറ്റ് ജീൻ എന്ന വാക്ക് മറക്കണ്ട. ജീൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ബോത്ത് എക്സോൺ ആൻഡ് ഇൻട്രോൺ, അതിന് വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് ജീൻ. ആ സ്പ്ലിറ്റ് ജീൻ ഉള്ളത് കൊണ്ട് ആദ്യം ഉണ്ടാകുന്നത് mRNA ആവില്ല, hnRNA ആയിരിക്കും. ഏത് hnRNA? ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA. അതിലുണ്ടായിരിക്കും ഇൻട്രോണും എക്സോണും. ആ എക്സോണിനെ മാത്രമാക്കുക, ഇൻട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇത് വിളിക്കുന്നത് സ്പ്ലൈസിങ്. ക്യാപ്പിങ്ങും ടെയിലിങ്ങും കൂടെ പഠിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്ഷന്റെ ഫിഗർ ആണ്. നെയിം എ ആൻഡ് ബി ഓഫ് ദ എബവ്. എയും ബിയുമാണ് ചോദിച്ചിരിക്കുന്നത്. എ ഇതാണ് കേട്ടോ, ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. എ ഇതാണ് എ, ആൻഡ് ബി ചോദിച്ചിരിക്കുന്നു, ഇതാണ് ബി. ഓക്കെ, എന്താണ് എ? കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. എ എന്ന ഫിഗർ തന്നിരിക്കുന്നത് mRNA ആണ്. ബി എന്താണ്? ബി തന്നിരിക്കുന്നത് ബി ഉള്ളിലേക്കാണെങ്കിൽ അത് റോ ഫാക്ടർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബി എൻസൈം ആണ്. ബി എൻസൈം DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് എൻസൈം ആണ്. ഇത് റോ ഫാക്ടർ ആണ്. റോ ഫാക്ടർ എന്നുള്ള ഫാക്ടറാണ്? റോ ഫാക്ടർ ടെർമിനേഷൻ ഫാക്ടർ ആണ്. അണ്ടർസ്റ്റുഡ്? ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ടേംസ്. ക്യാപ്പിംഗ്, ടെയിലിംഗ്. ഇതാ വന്ന് ചോദിച്ചു, നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്പിംഗ്, ടെയിലിംഗ്. ക്യാപ്പിംഗ് എന്താ? പ്രോസസ് ഓഫ് ആഡിങ് MGPPP. എന്ത് MGPPP? ഞാൻ ഷോർട്ട് ഫോം എഴുതിയിരിക്കുന്നത് methyl guanosine triphosphate. ക്യാപ്പിങ്ങിലാണ് എന്ത് ആഡ് ചെയ്യുക? methyl guanosine triphosphate. നമ്മൾ അതിനെ MGPPP എന്ന് പറയും. അതാണ് ക്യാപ്പിംഗ്. ടെയിലിംഗ് എന്താണ് നമ്മൾ എഴുതിയിട്ടുണ്ട്? പ്രോസസ് ഓഫ് ആഡിങ് പോളിഅഡിനിൻ 200 to 300 അഡിനിൻ മോളിക്യൂൾസ്. അണ്ടർസ്റ്റാൻഡ്? അറ്റ് 3' end. ക്യാപ്പിംഗ് നടത്തുന്നത് 5' ടെയിലിംഗ് നടത്തുന്നത് 3' അത് ഓർത്ത് വെക്കുക, നമ്മൾ ചെയ്തതാണ്. സോ നമ്മൾ ഇപ്പം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പറഞ്ഞു, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് പറഞ്ഞു, മോളിക്കുലാർ പറഞ്ഞു അല്ലേ. ഇനി വേഗം പോവാം, ഇവല്യൂഷനിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പോകാം. ക്ഷീണിക്കുന്നു. നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമുക്ക് നമ്മുടെ ലൈവ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ഇവല്യൂഷൻ എന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഡിഫൈൻ അനലോഗസ് ഓർഗൻ. എന്താണ് അനലോഗസ് ഓർഗൻസ്? ഞാൻ എഴുതുന്ന അനലോഗസ് ഓർഗൻസ് എന്ന് വെച്ചാൽ ഓർഗൻസ് വിച്ച് ഹാവ് സെയിം സ്ട്രക്ചർ ബട്ട് പെർഫോം ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. സെയിം ബേസിക് സ്ട്രക്ചർ ആയിരിക്കണം, പെർഫോം ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ അനലോഗസ് ഓർഗൻ എന്ന് വെച്ചാൽ ഓർഗൻസ് ഹാവിങ് സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ വേണം, ആൻഡ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. അതാണ് അനലോഗസ് ഓർഗൻ. സോറി, അനലോഗസ് ഓർഗൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ എം സോറി, അനലോഗസ് ആണ് ചോദിച്ചത്. ഞാൻ ഹോമോലോഗസ് ആണ് പറഞ്ഞത്. അനലോഗസ് ഓർഗൻ എന്ന് വെച്ചാൽ ഓർഗൻസ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ബട്ട് പെർഫോം സെയിം ഫംഗ്ഷൻ. ഡിഫറെൻറ്റ് സ്ട്രക്ചറും സെയിം ഫംഗ്ഷനുമുള്ള ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻ ഫ്രം ദ ഗിവൺ എക്സാമ്പിൾ. താഴെ നിന്ന് അനലോഗസ് നോക്കാം. ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ്, സെയിം ഫംഗ്ഷൻ ആണ്. ശരി, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ അനലോഗസ് ആണ്. വെർട്ടിബ്രേറ്റ്സ് ഹാർട്ട് ഏതിലാണ് വരുന്നത്? വെർട്ടിബ്രേറ്റ്സ് ഹാർട്ട് ഹോമോലോഗസ് ആണ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്, ശരിയാണ്, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് അനലോഗസ് ആണ്. ഫോർ ലിംസ് ഓഫ് ചീറ്റ ആൻഡ് മാൻ വരുന്നത് ഏതാണ്? ഹോമോലോഗസ് ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെ എടുത്ത് എഴുതി മതി? 1ഉം 3 മാത്രം അനലോഗസ് ഓർഗൻ. ഇനി അനലോഗസ് ഓർഗൻ എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷൻ ഡിഫറെൻറ്റ് സ്ട്രക്ചർ നമുക്ക് പറയുമ്പോൾ പൊട്ടാറ്റോസ് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോസ് പറയാം. സ്വീറ്റ് പൊട്ടാറ്റോ അനലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആണ്. അണ്ടർസ്റ്റാൻഡ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20. ചൂസ് ദ കറക്റ്റ് ടേംസ് ഫ്രം ദ ബ്രാക്കറ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ബിഗ് ബാങ് തിയറി ഉണ്ട്, മില്ലേഴ്സ് എക്സ്പെരിമെന്റ് ഉണ്ട്, ലാമാർക്കിസം ഉണ്ട്, ഡാർവിനിസം ഉണ്ട്. ചെയ്യാം. നാച്ചുറൽ സെലക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഡാർവിനിസം ആണ്. അപ്പൊ ഡാർവിൻ പോയി. കെമിക്കൽ ഇവല്യൂഷൻ കൊടുത്തത് കെമിക്കൽ ഇവല്യൂഷൻ തിയറി മില്ലേഴ്സ് എക്സ്പെരിമെന്റിലാണ്. കെമിക്കൽ ഇവല്യൂഷൻ ഒപ്പാരിൻ ഹാൾഡെയിൻ തിയറിയുടെ കെമിക്കൽ ഇവല്യൂഷൻ തിയറിക്ക് എക്സ്പെരിമെന്റൽ പ്രൂഫ് മില്ലർ ആണ് കൊടുത്തിരിക്കുന്നത്. മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, അപ്പോൾ മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് പറയുന്നത് ബിഗ് ബാങ് തിയറിയാണ്. അപ്പോൾ ബിഗ് ബാങ് തിയറിയാണ് പറയുന്നത് യൂണിവേഴ്സ് ഇവോൾവ് അബൌട്ട് 20 ബില്യൺ ഇയേഴ്സ് ബാക്ക് ബൈ എ ബിഗ് എക്സ്പ്ലോഷൻ. ഒരു ബിഗ് എക്സ്പ്ലോഷൻ വഴി യൂണിവേഴ്സ് ഉണ്ടായി എന്ന് പറയുന്നു. വെരി ഗുഡ് ആദി. ആൻഡ് ഡി, യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗാനിസം യൂസ് ആൻഡ് ഡിസ്യൂസ്. ജിറാഫിന്റെ കഴുത്ത് നീണ്ട കാര്യം ഓർക്കുക. ഷോർട്ട് നെക്കുള്ള ജിറാഫ് അതിന്റെ നെക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തു, നെക്ക് അങ്ങോട്ട് നീണ്ടുപോയി. സ്നേക്സിന് ലിംബില്ലാത്തത് ഡിസ്യൂസ് കൊണ്ട്. ഇത് ഏതാ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേഡിക് ക്യാരക്ടർ എന്ന് വിളിക്കുന്നത് ഏത് തിയറിയാ? ലാമാർക്കിസം. അപ്പൊ ലാമാർക്കിസമാണ് ഏത്? യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, the original seed-eating finches in Galapagos Islands evolved into many other forms with altered beaks. ശരിയല്ലേ? ഡാർവിൻസ് ഫിഞ്ചസിന് ഐഡന്റിഫൈ ദ ഇവല്യൂഷണറി ഫിനോമിന ആൻഡ് ഡിഫൈൻ ഇറ്റ്. ഡാർവിൻസ് ഫിഞ്ചസ് എന്താ പറയുന്നത്? ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ആയിരുന്ന ഡാർവിൻസ് ഫിഞ്ചസ് ഇങ്ങനെ ഡൈവേർജന്റ് ഇവല്യൂഷൻ സംഭവിച്ച് വ്യത്യസ്തമായി മാറി. അപ്പോൾ ഇത് ഏതാ പ്രോസസ്? ആ പ്രോസസ്സാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ ഐഡന്റിഫൈ ദ ഇവല്യൂഷണറി ഫിനോമിന, അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് അത്. ഡിഫൈൻ ചെയ്യാം. എന്താ അഡാപ്റ്റീവ് റേഡിയേഷൻ? പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ പോയിന്റ് ആൻഡ് റേഡിയേറ്റ് ടു അതർ ഏരിയാസ്. നിങ്ങൾ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ 133യുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്. പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ പോയിന്റ് ആൻഡ് റേഡിയേറ്റ് ടു അതർ ഏരിയാസ്. ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ ഒരു തരത്തിൽ ഏത് ഇവല്യൂഷനാണ്? ഡൈവേർജന്റ് ഇവല്യൂഷനാണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഡാർവിൻസ് ഫിഞ്ച് എക്സാമ്പിൾ ആണ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് എക്സാമ്പിൾ ആണ്, അതുപോലെ തന്നെ പ്ലാസെന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. 3 എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചില പ്ലാസെന്റൽ മാമൽസും ചില ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസും ഒരേപോലെയാണ്, ഒരേ ജിയോഗ്രഫിയിൽ സംഭവിച്ചതുകൊണ്ട് അവ തമ്മിൽ കൺവേർജന്റ് ഇവല്യൂഷൻ കാണിക്കും. മോളും മാർസൂപ്പിയൽ മോളും കൺവേർജന്റ് ഇവല്യൂഷനാണ്. ലീമറസ് സ്പോട്ടഡ് കസ്കസ് കൺവേർജന്റിലാണ്. വോൾഫ്, ടസ്മാനിയൻ വോൾഫ് കൺവേർജന്റ് ആണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ കാണാം. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓപ്പറേഷൻ ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓൺ ഡിഫറെൻറ്റ് ഏജ് ഈസ് ഗിവൺ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ. വാട്ട് ഡു ബി ആൻഡ് സി റെപ്രസെൻറ്റ്? എ എന്താണ്? എ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ഇപ്പൊ നാരോ പീക്ക് ഹൈറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ബി എന്താണ്? ബി ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ആണ്. ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. സി എന്താണ്? സി ഡിസ്റപ്റ്റീവ്
രണ്ട് പീക്ക് ഇങ്ങനെ കണ്ടാൽ അത് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഷോൺ ഇൻ ബി ആൻഡ് സി. ബിയിലും സിയിലും കാണുന്ന. അപ്പോൾ വാട്ട് ഡു ബി ആൻഡ് സി റെപ്രസെന്റ്? ബി എന്താ റെപ്രസെന്റ്? ഡയറക്ഷൻ നാച്ചുറൽ സെലക്ഷൻ, സി ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബി? ബി എന്ന് വെച്ചാൽ മോർ ഇൻഡിവിജ്വൽസ് അക്വയർ എ ക്യാരക്ടർ, ഒരു ക്യാരക്ടർ, എ ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ. ഇതാണ് മീൻ ക്യാരക്ടർ വാല്യൂ. ഈ മീൻ ക്യാരക്ടർ അല്ലാത്ത മറ്റൊന്നിലേക്ക് പോവുക. മോർ ഇൻഡിവിജ്വൽസ് അക്വയർ എന്ന് എഴുതിയിരിക്കുന്ന എ ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസം. വൈറ്റ് കളേർഡ് മോത്ത് ഡാർക്കിലേക്കുള്ള പോക്ക്, ഇൻഡസ്ട്രിയൽ മെലാനിസം. അപ്പൊ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ എങ്ങനെയാണ്? ഞാൻ ഇവിടെ എഴുതാം. ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ, മോർ ഇൻഡിവിജ്വൽസ് അക്വയർ both peripheral characters. രണ്ട് പെരിഫറൽ ക്യാരക്ടറും അക്വയർ ചെയ്യുക അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. മീൻ ക്യാരക്ടർ അല്ലാത്ത ബോത്ത് പെരിഫറൽ ക്യാരക്ടറും അക്വയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്റപ്റ്റീവ്. അപ്പോൾ ഈ ഒരു ഭാഗവും നോക്കി പോവുക. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് കാണുമ്പോൾ തന്നെ മാർസുപ്പിയൽ. എക്സ്പ്ലെയിൻ ദ ഫിനോമിന ഷോൺ ഇൻ ദ ഫിഗർ. ഏതാ ഫിനോമിന? സെയിം, അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ. ഹൗ ക്യാൻ ഇറ്റ് കൺസിഡർ ആസ് ആൻ എവിഡൻസ് ഓഫ് ഇവല്യൂഷൻ? ഇതിനെ എങ്ങനെയാണ് എവിഡൻസ് ഓഫ് ഇവല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് ഡിഫറെന്റ് സ്പീഷീസ് ഇവോൾവ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. അതാണ് ആൻസർ. ബിയുടെ ആൻസർ എങ്ങനെ എഴുതേണ്ടത്? ബിക്കോസ് ഡിഫറെന്റ് സ്പീഷീസ് ഇവോൾവ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ ഡ്യൂ ടു ഡൈവേർജന്റ് ഇവല്യൂഷൻ. വ്യത്യസ്ത സ്പീഷീസുകൾ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇവല്യൂഷൻ. അത് ഇവല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. സി, റൈറ്റ് എനി 2 other examples for this phenomena. മറ്റു 2 എക്സാമ്പിൾ കൂടി എഴുതുക. മറ്റു 2 എക്സാമ്പിൾ ഏതാ എഴുതുന്നത്? ഒന്ന്, അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് പ്ലാസെന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ എന്ന് എഴുതാം. 2, ഡാർവിൻസ് ഫിഞ്ചും ഇതിന് എക്സാമ്പിൾ ആണ്. ഡാർവിൻസ് ഫിഞ്ചും അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക. ഹലോ, ആർ യു ദേർ? അപ്പോൾ നമ്മൾ ഇനി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലേക്ക് പോവുകയാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൈ യൂസിങ് വൺസ് ഓൺ ആൻറ്റിബോഡീസ്. സ്വന്തമായ ആൻറ്റിബോഡീസ് ഉപയോഗിച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൈ യൂസിങ് വൺസ് ഓൺ ആൻറ്റിബോഡീസ്. എങ്ങനെ വരും? ബൈ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് പാത്തോജൻ ഓർ ബൈ ടേക്കിംഗ് വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷൻ വഴിയോ പാത്തോജനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയോ ലഭിക്കുന്ന സെൽഫ് ആൻറ്റിബോഡി യൂസ് ചെയ്തിട്ടുള്ള ഇമ്മ്യൂണിറ്റിക്കാണ് എന്ത് വിളിക്കുന്നത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ വാക്സിനേഷനൊക്കെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി? പാസീവ് ഇമ്മ്യൂണിറ്റി മീൻസ് ഇമ്മ്യൂണിറ്റി ബൈ യൂസിങ് പ്രീഫോംഡ് ആൻറ്റിബോഡി. പ്രീഫോംഡ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇമ്മ്യൂണിറ്റി അക്വയർ ബൈ യൂസിങ് പ്രീഫോംഡ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ബൈ അനദർ ഓർഗാനിസം. അതിന് എക്സാമ്പിൾ ആണ് TT, ടെറ്റനസ് ടോക്സോയിഡ്, ആൻറ്റിവെനം അഗെയിൻസ്റ്റ് സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിക്കുമ്പം ആൻറ്റിവെനം യൂസ് ചെയ്യുന്നത്. പിന്നെ കൊളസ്ട്രം നമ്മൾ നേരത്തെ പറഞ്ഞു, അമ്മയുടെ മുലപ്പാൽ കൊളസ്ട്രം വഴി കുഞ്ഞിന് ലഭിക്കുന്നത്. അപ്പോൾ TT എടുക്കുന്നത് റോഡ് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഡ്യൂറിങ് റോഡ് ആക്സിഡൻറ്റ് ഒരു TT എടുക്കുന്നു, ടെറ്റനസ് ടോക്സോയിഡ് എടുക്കുന്നു. അതൊരു റെഡിമെയ്ഡ് ആൻറ്റിബോഡിയാണ്. പാമ്പ് കടിച്ചാൽ സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ ആൻറ്റിവെനം കൊടുക്കുന്നത് റെഡിമെയ്ഡ് ആൻറ്റിബോഡിയാണ്. കുഞ്ഞിന് ന്യൂബോൺ ബേബിക്ക് അമ്മയുടെ മുലപ്പാൽ കൊളസ്ട്രം കൊടുക്കുന്നത് അത് റെഡിമെയ്ഡ്. അതെല്ലാം ഏതിൽ വരുന്നതാണ്? പാസീവ്. എന്നാൽ വാക്സിനേഷനും ഒരു അസുഖത്തിന് നേരിട്ട് പ്രതിരോധം നൽകുന്നതും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ്, മാച്ച് കോളം 1 വിത്ത് കോളം A വിത്ത് കോളം B ആൻഡ് C. കോളം A, B, C. ഡിസീസ് തന്നിട്ടുണ്ട്. A കോസറ്റീവ് ഓർഗാനിസം തന്നിട്ടുണ്ട്. ടൈപ്പ് ഓഫ് പാത്തോജൻ മാച്ച് ചെയ്യാം. ടൈഫോയിഡ് ഏതാ ഡിസീസ്? സാൽമണല്ല ടൈഫി ആണ്. അപ്പോൾ ടൈഫോയിഡ് സാൽമണല്ല ടൈഫി ആണ്. സാൽമണല്ല ടൈഫി ആണ്. ആരാണ്? ബാക്ടീരിയമാണ്. അപ്പോൾ ടൈഫോയിഡ് സാൽമണല്ല ടൈഫി ബാക്ടീരിയമാണ്. അടുത്തത് മലേറിയ തന്നിട്ടുണ്ട്. മലേറിയയുടെ പാരസൈറ്റ് പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം ഒരു പ്രോട്ടോസോവൻ ആണ്. പ്ലാസ്മോഡിയം ആരാണ്? പ്രോട്ടോസോവൻ ആണ്. അപ്പോൾ മലേറിയ, പ്ലാസ്മോഡിയം, പ്രോട്ടോസോവൻ ആണ്. അടുത്തത്
റിംഗ് വേമിന് എക്സാമ്പിൾ മൈക്രോസ്പോറം ആണ്. മൈക്രോസ്പോറം ഒരു ഫംഗസ് ആണ്. അപ്പോൾ അതേപോലെ അത് എഴുതാം. അപ്പം ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫി പോസിറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണ്. അത് മലേറിയ പ്ലാസ്മോഡിയം ആണ്, പ്രോട്ടോസോം. അതിൽ ഒരു വളരെ ഡേഞ്ചറായ മലേറിയ ഉണ്ടല്ലോ, മാലിഗ്നൻ മലേറിയ ബൈ പ്ലാസ്മോഡിയം, ഫാൽസിപ്പാരം മലേറിയ. റിംഗ് വേം മൈക്രോസ്പോറം ഫംഗസ് ആണ്. നെക്സ്റ്റ്, ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കണ്ടിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയ ഫിഗർ ആണ് ഇത്. ഇത് ആന്റിബോഡി ഡയഗ്രമാണ്. ഐഡന്റിഫൈ ദ മോളിക്കുലാർ സ്ട്രക്ചർ ഗിവൺ ഫിഗർ. ഏതാണ് മോളിക്യൂൾ? സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി ആണ്. ആന്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് എഴുതാൻ കേട്ടോ. ഇമ്മ്യൂണോഗ്ലോബുലിൻ, IG. നെയിം ദ റീജിയൻസ് ലേബിൾഡ് ABC ലേബൽ ചെയ്യുക. എ എന്താണ്? എ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ആണ്. ബി ലൈറ്റ് ചെയിൻ ആണ്, ലൈറ്റ് ചെയിൻ. എ ഹെവി ചെയിൻ. ഈ ആന്റിബോഡി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് H2L2 എന്നാണ്. കാരണം ആന്റിബോഡിക്ക് രണ്ട് ഹെവി ചെയിൻസ് ഉണ്ട്. ഹെവി ചെയിനുകൾ കാണും. നോൺ പോളിപെപ്റ്റൈഡ്, ഹെവി പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻസ്, ഇതാണ് ഹെവി ചെയിൻസ്. ഞാൻ ഈ റെഡ് കളറിൽ വരയ്ക്കുന്നത്. അതേപോലെ 2 ലൈറ്റ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. 2 ലൈറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ചെയിൻ, ഈ ഗ്രീൻ കളർ ലൈൻ എടുത്ത ലൈറ്റ് ചെയിൻസ്. അപ്പോൾ ഇതങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ എ എന്താണ്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ബി എന്താണ്? ലൈറ്റ് ചെയിൻ ആണ്. സി എന്താണ്? ഹെവി ചെയിൻ ആണ്. ഇതാണ് ആന്റിബോഡി. അണ്ടർസ്റ്റാൻഡ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് ഓർമ്മ കാണും. IgA, IgG, IgD അല്ലേ? അല്ലടോ, IgE. അലർജി റെസ്പോൺസ് ഉണ്ടാക്കുന്നത് IgE ആണ്. അലർജിക്ക് കാരണമാകുന്നത് E ആണ്. കൊളസ്ട്രത്തിൽ കാണുന്നത് IgA ആണ്. പ്ലാസന്റയിലൂടെ കുട്ടിയിലേക്ക് പോകുന്നത് IgG ആണ്. ഈ ഫിഗർ യഥാർത്ഥത്തിൽ IgG ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് IgGയുടെ ഫിഗർ ആണ് കാണിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ്. നമ്മൾ നേരത്തെ ചെയ്തു കേട്ടോ, നേരത്തെ പറഞ്ഞതാണ് ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ്. ഏതിനെ കുറിച്ചാണ് പറയുന്നത്? അബൌട്ട് വിച്ച് ഇസ് മെൻഷൻ, എയ്ഡ്സിനെ കുറിച്ചിട്ടാണ് ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ് പറഞ്ഞത്. ലിസ്റ്റ് 2 മെഷേഴ്സ് ടേക്കൺ ബൈ WHO പ്രിവെന്റ്. എയ്ഡ്സിന്റെ പ്രിവെൻഷൻ നേരത്തെ മൂന്നാമത്തെ ടൈമിനെ സംസാരിക്കുന്നത്. എയ്ഡ്സ് പ്രിവെൻഷൻ നിങ്ങൾക്കറിയാം. കോണ്ടംസ് യൂസ് ചെയ്യുക, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ്, ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസിംഗ് ഒഴിവാക്കുന്നത് നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മോർഫിൻ ഈസ് സെറ്റ് ടു ബി അബ്യൂസ്ഡ് ഡ്രഗ്. ഡിസ്ക്രിമിനന്റ് ടേം യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ദ ഡ്രഗ്സ് ബേസ്ഡ് ഓൺ ദ എക്സാമ്പിൾ. മോർഫിൻ നിങ്ങൾക്കറിയാം പെപ്പർ സോംനിഫർ എന്ന പോപ്പി പ്ലാന്റ് നിന്ന് കിട്ടുന്നതാണ്. അവിടെ യൂസ് ആൻഡ് അബ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് യൂസ്? യൂസ് എന്ന് വെച്ചാൽ യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഡിക്കൽ പ്രൊഫഷണൽ, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വഴി. ബിക്കോസ് മോർഫിൻ ഈസ് യൂസ്ഡ് ആസ് ആൻ അനാൾജസിക്, ആയിട്ട് യൂസ് ചെയ്യും. അനാൾജസിക്, ഒരു പെയിൻ കില്ലർ ആയിട്ട് യൂസ് ചെയ്യും. If morphine is used to remove post-operative pains with the help അല്ലെങ്കിൽ advice of a doctor, that is use. എന്നാൽ the morphine is used without a prescription, not as a painkiller, it is abusing. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഒരു പെയിൻ കില്ലർ ആയിട്ടല്ലാതെ, ഒരു സെഡേറ്റീവ് അല്ലെങ്കിൽ ടെമ്പററി ഫീലിംഗ് ഓഫ് വെൽബീയിങ്ങിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് അബ്യൂസ്. അബ്യൂസ് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക എന്നർത്ഥം. അണ്ടർസ്റ്റാൻഡ്? ദുരുപയോഗം നടത്തുക എന്നർത്ഥം. അപ്പോൾ അതാണ് യൂസ് ആൻഡ് ഡിസ്യൂസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ്, ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡഡ് ഡിസീസ് ഇൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഈസ് മേജർ കോസ് ഓഫ് ഡെത്ത് ഓഫ് ഗ്ലോബ്. ക്യാൻസർ ഒരു മേജർ കോസ് ആണ്. ചോദ്യം, വാട്ട് ഈസ് ദ കോസസ് ഓഫ് ക്യാൻസർ? ക്യാൻസറിന്റെ കോസ് ഏതാണ്? ക്യാൻസറിന്റെ കോസ് കാർസിനോജൻസ് എന്നാണ് വിളിക്കുന്നത്. ക്യാൻസർ കോസിങ് ഏജൻസിനെ കാർസിനോജൻസ് എന്നാണ് വിളിക്കുന്നത്. ഫിസിക്കൽ ഏജൻസ് ഉണ്ട്, എക്സ്റേസ്, അയണൈസിങ് റേഡിയേഷൻസ്, നോൺ അയണൈസിങ് റേഡിയേഷൻസ്. കെമിക്കൽ ഏജൻസ് ഉണ്ട്, മസ്റ്റാർഡ് ഗ്യാസ്, നിക്കോട്ടിൻ, മനസ്സിലാവുന്നത്, സയനൈഡ്സ്, അസൈഡ്സ്. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ? ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ളത് എക്സ്റേ യൂസ് ചെയ്യും, MRI യൂസ് ചെയ്യും, CT യൂസ് ചെയ്യും, ബയോപ്സി ഹിസ്റ്റോപാത്തോളജി ടെസ്റ്റ്, പിന്നെ ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും 2-3 എഴുതിയാൽ മതി. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് റേഡിയോതെറാപ്പി, then കീമോതെറാപ്പി, then സർജറീസ്, പിന്നെ ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ റേഡിയോതെറാപ്പി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, സർജറീസ് ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്.
അപ്പോൾ ഇതാണ് ക്യാൻസറിനെ കുറിച്ചുള്ള നല്ലൊരു ഏരിയയാണ്. എയ്ഡ്സ് പഠിക്കുമ്പോൾ ക്യാൻസറിനെയും ഇത്തരം കാര്യങ്ങളൊക്കെ. ക്യാൻസർ ഓർക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വാക്കാണ് മെറ്റാസ്റ്റാസിസ്. കേട്ടിട്ടുണ്ടോ? മെറ്റാസ്റ്റാസിസ് എന്ന് വെച്ചാൽ എബിലിറ്റി ഓഫ് ക്യാൻസർ സെൽസ് ടു സ്പ്രെഡ് ഫ്രം വൺ ഏരിയ ടു അനദർ. അങ്ങനെയാണ് മാലിഗ്നന്റ് ട്യൂമർ ഉണ്ടാവുന്നത്, സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ക്യാൻസർ സെൽസ് നിന്ന് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക്, വെരി ഗുഡ് ആദി നന്നായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ഹെൽത്തിൽ നിന്ന് നമുക്ക് അടുത്തേക്ക് പോകാം, മൈക്രോബിലേക്ക് പോകാം. 2 ബയോആക്റ്റീവ് മോളിക്യൂൾസ് ആർ ഗിവൺ, സൈക്ലോസ്പോറിൻ, സ്ട്രെപ്റ്റോകൈനേസ്. നമ്മൾ പഠിച്ചതാണ്. നെയിം ദ മൈക്രോബ് വിച്ച് പ്രൊഡ്യൂസ് ദിസ് ബയോആക്റ്റീവ് മോളിക്യൂൾസ്. സൈക്ലോസ്പോറിൻ ആരാണ്? ട്രൈക്കോഡെർമ പോളിസ്പോറസ്. സ്ട്രെപ്റ്റോകൈനേസ് സ്ട്രെപ്റ്റോകോക്കസ് അല്ലേ, ജനറ്റിക്കലി മോഡിഫൈഡ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ട്രൈക്കോഡെർമ പോളിസ്പോറം, സ്ട്രെപ്റ്റോകൈനസ്, സ്റ്റാറ്റിനും പഠിച്ചതാണ്. റൈറ്റ് ദ യൂസ്. സൈക്ലോസ്പോറിൻ എയുടെ യൂസ് എന്താണ്? ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. സ്ട്രെപ്റ്റോകൈനേസ് യൂസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകൈനേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിമൂവ് ബ്ലഡ് ക്ലോട്ട്സ്. ബ്ലഡ് ക്ലോസ്, ക്ലോട്ട് ബസ്റ്റർ ആണ്. റിമൂവ് ബ്ലഡ് ക്ലോസ് ഡ്യൂറിങ് ഓഫ് പേഴ്സൺസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ സൈക്ലോസ്പോറിൻ എ, ട്രൈക്കോഡെർമ പോളിസ്പോറം, അതിൻ്റെ യൂസ് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. സ്ട്രെപ്റ്റോകൈനേസ് വിളിക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ, ജനറ്റിക്കലി മോഡിഫൈഡ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. അത് ക്ലോട്ട് ബസ്റ്റർ ആണ്, റിമൂവ് ബ്ലഡ് ക്ലോട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻസൈം യൂസ്ഡ് ഇൻ ഡിറ്റർജൻസ് ഫോർ റിമൂവിംഗ് ഓയിൽ സ്റ്റെയിൻസ് ഇൻ ലോണ്ടറി ഈസ് ഏതാ? ലിപ്പേസ് ആണ്. ലിപ്പേസ് ആണ്. ലിപ്പേസ് ഒരു മാർക്കിന്റെ ചോദ്യമാണ്, നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. ലിപ്പേസ് ആണ്. അടുത്തത്, ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് ദ സോയിൽ. സോയിലിന്റെ ന്യൂട്രിയൻ ക്വാളിറ്റി എൻറിച്ച് ചെയ്യുന്ന ഓർഗാനിസത്തെയാണ് ബയോ ഫെർട്ടിലൈസർ എന്ന് വിളിക്കുന്നത്. ഹൗ ദീസ് ബയോ ഫെർട്ടിലൈസ് എൻറിച്ച് ദ സോയിൽ ന്യൂട്രിയൻസ്? ഗിവ് 2 എക്സാമ്പിൾസ്. എങ്ങനെയാണ് ബയോ ഫെർട്ടിലൈസേഴ്സ് ന്യൂട്രിയൻ സോയിൽ എൻറിച്ച് ചെയ്യുന്നത്? എക്സാമ്പിൾ, ദേ ഫിക്സ് നൈട്രജൻ, ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആൻഡ് സോയിൽ നൈട്രേറ്റിന്റെ അളവ് കൂട്ടും. 2, ഗ്ലോമസ് പോലുള്ള മൈക്രോറൈസ അബ്സോർബ് ഫംഗസ് ആൻഡ് അബ്സോർബ് ഫോസ്ഫറസ് ഫ്രം ദ സോയിൽ ആൻഡ് ഗിവ് ഇറ്റ് ടു പ്ലാന്റ്സ്. അപ്പോൾ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് നടത്തും. ഇൻക്രീസ് ഓർഗാനിക് കണ്ടന്റ് ഓഫ് ദ സോയിൽ കൂട്ടും. ഗിവ് 2 എക്സാമ്പിൾസ്. ബയോ ഫെർട്ടിലൈസേഴ്സ് 2 എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. ബാക്ടീരിയാസ് എഴുതാം. സിംബയോട്ടിക് ബാക്ടീരിയ, റൈസോബിയം എഴുതാം. ക്ലോസ്ട്രിഡിയം എഴുതാം. ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള അസിറ്റോബാക്ടർ എഴുതാം. ഇനി സയനോബാക്ടീരിയാസ് എഴുതാം. ആരൊക്കെ എഴുതാം? ഒസിലിറ്റോറിയ, നോസ്റ്റോക്ക്. മൈക്കോറൈസ എഴുതാം. ഇവിടെ ഒരു ഫംഗസ് ഉണ്ട്, ഗ്ലോമസ് എന്നൊരു ഫംഗസിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഫംഗസ് ഗ്ലോമസ്. അണ്ടർസ്റ്റാൻഡ്? യെസ്, ഫിക്സേഷൻ ഓഫ് നൈട്രജൻ. അതാണ് ആൻസർ. അപ്പോൾ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BOD ഈസ് കോമൺലി കാൽക്കുലേറ്റഡ് ആസ് എൻ ഇൻഡെക്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്താ BOD? ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? വൈ? ശരിയാണ്. BOD എന്ന് വെച്ചാൽ ബയോകെമിക്കൽ, എക്സ്പാൻഡ് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. BOD കൂടിയാൽ ഇതിന്റെ ആൻസർ, ഡു യു അഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ്? എന്താ എഴുതേണ്ടത്? യെസ്, വി അഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ്. ഹൈ BOD മീൻസ്, ഇതിന്റെ ആൻസർ യെസ്, വി അഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ്. ഹയർ ദ BOD കൂടി എന്ന് വെച്ചാൽ മോർ പൊല്യൂട്ടൻ എന്നാണ് അർത്ഥം. ഹയർ ദ BOD മീൻസ് മോർ പൊല്യൂട്ടൻ, ലോ ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പോൾ BOD എക്സ്പാൻഡ് ചെയ്യാം, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ് ഈ BOD? Amount of oxygen required by microorganism to decompose completely the organic waste in the water. വാട്ടറിലെ ഓർഗാനിക് വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോബ്സിന് വേണ്ട ഓക്സിജൻ്റെ അളവിനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. BOD കൂടി എന്ന് വെച്ചാൽ ഹയർ പൊല്യൂഷൻ എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, സം ബയോആക്റ്റീവ് മോളിക്യൂൾസ് ആൻഡ് ദർ ദോസ് ആർ മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഗിവൻ ഇൻ ടേബിൾ മിസ്സിംഗ് എഴുതുക. സ്ട്രെപ്റ്റോകോക്കസ് റിമൂവ് ക്ലോസ് നമ്മൾ പറഞ്ഞതാണ്. സ്ട്രെപ്റ്റോകൈനേസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്ട്രെപ്റ്റോകൈനേസ് ആണ്. സൈക്ലോസ്പോറിൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ട്രൈക്കോഡെർമ പോളിസ്പോറം ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. മൊണാസ്കസ് പെർപ്യൂരിയസ് കിട്ടുന്നു. ഏതാ? സ്റ്റാറ്റിൻ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാനത് അതുകൊണ്ടത് മാറ്റുന്നു. ദെൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിലേക്ക് പോകുന്നു. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഐഡന്റിഫൈ 2 എക്സിറ്റ് കൺസർവേഷൻ അപ്രോച്ചസ് ഓഫ് ഓർഗാനിസം ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് നിന്ന് എക്സിറ്റ് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുവോളജിക്കൽ പാർക്ക് എക്സിറ്റ് ആണ്. ദെൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ്. അപ്പോൾ സുവോളജിക്കൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡൻസും. എന്നാൽ ബയോസ്ഫിയർ റിസർവ്സും അതുപോലെ തന്നെ നാഷണൽ പാർക്കും ഏതിൽ വരുന്നതാണ്? ഇൻസിറ്റു. അപ്പോൾ എക്സിറ്റു ഏതൊക്കെയാണ്? സുവോളജിക്കൽ പാർക്ക് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് ചോദ്യം ഇതാണ്. ഗിവൺ ഇലസ്ട്രേഷൻ ഷോ ഇവിൾ കോർട്ടക്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ പറഞ്ഞത് തന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ട. ഫില്ലപ്പ് A and B. അപ്പോൾ A and B കോ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്, ഏലിയൻ സ്പീഷീസ് തന്നിട്ട്. അപ്പോൾ ഏതാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ.
ഫ്രാഗ്മെന്റേഷൻ എഴുതാം, പിന്നെ കോ എക്സ്റ്റിങ്ഷൻ എഴുതാം. അപ്പോൾ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ, കോ എക്സ്റ്റിങ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഏതാ എഴുതേണ്ടത്? കോ എക്സ്റ്റിങ്ഷൻ ഉണ്ട്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ, കോ എക്സ്റ്റിങ്ഷൻ. അപ്പോൾ എ habitat loss and fragmentation, B coextinction. Explain coextinction of alien species invasion with a suitable example. എന്താണ് ഈ coextinction? Coextinction means when one species extinct, the related species also extinct. Best example പറയാം, when a tree extinct, its pollinator bee also extinct. Species specific. ഒരു ട്രീ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുമ്പോൾ അതിന് പോളിനേറ്റർ ബി എക്സ്റ്റിങ്ക്റ്റ് ആവും. അല്ലെങ്കിൽ പറയാം ഡോഡോ ബേർഡ് എക്സ്റ്റിങ്ക്റ്റ് ആയപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടിംബാലോകോക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു, ഡോഡോ പ്ലാന്റ്, അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ട്രീ എക്സ്റ്റിങ്ക്റ്റ് ആകുമ്പം അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗസ് മൈക്കോറൈസ എക്സ്റ്റിങ്ക്റ്റ് ആവുന്നു. അതാണ് കോ എക്സ്റ്റിങ്ഷൻ. ആൻഡ് ഏലിയൻ സ്പീഷീസിന് എക്സാമ്പിൾസ് നമ്മൾ കുറേ എഴുതി കഴിഞ്ഞു. നൈൽ പെർച്ച് പറയാം, ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷ് പറയാം, ലെൻറ്റാന പറയാം, അത് പറയാം, നമ്മളത് സംസാരിച്ച് കഴിഞ്ഞതാണ്. ആൻഡ് നെക്സ്റ്റ്, ബയോഡൈവേഴ്സിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് അറ്റ് 3 levels of organization. Mention the 3 levels of biological organization. ഏതൊക്കെയാണ് 3 levels of organization? Genetic level, species level, and ecological level. Genetic level diversity, species diversity, and ecological diversity. ഇതാണ് 3 levels. Who popularized the term biodiversity? Edward Wilson ആണ് ബയോഡൈവേഴ്സിറ്റി പോപ്പുലറൈസ് ചെയ്തിരിക്കുന്ന. ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അണ്ടർസ്റ്റുഡ്? എഡ്വേർഡ് വിൽസൺ ആണ് അത് പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ഇൻ ട്രോപ്പിക്കൽ റീജിയൻസ് ദാൻ ടെമ്പറേറ്റ് റീജിയൻ. ഗീവ് റീസൺസ്. എന്തുകൊണ്ടാണ്, വെരി ഗുഡ് ആദി, എന്തുകൊണ്ടാണ് ട്രോപ്പിക് റീജിയൻസിൽ, ഇപ്പം നമ്മൾ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഇക്വറ്ററിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി. ഇക്വറ്ററിന് പോളിലേക്ക് പോകുന്നവർ ബയോഡൈവേഴ്സിറ്റി കുറയും. വൈ ട്രോപ്പിക് ഹാവ് മോർ ബയോഡൈവേഴ്സിറ്റി? ഇതിന് 3 റീസൺസ് ആണ് പറയുന്നത്. 3 ഹൈപ്പോത്തസിസ്. 1, tropic have more solar radiation, so more productivity, so indirectly it supports speciation. അപ്പോൾ ട്രോപ്പിക്കൽ more solar radiation, more productivity, indirectly it support more species. 2, tropic climate when compared to temperate region compare ചെയ്യുമ്പോൾ tropic climate is less seasonal, relatively more constant and predictable. Tropic climate less seasonal ആണ്, constant ആണ്, predictable ആണ്. 3ാമത്തെ റീസൺ, unlike tropic region, the temperate region have successive glaciation in millions of years. The temperate region had successive glaciation, മഞ്ഞിലായിരുന്നു. So tropic region get protected. So more time for evolution, more speciation. ആ 3 പോയിന്റുകൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ അതുപോലെ പഠിച്ചു വെക്കുക. എന്തുകൊണ്ട് ട്രോപ്പിക്സിൽ 3 ഹൈപ്പോത്തസിസ് ആണ് പറയുന്നത്. ആൻഡ് വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്തു. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നെയിം SACZ പറഞ്ഞതാണ്. എസ് എന്താ? സ്പീഷീസ് റിച്ച്നെസ്. എ എന്താ? ഏരിയ. സി വൈ ഇന്റർസെപ്റ്റ്. Z സ്ലോപ്പ് ഓഫ് ദ ലൈൻ പറഞ്ഞതാണ്. നെയിം ദ സയന്റിസ്റ്റ് ഹു എക്സ്പ്ലെയിൻ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. പറയാൻ പറ്റുമോ? ആരാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പോപ്പുലറൈസ് ചെയ്ത സയന്റിസ്റ്റ്? ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ ചെയ്തതാണ്, മനസ്സിലായി കാണും. അണ്ടർസ്റ്റുഡ്? സോ സ്റ്റുഡൻസ്, നമ്മളിപ്പം ഏകദേശം ഒരു 4 മണിക്കൂറിനടുത്ത് നമ്മൾ കൂടെയായിരുന്നു. വെരി ഗുഡ് ആദി. താങ്ക് യു ഫോർ ദ നൈസ് കമൻസ് എല്ലാവർക്കും. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്സ്. നിങ്ങളിനി 26-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല കോൺഫിഡൻസോടെ എക്സാം എഴുതുക. ഷുവറായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. A+ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫുൾ മാർക്ക് കിട്ടും. ഇപ്പം നമ്മൾ ആ പറഞ്ഞ പാറ്റേൺ, പറഞ്ഞ ക്വസ്റ്റ്യൻ പോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ തന്നെ വെച്ചിട്ട് ഓരോ ഫിഗറും, ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഗ്രാഫുകളും അതേപോലെ നോക്കുക. അബ്രിവേഷൻസ് നോക്കുക, ബോൾഡായ ലെറ്റേഴ്സ് നോക്കുക. ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ബൈ. ടാറ്റ.